ഫുൾ ബോഡിയിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത്. ബൂട്ടിക് സ്റ്റൈലിലുള്ള മോഡലിൽ വരുന്ന കളക്ഷൻ. കോട്ടണിൽ വെറൈറ്റികൾ ഈ പ്രാവശ്യം കുറേ ഇറക്കിയിട്ടുണ്ട്. കുറച്ച് കോൺട്രാസ്റ്റ് കൊടുത്ത് മൾട്ടി കളർ പോലെ അല്ലേ? ഇഷ്ടംപോലെ ഡിസൈൻസ്. ഇത് മിക്സ് ഡിസൈൻ ആയിരിക്കും വരുന്നത്. കംപ്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല. ഭയങ്കര മൂവിങ് ആയിട്ടുള്ള ഹോട്ട് സെല്ലിംഗ് ഐറ്റംസാ. ഇത് കാണുന്നവരൊക്കെ എങ്ങനെ ക്ഷമിച്ചിരിക്കണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും ലൈനിങ് ഇതിന് വേണ്ടി വരില്ല. പക്ഷെ നമ്മൾ അതിന് കോട്ടനും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് L, XL, XXL, XXL, 4XL, 5XL, 6XL വരെയുള്ള ബോട്ടം വെയർ ഉണ്ട്. സാരി എടുക്കുമ്പോൾ അതിന് മാച്ച് ആയിട്ട് ബ്ലൗസ് വേണമെങ്കിൽ അതിന് മാച്ചിങ് ആയിട്ട് സാരി. ഇതൊക്കെ നമ്മളെ പ്രൊഡക്റ്റ് ആണ്. ഒന്നും നമ്മൾ പുറത്തുനിന്ന് വരുത്തുന്നില്ല. ക്രോഷ്യ ലൈസ് വരുന്നതാണ്. ഇത് ഫുൾ ജക്കാർഡ് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ്. ലോ റേഞ്ചില് നമുക്കിന്ന് ഫുൾ ഇവിടെ നിൽക്കാന്നേ. ഞാൻ റെഡി, നിങ്ങൾ റെഡിയാണോ? ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട വീഡിയോ ആണ് കേട്ടോ. എല്ലാം വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റിൽ വരാറുണ്ട് വേഗാസ് വൈശാലിയുടെ വീഡിയോ എപ്പോൾ വരും. ദാ ഇപ്പോൾ വരും കേട്ടോ വീഡിയോ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഇനി പുതിയതായിട്ട് കാണുന്നവർക്ക് ലൊക്കേഷനൊക്കെ അറിയണ്ട. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ഒരു റോഡിനെ പറയണത് പ്രസ് ക്ലബ് റോഡാണ് പറയണത്. മേനക ബസ് സ്റ്റോപ്പാണ് ആ വഴി കാണുന്നത്. അവിടുന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ പേ ആൻഡ് പാർക്കിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് വണ്ടിയിൽ വരാണെങ്കിൽ. അപ്പോൾ ഈ ഫുൾ റോഡ് ആ അറ്റം വരെ കാണുന്നത് മൊത്തം പ്രസ് ക്ലബ് റോഡാണ് കേട്ടോ. അവിടെ നമ്മൾ വന്നിരിക്കുന്നത് വലിയൊരു റോഡാണ്. ആ വഴിക്കും നമുക്ക് എൻട്രൻസ് വരുന്നുണ്ട്, ഈ വഴിക്കും നമുക്ക് എൻട്രൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വേഗാസ് വൈശാലി, വലിയ ബിഗ് ബിൽഡിംഗ് ആണ്. 3 ഫ്ലോർ ആയിട്ടുള്ള പുതിയ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാ വെറൈറ്റി നമുക്ക് കണ്ടറിയേണ്ടി വരും. കയറാം നമുക്ക്. പുതിയ വെറൈറ്റി, പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും നമ്മള് വേഗാസിലേക്ക്. ഹായ്. എന്താണ് ഒറ്റയ്ക്ക് മാത്രമുള്ളൂ? എല്ലാരും ഉണ്ട്. വേഗാസിലെന്ന് പറയുമ്പോ നമ്മൾ കയറി വരുമ്പോ തന്നെ വേഗാസിലത്തെ ഓണർ എവിടെ, വി എവിടെ, എ എവിടെ, ഇപ്പൊ എന്ന് പറയാൻ അത് പരിചയപ്പെടുത്തി തന്റെ ആവശ്യമില്ല. അങ്ങനെ നിങ്ങളെ കൊണ്ട് വല്ലത്തോ വരുന്നുണ്ടോ? കോമന്റ് സെക്ഷൻ നോക്കുമ്പോൾ ഏത് വീഡിയോ ഇട്ടല്ലോ, അത് വേഗാസിന്റെ മാത്രമല്ല കേട്ടോ, ഏത് വീഡിയോ ഇട്ടാലും അതിന്റെ താഴെ കോമന്റ് സെക്ഷനിൽ വേഗാസിന്റെ വീഡിയോ വരും. വേഗാസിന്റെ വീഡിയോ എപ്പോഴും വേഗാസ് എപ്പോഴും നല്ല ഐറ്റം കൊടുക്കുന്നവരാണ്. കസ്റ്റമേഴ്സിന്റെ ഇങ്ങനെ പുറകിൽ നമ്മളിങ്ങനെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം എന്താ വെറൈറ്റി കാണിക്കാനുള്ള? ഇവിടെ ഒരുപാട് വെറൈറ്റികളുണ്ട്. നമ്മൾ 360 ദിവസം കൊടുക്കാൻ പറ്റിയ വെറൈറ്റിയാണ് നമ്മളിലുള്ളത്. അങ്ങനെ വെഡിങ് ആയിക്കോട്ടെ, ഫെസ്റ്റിവൽസ് ആയിക്കോട്ടെ, ഏത് ഫെസ്റ്റിവലിന് വേണമെങ്കിലും നമ്മളെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഐറ്റം കൊടുക്കും. അപ്പൊ ഇനി ആദ്യം വാചകടി വേണ്ട, നമുക്ക് നമ്മുടെ കളക്ഷൻസ് കാണിച്ചു കൊടുത്താലോ? ഓക്കെ. പിന്നെ ഇത് 3 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ബിൽഡിംഗ് ആണ്. പുതിയതായിട്ട് കാണുന്നവർക്ക്, പഴയതായിട്ടുള്ളവർക്ക് അവർക്ക് അറിയാം ഇവരുടെ ക്വാളിറ്റിയും അതുപോലെ എത്ര ഫ്ലോർ ഉണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിന്റെ അപ്പുറത്തെ ഒരു കടയും കൂടി ഉണ്ട്. അവിടെ മൊത്തം എന്താ ഐറ്റംസ് ഇരിക്കുന്നത്? അവിടെ ഇപ്പൊ ഗോഡൌൺ ആണ്. ഇപ്പൊ അത് റെഡിമെയ്ഡിന്റെ ഹോൾസെയിൽ ടു ഹോൾസെയിൽ ചെയ്യുന്ന റെഡിമെയ്ഡിന്റെ B2B ആക്കിയത്. എന്താ ലെവല് മാറണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇത് മാത്രമായിരുന്നു, അത് കഴിയുമ്പോ പിന്നെ വന്നപ്പോ പിന്നെ ആ കട തുടങ്ങി. റെഡിമെയ്ഡ് നമ്മൾ തുടങ്ങി. പിന്നെ റെഡിമെയ്ഡ് ഹോൾസെയിൽ മാത്രം അവിടെ ആക്കി, ഹോൾസെയിൽ ടു ഹോൾസെയിൽ അവിടെ ആക്കി. മൂന്നാമത്തെ കടയുണ്ടാ? ഞങ്ങള് പ്രയത്നിച്ചോണ്ടിരിക്കണ്ട് അതിന്. അത് വരുന്നുണ്ട്. അപ്പൊ തുടങ്ങാം. നമുക്ക് എവിടെന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മുടെ വിഷു അല്ലേ വരുന്നത്. അപ്പൊ നമ്മളിപ്പോ വിഷുവിന്റെ ഒരു പുതിയൊരു വെറൈറ്റി ആണത്. അജ്രക് പ്രിന്റില് നിങ്ങള് സ്വയം ചെയ്തിട്ടുള്ള നമ്മളുടെ ഓൺ പ്രൊഡക്റ്റ് ഐറ്റംസുകളാണ്. അടിപൊളി സ്കേർട്ട്. ഇത് വലിയൊരുക്കുള്ളത് വിത്ത് ദുപ്പട്ട. അതിന്റെ കൂടെ മറ്റേ ബ്ലൗസ് വരുമ്പോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാത്തത് ബ്ലൗസ് വരുന്നത്, സ്റ്റിച്ച് ചെയ്യാത്ത ബ്ലൗസ് വരും. അപ്പൊ ഇതാണ് സെയിം പ്രിന്റ് തന്നെ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. ഇങ്ങനെ. അപ്പൊ ഇഷ്ടമുള്ള ഇതിനനുസരിച്ചിട്ട് നമുക്ക് എടുത്തിടാം. വിത്ത് ദുപ്പട്ട അടക്കം വരുന്നത് ടിഷ്യൂല് വരുന്ന കളക്ഷൻ. അപ്പൊ ഇത് ടിഷ്യൂ, കോട്ടൺ അങ്ങനെ എല്ലാത്തിലും ഉണ്ടാവും. എല്ലാ വെറൈറ്റിയിലും ഉണ്ടാവും. എല്ലാ വെറൈറ്റിയിലും അതുണ്ട്. ഇത് ധാവണി തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് അധികം കാണിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടിട്ടും എല്ലാം കൊണ്ടിട്ടും ഇത് അതിൽ തന്നെ ഈ അജ്രക് പ്രിന്റിൽ തന്നെ വരുന്ന സെറ്റും മുണ്ടാണത്. ഇതും അങ്ങനെ തന്നെ വരുന്നത് സെറ്റ് മുണ്ട് വിത്ത് ബ്ലൗസ്. സാധാരണ സെറ്റ് മുണ്ട് കിട്ടുമ്പോ ബ്ലൗസിന്റെ പീസ് കിട്ടാറില്ല. സ്പെഷ്യൽ ആണ് ഇത് വേഗാസിന്റെ സ്പെഷ്യൽ ആട്ടോ, ബ്ലൗസ്. അതിന്റെ മുണ്ട് അടിയിലേക്കും മുകളിലേക്കും അതുപോലെ തന്നെ ബ്ലൗസ് മുണ്ട്. ഓക്കെ. ഈ പ്രാവശ്യം ഞാൻ ഇറങ്ങിയേക്കുന്നത് കംപ്ലീറ്റ് അജ്രക് പ്രിന്റിലാണ് കളിക്കുന്നത്. ഓക്കെ. അതിന്റെ തന്നെ ഡിസൈൻസുകൾ ഒരുപാട് ഡിസൈൻസുകളുണ്ട്. ഇപ്പൊ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇത് ഹോൾസെയിൽ ആണ്, അതും കൂടി എടുത്ത് പറയാണ്. റീറ്റെയിൽ ആയിട്ട് ഒരു പീസ് കിട്ടില്ല. കാരണം എത്ര വീഡിയോ ഇട്ടാലും എത്ര പറഞ്ഞാലും പിന്നെയും റീറ്റെയിൽ ചോദിക്കും. അല്ല, അത് അവർക്ക് നമ്മളുടെ പ്രൊഡക്റ്റിനോടുള്ള താല്പര്യം മതി പൊക്കിയത്. അല്ല, പൊക്കിയതല്ല കേട്ടോ, ശരിക്കും ഉള്ളത് തന്നെയാണ്. അത്രയും നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ് കൊടുക്കുന്നത്. സാരിയാണ്, ഫുൾ ടിഷ്യൂല്
പെയിന്റ് വർക്ക്, ബ്രഷ് പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫുൾ വർക്ക്, അത് ഫുൾ മുന്താണിയിൽ ഫുൾ വർക്ക് വരും. മുന്താണി വരുന്നുണ്ട്. അതിന്റെ ബ്ലൗസ് വന്നത് ഫാൻസി ബ്ലൗസ് ആണ് വരുന്നത്. ഇതില് കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ചൂസ് ചെയ്യാനായിട്ട്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതിന്റെ അജ്രക് പ്രിന്റ് വന്നത് ഇത്, ഇതിന്റെ അജ്രക് പ്രിന്റും ഉണ്ട് കേട്ടോ. അപ്പൊ അജ്രക് പ്രിന്റും ഉണ്ട്. അത് അവിടെ ഇവിടെ ആയിട്ട് കളക്ഷൻ സിസ്റ്റം ഉണ്ട്. നമുക്ക് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ആ ഐറ്റം തൊട്ട് നോക്കുകയാണെങ്കിൽ ഫുൾ നമുക്ക് കളക്ഷൻസ് വരുന്നത് കേട്ടോ. ഒക്കെ ട്രഡീഷണൽ വെയർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഫസ്റ്റ് തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ അടുത്തത് വരുന്നത് നമുക്ക് സെറ്റ് മുണ്ടിൽ തന്നെയാണ്. ഫുൾ ത്രെഡ് വർക്ക് ആണ് വരുന്നത്. ഫുൾ ടിഷ്യൂല് വിത്ത് ബ്ലൗസ്, ബ്ലൗസിലും എംബ്രോയിഡറി വർക്ക് വരും സ്ലീവിന്. അതിങ്ങനെ കോൺട്രാസ്റ്റ് പോലെ ആയിട്ട് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഒരുപാട് വരുന്നുണ്ട്. ആൾക്കാരില്ല ഇല്ല പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ പിന്നിലുണ്ട്. അല്ല എവിടേക്ക് ഒളിച്ചിരിക്കാന്ന് പറഞ്ഞത് അവരൊന്ന് കാണിക്കട്ടെ. മൈക്ക് മാറ്റി അല്ലെങ്കിൽ ആള് ഷൈൻ ചെയ്യും. ഗ്ലാമറിലാണ്. വാ വാ ബാക്കിയുള്ള രണ്ടാളെവിടെ? അഞ്ചാളാണ് കേട്ടോ. ഇവര് എല്ലാ പ്രാവശ്യം വീഡിയോയിൽ കാണിക്കാറുണ്ട്. ഈ പ്രാവശ്യം വീഡിയോയിൽ കാണിക്കാണ്ടിരുന്നാ ശരിയല്ല. അടിപൊളി തുടങ്ങിയിട്ടുള്ളോ? സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നോക്കട്ടെ ഞാൻ അതന്നെ പറഞ്ഞത്. നിങ്ങളെ കൊണ്ട് തൊഴിലില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഏത് വീഡിയോ ഇട്ടാലും അതിന്റെ ഫുൾ കമന്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ വേഗാസിന്റെ അങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ ഈ പ്രാവശ്യം ഷർട്ട് രണ്ടാളുടെയും ഒരുപോലെ. നമ്മളെന്തെങ്കിലും വീഡിയോ അപ്പൊ ഈ ഒരു വേണ്ടല്ലേ? ഡിഫറെന്റ് ആണെന്ന്. എന്താണ് വിശേഷം? നല്ല വിശേഷം. എന്താണ് നമുക്ക് വേണ്ടി പുതിയ കളക്ഷൻസ്? സമ്മർ കളക്ഷൻ തന്നെ ഇവിടെ സമ്മറിൽ 2 മാസത്തെ സീസണിന് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്ത് നല്ല പ്രോഗ്രാം ചെയ്ത ഐറ്റംസ് നമ്മൾ കസ്റ്റമറിന് വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരിക. സമ്മർ സീസൺ ആൻഡ് വെഡ്ഡിങ് ആൻഡ് എല്ലാം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. എല്ലാവർക്കും നമ്മുടെ വിശാലിലോട്ട് സ്വാഗതം. എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യുക. എത്രയും പെട്ടെന്ന്. കാരണം പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നതൊക്കെ വല്ലവരും നല്ലത് തന്നെയാണ്. ഇവിടെ സെറ്റ് ചെയ്യട്ടെ. അപ്പൊ ബാക്കി കളക്ഷൻസിലേക്ക് കിടക്കട്ടെ കേട്ടോ ഞങ്ങള്. അപ്പൊ ഇനി എന്താ വെറൈറ്റി കളക്ഷൻ? സെറ്റ് മുണ്ടിന്റെ തന്നെ പുതിയ വേറൊരു വെറൈറ്റികളാണ് അതെല്ലാം. വയലറ്റിലല്ലേ സെറ്റ്? അതെ അതെ അതെ. ഇതാണ് കേട്ടോ വയലറ്റില് വരുന്ന കളേഴ്സ്. അതിന്റെ കളേഴ്സുകൾ ഇങ്ങനെ കളേഴ്സ് കിട്ടുന്നല്ലേ ഇഷ്ടം പോലെ. ഫുൾ കളേഴ്സ് ഉണ്ട് അതിന്റെ. അത് വേറെ വെറൈറ്റി, ഇത് വേറെ വെറൈറ്റി. ഇപ്പൊ ഇതൊക്കെ എടുക്കുമ്പോ എങ്ങനെയാ ഇപ്പൊ ഈ കാണിക്കുന്നത്? നമ്മൾ സാധാരണ കുർത്തി എന്നൊക്കെ പറയുമ്പോ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ സൈസ് ഇല്ല. സെറ്റ് മുണ്ടിന് സൈസ് ഇല്ല. ഇതിന് കളർ വൈസ് ആയിരിക്കുള്ളൂ. അപ്പൊ 6 കളർ 7 കളർ ഉണ്ടാവും. അതിൽ നിന്ന് കസ്റ്റമറിന് സെലക്ഷൻ ചെയ്യാം. അതാ ഞാൻ ചോദിച്ചത്. കളർ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്. മറ്റേന്ന് പറയുമ്പോ നമുക്ക് അത് സൈസ് അങ്ങനെ തന്നെ എടുക്കണം. സെറ്റ് മുണ്ടും സെറ്റ് സാരി ഒക്കെ നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കുന്നത്. മറ്റേ ടോപ്പിന് മാത്രമല്ല. ഇത് അതിന്റെ തന്നെ സെറ്റ് മുണ്ടിന്റെ വേറൊരു വെറൈറ്റി വരുന്നത് കേട്ടോ. സെറ്റ് മുണ്ടില് സെറ്റ് മുണ്ടുണ്ട്, സെറ്റ് സാരി ഉണ്ട്, ധാവണി ഉണ്ട്. അങ്ങനെ ഇത് തന്നെ വേറൊരു പ്രിന്റ് ഗ്രീനില്, ഗ്രീനിഷ് ഫുൾ കളർഫുൾ ആയിട്ട് കിടക്കട്ടെ. അത് അങ്ങനെ വെറൈറ്റികള്. പിന്നെ ബ്ലാക്ക് സിൽവർ എപ്പോഴും ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അത് എപ്പോഴും ഉണ്ട്. ഇത് വിഷുവിന് വന്ന സാധനമാണ്. ഫുൾ ടിഷ്യൂല് കണിക്കൊന്ന ആ ഒരു പല്ലു പോർഷനിലും ഉണ്ടാവും, അടിയിലത്തെ പോർഷനിലും. സാധാരണ കണിക്കൊന്ന എന്ന് പറയുമ്പോൾ ചെറിയ ഇങ്ങനെ ഒരു തണ്ട് കൊടുത്തിട്ട് ഇത് അങ്ങനെ നമ്മൾ ഫ്ലവർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഒരു ഡിഫറെന്റ് വേണ്ടേ? അങ്ങനെ ഫുൾ വർക്ക് ചെയ്ത് അതിന്റെ തന്നെ എംബ്രോയിഡറി വേണ്ട. ഇതാവുമ്പോ നമുക്ക് കോട്ടണിലാണ് വരുന്നത്. ഇത് വരുമ്പോ ടിഷ്യൂല് വരുന്നത്. രണ്ടും ടിഷ്യൂ ആണത്. അല്ല ടിഷ്യൂല് തന്നെ ടിഷ്യൂല് തന്നെ 2 കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇതുമ്പോ കുറച്ച് ഡാർക്ക് കളർ ആയിട്ട്. ഇത് പ്രിന്റ് ആവുമ്പോൾ അത് വരുന്നത് എംബ്രോയിഡറിയിലാണ്. അങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കി ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാൻ പറ്റും. സമയം ഷോപ്പിന്റെ രാവിലെ 8 മണിയാ. 9:30 തുടങ്ങി 7:30 വരെ. സീസൺ സമയത്ത് 9:30 ഒക്കെയാ. സീസൺ സമയത്ത് 9 മണിയാണ്. 9 മണി 9 മണി തൊട്ട് 10 മണി വരെയാ. വീട്ടിൽ പോകണ്ടായിരിക്കും. അപ്പൊ 8 മണി വരെ. അടിപൊളിയാണല്ലോ ഈ ഫ്ലവർ. അടിപൊളി സാരി അല്ലേ? ഫുൾ അടിപൊളി ടോക്കണ്ട. ഇത് മുന്താണിയിലാണ് കേട്ടോ ഇങ്ങനെ വർക്ക് വരുന്നത്. ഫുള്ളായിട്ട് സൈഡ് ഇങ്ങനെ ചുറ്റും ടിഷ്യൂലാണ് വരുന്നത്. ടിഷ്യൂ വേണമെങ്കിൽ ടിഷ്യൂ, കോട്ടൺ വേണമെങ്കിൽ കോട്ടൺ. നമ്മൾ നേരത്തെ അജ്രക്കിന്റെ പാച്ച് വർക്ക് കാണിച്ചായിരുന്നു. ഇത് അജ്രക് പ്രിന്റിൽ തന്നെ പ്രിന്റ് ചെയ്തതാണത്. ഇതില്ലേ അജ്രക്കിന്റെ പ്രിന്റ്. അതൊന്ന് മുന്താണി കാണിച്ചു. നമുക്ക് ഇതാണ് മുന്താണി. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനും പറ്റൂലേ? ഇപ്പൊ നമുക്ക് ഏതാ കഴിഞ്ഞ പ്രാവശ്യം ആര് ഫോൺ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ അത് നമുക്ക് റെഗുലർ ആയിട്ടുള്ളതാണ്. ഒരുപാട് പേർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റുന്നു കേട്ടോ. കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവം. ഇനിയും ഒരുപാടുണ്ട്. ഈ കേരള സെറ്റ് മുണ്ടിന്റെ സെറ്റ് സാരിന്റെ കളക്ഷൻസ് ഒരുപാട്. അപ്പൊ എല്ലാം കാണിക്കണില്ല നമ്മള്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഈ സെക്ഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ സാരിയാണ്. ഫുൾ വെറൈറ്റികളുണ്ട് പ്ലെയിൻ സാരിയില്.
ഇത് തന്നെ ഇതൊക്കെ തന്നെ പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് വന്നിരിക്കുന്നതാണ്. ലൈൻ ആയിട്ട് വരുന്നത് ലൈൻസ് വിത്ത് ഷെയ്ഡഡ്, ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്നത്. അത് ഡാർക്കും ലൈറ്റും അങ്ങനെ ഒരു ലൈറ്റ് വെയിറ്റിൽ വരുന്ന കളക്ഷൻ ആണ്. ഇതിന്റെയും കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിവിടെയാണ് ഇതിന്റെ കളേഴ്സ് വരുന്നത്. ഇത്രയും അധികം കളർ ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. ഇതൊക്കെ ഇതിന്റെ കളേഴ്സ്. അപ്പൊ ഇത് ഓരോന്നോരോന്ന് പീസായിട്ട് എങ്ങനെ കസ്റ്റമേഴ്സിന്. ഓക്കെ. പിന്നത്തെ വേറൊരു സാരി ഇതില് സെൽഫ് ബൂട്ട വന്നിട്ടുണ്ട്, ഗ്ലേസിംഗ് ആയിട്ട് പാർട്ടി വെയർ. പ്രിന്റഡ് ബ്ലൗസോ അല്ലെങ്കിൽ എംബ്രോയിഡറി വർക്ക് ഇട്ടാ ഞാൻ മോനെ വേറെ ലെവലാണ്. അയ്യോ, അത് മനസ്സിലിങ്ങനെ അല്ല, പ്ലെയിൻ സാരി ഇപ്പൊ ഭയങ്കര ട്രെൻഡ് ആയിട്ട് നിൽക്കണല്ലോ. അപ്പൊ അതിങ്ങനെ ഉടുത്ത് കഴിയുമ്പോൾ രസമാണ്. അത് അതിന്റെ കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇപ്പൊ എത്ര കളർ വേണമെങ്കിലും ഒരുപാട് 6 കളേഴ്സ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ആദ്യം ഷെയ്ഡഡിന്റെ കാണിച്ചില്ലേ, അതിന്റെ തന്നെ പ്ലെയിൻ വരുന്നതാണ്. അത് ഷെയ്ഡഡ് ഇല്ലാതെ ആ ലൈൻസ് മാത്രം വരുന്നത്. ഓക്കെ. ഇതാകുമ്പോ നമുക്ക് മുകളിൽ ഡാർക്ക്, താഴത്ത് ലൈറ്റ് ആയിട്ട് വരുന്നത്. ഇതാകുമ്പോ ഒരു ഒറ്റ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. ഇതിന്റെയൊക്കെ ഷെയ്ഡ്സ് 10 കളർ 6 കളർ അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ ഇഷ്ടമുള്ളത് എങ്ങനെ വേണമെങ്കിലും ആൾക്കാർക്ക് 2 കളർ 3 കളർ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ, റീറ്റെയിൽ ഇല്ല. കട ഉണ്ടാവണോ? ഷോപ്പ് വേണം. ഇത് മൊത്തം ഈ അറ്റം തൊട്ട് അറ്റം വരെ മൊത്തം പ്ലെയിൻ സാരികളാണ് ഇത് കംപ്ലീറ്റ് വരുന്നത്. ഈ ഭാഗം ഫുൾ ഇത് മൊത്തം പ്ലെയിൻ സാരീസിന്റെ അതില് പല ഇതിലുണ്ട്. വിചിത്രയിലുണ്ട്, ഇതാ വിചിത്രയിലും വരുന്നുണ്ട്, ഷിഫോണിൽ വരുന്നുണ്ട്, ജോർജറ്റ്, അങ്ങനെ പല പല മെറ്റീരിയൽസിൽ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വിചിത്രയില് കളർ ഓപ്ഷൻസ് വരുന്നത്. പാക്കിങ് സൂപ്പർ ആണല്ലോ. അടിപൊളി പാക്കിംഗ് ആണ് ഇതിന്റെ. പാക്കിങ്ങിന് അടിപൊളി. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഫസ്റ്റ് വിഷു ഒക്കെ വരുമ്പോ അവർക്കൊക്കെ ഗിഫ്റ്റ് ചെക്കന്മാരെ വീട്ടിൽ നിന്ന് കൊടുക്കാൻ നല്ലൊരു പാക്കിംഗ്. അങ്ങനെ കല്യാണത്തിന് മാത്രം പാക്കിംഗ് ഗിഫ്റ്റ് ഒക്കെ നമ്മള് പൊങ്ങച്ചം കാണിക്കണമല്ലോ ചെക്കൻ്റെ വീട്ടുകാർക്ക്. അതിന് ധാവണി കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന. പിന്നെ ബ്ലൗസ് വരുമ്പോ എങ്ങനെയാ വരുന്നേ? ബ്ലൗസ് ആ ഗ്രീൻ ഷെയ്ഡ് തന്നെ വരും. അതിന്റെ ഉള്ളിലുണ്ട്. അതിന്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം. ഇത് കോൺട്രാസ്റ്റ് ആയിട്ട് 6 കളർ 5 കളർ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് വരുന്നത്. ബ്ലൗസ് വരുമ്പോ ഇതാണ് ബ്ലൗസ് വരുന്നത്. കയ്യിലേക്ക് ഈ ഒരു പോർഷൻ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു കളക്ഷൻസ് ആണ്. ഇതിന്റെ ഫുൾ കളേഴ്സുകളുണ്ട്. ഇത് അതിന്റെ ജക്കാർഡ് വരുന്നത്. ഇത് ജക്കാർഡ്. ഇത് ജക്കാർഡ് വരുന്നത്. ഇത് പ്ലെയിനിൽ ബുട്ട വരുന്നത്. ആദ്യം കാണിച്ചത് പ്ലെയിന്, ഇത് ബുട്ട, ഇത് ജക്കാർഡ്. വെറൈറ്റികൾ ഒരുപാടുണ്ട്. പിന്നെ അതിന്റെ ഒരു ഫ്ലോറൽ പ്രിന്റ് മോനെ ഫ്ലോറൽ ഇതൊക്കെ ഇങ്ങനെ. അപ്പൊ ഈ പാക്കിംഗ് കാണിക്കുന്നത് ഇതും ഒരെണ്ണായിട്ട് 2 എണ്ണായിട്ട് അങ്ങനെ 6 സെറ്റ് അങ്ങനെ 5 പീസിന്റെ ആണ്. അപ്പൊ 2 പീസ് 3 പീസ് ആയിട്ടൊക്കെ എടുക്കാം. ഫുൾ കളർ എടുക്കണമെന്ന് പറയില്ല നമ്മള്, അവർക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും. പിന്നെ അതിന് പറ്റിയ റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ടെന്ന് തോന്നുന്നു. റെഡിമെയ്ഡ് ബ്ലൗസ് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇത് അജ്രക്കിന്റെ തന്നെ സെറ്റ് സാരിയില് നമ്മൾ കഴിഞ്ഞു പോയെന്ന്. പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ അങ്ങനെ കാണിക്കാതിരിക്കും. ഇതും ഒരു വെറൈറ്റി ഐറ്റം ആണ്. ഓക്കെ, അടിപൊളി. ഇത് സെറ്റ് സാരി. സെറ്റ് സാരി കോട്ടണില്. മറ്റേതൊക്കെ നമ്മൾ ടിഷ്യൂലാണ് കാണിച്ചത്. ഇത് പ്യൂർ കോട്ടണിലാണ്. അതും വിത്ത് ബ്ലൗസ് എടുക്കാം കേട്ടോ. അപ്പൊ ബ്ലൗസ് ഇതിന് മുറിച്ചെടുക്കണ്ട, ഇതിന് വേണമെങ്കിൽ ഇതിലുണ്ട്. അങ്ങനെയുണ്ട്. അപ്പൊ അതിന്റെ വെറൈറ്റി കളക്ഷൻസ്. 2 ബ്ലൗസ് ഉണ്ടാവും. ബ്ലൗസുകൾ, റെഡിമെയ്ഡ് ബ്ലൗസുകൾ കേട്ടോ. ഇതിന് മാച്ച് ആയിട്ടുള്ള സാരി ഉണ്ട് ഇവിടെ. സാരി എടുക്കുമ്പോ അതിന് മാച്ച് ആയിട്ട് ബ്ലൗസ് വേണമെങ്കിൽ അതിന് മാച്ചിങ് ആയിട്ട് സാരി എന്ത് വേണമെങ്കിലും കൊടുക്കും. അതിന് ബ്ലൗസ് ഇപ്പൊ ഇതൊക്കെ ഫുൾ ആ ഒരു ലൈക്ര സ്റ്റഫില് വരുന്നതാണ്. XL 2XL വരുന്നതാണ്. പക്ഷെ ഒരു നല്ലോണം സ്ട്രെച്ചഡ് ആണ്. സ്ട്രെച്ച് ആവുമ്പോ അതിനനുസരിച്ച് ഏത് സൈസുകാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. L സൈസ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ. മെറ്റീരിയൽ ആണെങ്കിൽ അതുകൊണ്ടെന്ന് മെറ്റീരിയലിന്റെ കളക്ഷൻസ് ഒരുപാടുണ്ട്. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഈ ഒരു കെട്ട് അങ്ങനെ തന്നെ എടുക്കേണ്ടി വരും. ഇതൊരു കെട്ട് അങ്ങനെ കോട്ടൺ പ്രിന്റ് ആണ് വരുന്നതെങ്കിൽ ഇപ്പൊ 30 മീറ്റർ 40 മീറ്ററിന്റെ ആണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു 20 മീറ്റർ കട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഇത് മാത്രല്ല, ബൾക്കായിട്ട് എടുക്കണമെന്നില്ല. ഇത് കാണിച്ചപ്പോഴാണ് ഇതിന്റെ താഴത്ത് ഈ കാണുന്നത് മൊത്തം കോട്ടന്റെ റണ്ണിങ് മെറ്റീരിയൽ ആണ് ഇത് വരുന്നത്. ഇതിപ്പോ അതിന്റെ തന്നെ പുതിയൊരു വെറൈറ്റി വന്നിരിക്കുന്നതാണ്. ഫുൾ സ്വീഗൻസ് ആയിട്ട് വരുന്നത്. ഇത് ജെന്റ്സിന് യൂസ് ചെയ്യാം, ലേഡീസിന് യൂസ് ചെയ്യാം. ജെന്റ്സ് കുർത്ത അടിക്കാൻ ചെയ്യാം, ജെന്റ്സിന്റെ കുർത്തി അടിക്കുകയും ചെയ്യാം. ഒരുപോലെ ഫംഗ്ഷൻ യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കുട്ടികൾക്ക് വേണമെങ്കിൽ ഫ്രോക്ക് വേണമെങ്കിൽ ഫ്രോക്ക് അടിക്കാൻ പറ്റും. ഫുൾ ഫാമിലി ആയില്ല. അതിന്റെ തന്നെ വേറൊരു റണ്ണിങ് മെറ്റീരിയൽ വരുന്നതാണ്. അടിയിൽ ഇങ്ങനെ വർക്ക് ആയിട്ടുള്ളത് ഫുൾ ഓർഗൻസയിലും വരുന്നത് ജോർജറ്റിൽ വരുന്നുണ്ട്. ഇപ്പൊ ജോർജറ്റിൽ വരുന്നതിന്റെ കളക്ഷൻ കാണിച്ചു തരാം. ഇതിൽ കളേഴ്സ് ഒരുപാട് കളേഴ്സാണ് ഉള്ളത്. ഇത് ഫുള്ള് അടിയിൽ കാണുന്നത് ഇവിടെ നിന്ന് തൊട്ട് മൊത്തം ഇപ്പൊ രാവിലെ കസ്റ്റമറിലുണ്ട് മൊത്തം വലിച്ചുമായിട്ടൊക്കെയാണ്. അതിന്റെ കളേഴ്സ് ഇങ്ങനെ ഇത്ര കളർ ഓപ്ഷൻസ് ഉണ്ട്. കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഉണ്ട്. അതിന്റെ
ശരിക്കും വീഡിയോ കോൾ ചെയ്താലും ഫുള്ളിങ് ഇതുപോലെ കാണിക്കില്ല നമ്മൾ. പിന്നെ ഇതേപോലെ തന്നെ കാണിച്ചു കൊടുക്കും നമ്മൾ. ഫുൾ വീഡിയോ കോൾ ചെയ്താലും നമുക്ക് കാണാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുത്തത് ഫുൾ അജ്രക്ക് കാന്ത പ്രിന്റ് ഇതിലൊക്കെ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഇവിടെ ഫുൾ കാണുന്നത് ഇതാ കാന്ത പ്രിന്റിൽ വരുന്നുണ്ട്, ടിഷ്യൂല് വരുന്നുണ്ട്, അങ്ങനെ അജ്രക്കിൽ വരുന്നുണ്ട്, കോട്ടണിൽ വരുന്നുണ്ട്. അങ്ങനെ റണ്ണിങ് മെറ്റീരിയൽസ് തന്നെ ഒരുപാടുണ്ട്. ഇതൊക്കെ പ്യൂർ സിൽക്ക്, ട്രസർ സിൽക്കിലാണത്. പ്യൂറിൽ വരുന്നതാണ്. ഇത് ഫുൾ ഒരു ഇതൊന്നും മുറിക്കില്ല. ഇതൊക്കെ 10 മീറ്റർ 15 മീറ്റർ ഒക്കെ വരുന്നതാണ്. ഇത് അങ്ങനെ തന്നെ എടുക്കണം. ഇതിലും കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് കളേഴ്സുകളാണ് അതിൻ്റെ ഉള്ളത്. 20 കളേഴ്സ് ഉണ്ട് അതിന്റെ. ഇത് ഫുൾ ആണ് കേട്ടോ. ഇതിന്റെ കളർ ഓപ്ഷൻസ് വരുന്നത് സിൽക്കിന്റെ മെറ്റീരിയൽ പ്യൂർ ആയതുകൊണ്ടാണ് നല്ല ഭംഗിയിൽ കവറിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്, നാശാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അതുപോലെ വെറൈറ്റികൾ ഈ അറ്റം തൊട്ട് അറ്റം വരെ ഫുൾ നമുക്ക് മെറ്റീരിയൽസ് മാത്രമായിട്ട് കിട്ടുന്നതാണ്. നമ്മൾ ഈ ഒരു ഭാഗത്ത് മാത്രം നിന്നിട്ടുള്ളൂ, സമയം ഒരുപാടാകും. അപ്പൊ ഇനി ഉള്ളിലേക്ക് പോവാം. ഇത് ഫുൾ ബ്ലൗസ് മെറ്റീരിയൽസ്, പോളി കോട്ടൺ, പോളി സിൽക്ക്, ഹക്കോബ അങ്ങനെ വരുന്ന സാധനങ്ങൾ. ഒരു കെട്ടിൽ എത്ര മീറ്റർ ഉണ്ടാവും? ഇത് 10 മീറ്റർ 12 മീറ്റർ ഇതൊക്കെ അങ്ങനെ തന്നെ എടുക്കേണ്ടി വരും. മുറിക്കല്ലോ അത് ക്ലിയർ ആയി അത്രയും തന്നെ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ ഹോൾസെയിൽ ആണോ ഹോൾസെയിൽ റേറ്റിന് കിട്ടും, നമുക്ക് നല്ല മാർജിൻ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ, റീറ്റെയിൽ ഇല്ല. സെയിൽ ചെയ്യാൻ പറ്റും. അതിന്റെ തന്നെ റണ്ണിങ് മെറ്റീരിയൽ ഫുൾ ടിഷ്യൂല്, പട്ടുപാവാടിയോ സാരിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പ്രിന്റുകൾ ഇങ്ങനെ മാറി മാറി. അതിൽ കളർ ഓപ്ഷൻസും വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇതില് ഫുള്ള് മഞ്ഞയിലാണെങ്കിൽ മഞ്ഞ, ഇതിൽ വേണമെങ്കിൽ ഇതില് ഇങ്ങോട്ട് വരും. അപ്പൊ കാണാം നല്ല രീതിയിൽ ഫുള്ളായിട്ട് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ നീങ്ങ ഞങ്ങൾക്ക് കാണണ്ടേ, കണ്ടോ? ഇത് ഫുൾ അതിലെ പ്രിന്റുകൾ ഇങ്ങനെ മാറി മാറി വരുന്നല്ലേ. ഇതാ പല പല പ്രിന്റ്സ് വരുന്നുണ്ടെന്നല്ലേ. ഇതാ ഈ പ്രിന്റ് വരുന്നുണ്ട്, പൂക്കൾ മാറും, അങ്ങനെ വെറൈറ്റികൾ ഉണ്ടെന്ന്. ഇഷ്ടംപോലെ ഡിസൈൻസ് ഉണ്ട്. ഡിസൈൻസും ഉണ്ട്, മെറ്റീരിയലിന്റെ കളറും മാറുന്നുണ്ട്. അതില് ചിലതില് കോപ്പർ കൂടുതൽ, ചിലതില് മഞ്ഞ കൂടുതൽ, അങ്ങനെ 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 കൃഷ്ണനും ഉണ്ട്, കൃഷ്ണനും രാധയുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയില് കൊച്ചു കുട്ടികൾക്കെല്ലാം കൊടുക്കണ്ടേ? കൊച്ചു കുട്ടികൾക്കുള്ള കളക്ഷൻസിന്റെ ഒരു പാവാട കേട്ടോ. അതിന് സെറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. സെറ്റ് ആയിട്ട് വരുന്നത് ഇതൊരു സെറ്റ് ആയിട്ട് 20 സൈസ് തുടങ്ങി 30 സൈസ് വരെ വരും. അപ്പൊ ഇതെങ്ങനെയാണ് എടുക്കേണ്ടത്? സെറ്റ് വൈസ് സൈസ് വൈസ് ആയിട്ട് അപ്പൊ 4-5 എങ്ങനെയാ അങ്ങനെ എടുക്കേണ്ടി വരും. അതായത് 20 തുടങ്ങി 30 വരെ ഒരു ഫുൾ സെറ്റ്. അതിൽ കളർ ഓപ്ഷൻസ് സെയിം ആയിരിക്കും. കളർ 4 കളർ 5 കളർ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് അവർക്ക് കളർ ഏതാണ് സെലക്ട് ചെയ്തെടുക്കാം. അതിന്റെ വലിയ സൈസ്, ഇത് അതിന്റെ വലിയ സൈസിൽ വരുന്നത്. പിന്നെ സ്ലീവ് ഉള്ളിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരുന്നത് കുട്ടികൾക്ക് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ സിമ്പിൾ, നമ്മൾ കയ്യിൽ കിട്ടിയതെടുത്ത് കാണിക്കണം. അതിന്റെ വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. ഇതിന് ഇഷ്ടംപോലെ വെറൈറ്റികൾ വരുന്നുണ്ട്. ഇനിയിപ്പോ ഇത് ഓർഗൻസ, ഇത് വലിയ ആൾക്കാരത് വിചിത്ര സിൽക്കിന്റെ സ്കേർട്ടും ഓർഗൻസ ബ്ലൗസും, അങ്ങനെ വലിയ കുട്ടികൾക്കുള്ളത്. അതിനും കളർ ഓപ്ഷൻസ് ഉണ്ട്. ബൾക്കായിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വളരെ കുറവായിരുന്നു, ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ കയറ്റിയിട്ടുണ്ട്. അല്ല, കുട്ടികളുടെ നമ്മൾ ഈ ഐറ്റം മാത്രമേ ഉള്ളൂ, വേറെ ഐറ്റംസ് ഒന്നും ഇല്ല. ഇത് വിഷു ആയിട്ട് ഞങ്ങൾ ചെയ്തേക്കാണ്. വിഷുവിന് ഓണത്തിന് മാത്രം കുട്ടികളുടെ കുറച്ച് ഐറ്റംസ് ഇങ്ങനെ കസ്റ്റമർ അല്ലെങ്കിൽ മൊത്തം ലേഡീസ് ഐറ്റംസ് മാത്രം, അല്ലെങ്കിൽ മൊത്തം ലേഡീസ് ഐറ്റംസ്. അതിനുള്ള സ്ഥലം ഈ വേഗസ്വൈശാലിയിലുള്ളൂ. അയ്യോ, എത്ര 3 ഫ്ലോറാ? 3 ഫ്ലോർ തികയണില്ല ഇപ്പൊ തന്നെ ഞങ്ങൾക്ക്. അതിന് കാരണക്കാരാണ് ഞങ്ങൾ തന്നെ, ഞങ്ങളുടെ കസ്റ്റമർ. അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടില്ല, നമ്മള് ഓൾമോസ്റ്റ് ഇവിടുത്തെ കഴിഞ്ഞ അടുത്ത നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ഫ്ലോറിൽ തന്നെയാണ്. ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടുത്തെ വെറൈറ്റി വരുന്നത്? ഇവിടെ വെറൈറ്റി കാണിക്കാൻ പോയാ കണ്ട 2 ദിവസം ഇങ്ങനെ നിക്കേണ്ടി വരും. ഇവിടുത്തെ വെറൈറ്റികൾ കാണിക്കണമെന്നുണ്ട്. അത്രയുണ്ട് കളക്ഷൻസ്. അപ്പൊ ഈ ഒരു നൈറ്റി മെയിൻ ആയിട്ട്, അതായത് നമ്മള് വേഗസ് വൈശാല് മെയിൻ ആയിട്ട് എല്ലാവരും അറിയുന്നത് എന്തിനാന്ന് അറിയാമോ? സാരി ചുരിദാർ മെറ്റീരിയലാണ്. അപ്പൊ ആൾക്കാർ വിചാരിക്കുന്നത് ഇവിടെ കുർത്തികൾ അങ്ങനെ അധികം ഇല്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് മാറ്റി കൊടുത്തപ്പോ കുർത്തികൾ ഇപ്പൊ ഒരുപാട് ചെയ്ത് ഞങ്ങള് കൂടുതൽ ചെയ്യുന്നത് കോട്ടൺ വെറൈറ്റി കോട്ടന്റെ കളക്ഷൻസ് ആണ്. ഇത് കംപ്ലീറ്റ് കുർത്തികളുടെ ഇതൊക്കെ നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ട്. ഒന്നും നമ്മൾ പുറത്തുനിന്ന് വരുത്തുന്നില്ല. ഉണ്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട്, ബോംബെ കുറച്ച് വെസ്റ്റേൺ ടോപ്സ് ഐറ്റംസുകൾ മാത്രം നമ്മൾ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ നമ്മളുടെ യൂണിറ്റിൽ ചെയ്യുന്നത് തന്നെയാണ്. ഇവിടെ ഫുൾ നമ്മൾ തന്നെ സ്റ്റിച്ചിങ് ചെയ്തിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന ഐറ്റംസ്. അപ്പൊ അത് കോട്ടണിൽ വരുന്നത് അജ്രക്ക് ഉണ്ട്, പിന്നെ 60 കോട്ടൺ ഉണ്ട്, അങ്ങനെ കോട്ടൺ ഉണ്ട്, അങ്ങനെ പല പല കോട്ടൺ വെറൈറ്റികളുണ്ട്. ഞാൻ രണ്ടെണ്ണം ഒന്ന് എടുത്ത് കാണിച്ചു തരാം. കൈ കിട്ടിയത് ഇപ്പൊ ഇതാണ്.
ഇതില് വരുമ്പോ മീഡിയം, ലാർജ്, എക്സൽ, എം തുടങ്ങി ഡബിൾ എക്സൽ വരെയുള്ള സൈസ്. ഇത് ഇപ്പൊ എം സൈസ് ആണ് ഇപ്പൊ നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. സോഫ്റ്റ് കോട്ടൺ ആണ് അത്. സോഫ്റ്റ് ഭയങ്കര വിത്ത് നമ്മുടെ ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇതിന് കോട്ടൺ അതിന് വേണ്ടി വരില്ല, ലൈനിങ് ഇതിന് വേണ്ടി വരില്ല. പക്ഷെ നമ്മൾ അതിന് കോട്ടനും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സാധാരണ നമ്മള് ട്രേഡേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ പുറമെ നിന്ന് പഠിക്കുമ്പോൾ ലൈനിങ് ഉള്ളിലത്തെ പോളിസ്റ്റർ ആയിരിക്കും. ഇവരുടെ സ്വന്തം യൂണിറ്റിൽ ചെയ്യണത് കൊണ്ട് അത് കോട്ടൺ ആയി മാറി. പ്യൂർ കോട്ടണിലാണ്. ഭയങ്കര ചൂടല്ലേ ഇപ്പൊ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അകത്ത് പോലെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടന്റെ. ഇതൊന്ന് എടുത്ത് നല്ല അടിപൊളി സംഭവമാണല്ലോ. അപ്പൊ കെട്ട് കാണിച്ചു കൊടുക്കാം ആദ്യം. ഇങ്ങനെ വരുന്നത് എം, എൽ, എക്സൽ, ഡബിൾ എക്സൽ, ഇങ്ങനെ 4 പീസും എടുക്കണം. ഇനിയിപ്പോ പ്ലസ് സൈസ് വേണോ? അതുകൊണ്ട് 3XL, 4XL, 5XL വരെ ഉണ്ട്. അത് ചില പ്രോഡക്റ്റ് അങ്ങനെ അത് എല്ലാ വെറൈറ്റിയിലും വെക്കില്ല, അത് കുറച്ച് പേരെ ചോദിക്കുന്നുള്ളൂ. നമ്മളെ കേരളത്തിലുള്ളവരൊക്കെ ഭയങ്കര സ്ലിം ആയിട്ടുള്ള കാണുമ്പോ. അപ്പൊ ഇതില് സിമ്പിൾ ആയിട്ട് വീനെക്കിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് കോട്ടണിൽ യൂസ് ചെയ്യാൻ. സ്ട്രൈറ്റ് കുർത്തീസ് അപ്പൊ ജസ്റ്റ് കാണിച്ചു മാത്രമല്ല, ഇതിലത്തെ വെറൈറ്റീസ് ആണ്. ഇതിന്റെ ഒരുപാട് കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഇതിന്റെ. ഓക്കെ, വരൂ. അപ്പൊ കളക്ഷൻസ് നമുക്ക് കാണാം. കോട്ടണിൽ വരുന്ന കളക്ഷൻസ്. ഇത് കോട്ടണിൽ വരുന്നത് ഐറ്റംസുകളാണ്. അജ്രക് പ്രിന്റില് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. ഇതാ നല്ല ഇതൊക്കെ ശരിക്കും സൈസ് എന്ന് പറയുന്നത് ഇത് ഡബിൾ എക്സൽ സൈസ്. നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇത് അതിന്റെ തന്നെ എം സൈസ് വരുന്നത്. ഇതൊക്കെ നെക്കിന് പാറ്റേൺ ഒക്കെ വ്യത്യാസമുണ്ട്. ഇത് കോളർ വന്നിട്ട് ചെറിയൊരു വീനൊക്കെ കൊടുത്തിട്ടുണ്ട്. കാന്ത പ്രിന്റില്. ഇതാവുമ്പോ റൗണ്ടില് വരുന്നത്. അങ്ങനെ വെറൈറ്റികള്. പിന്നെ വൈറ്റില് ഇതിന്റെ തന്നെ ഒരു ഹക്കോബയില് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. കോട്ടൺ ആണത്. ഹക്കോബയില് ഡിജിറ്റൽ പ്രിന്റില്. അങ്ങനെ എല്ലാം വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ കയ്യിൽ കിട്ടുന്നത് കുറച്ച് എടുത്ത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ വെറൈറ്റീസ്. പിന്നെ വരുന്ന ഈ നെക്ക് കുറച്ച് ഡിഫറെന്റ് ആണ്. അതായത് ഇത് പ്ലെയിനിൽ ചെയ്യണതാണ്. പ്ലെയിനില് നെക്ക് കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ. ഇങ്ങനെ ഒരു ഇതില് ഗ്യാപ്പിൽ കൂടെ ചെറുതായിട്ടേ കാണുള്ളൂ, വലിയ ഇതിൽ കാണിക്കില്ല. നമ്മൾ കാണിക്കില്ല. സിമ്പിൾ ആയിട്ടാണ് കേട്ടോ. അത് ശരിക്കും മുകളിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുക ചെയ്യാനല്ലാണ്ട് വല്ലാണ്ട് അങ്ങനെ താഴ്ത്തിക്കുള്ളതല്ല. ഇതായാലും സെറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. കോട്ടണില് വെറൈറ്റികൾ ഈ പ്രാവശ്യം കുറെ ഇറക്കിയിട്ടുണ്ട്. ഇഷ്ടം പോലെ കളക്ഷൻസ് ഒന്നുമല്ല നമ്മളുടെ. ഞാൻ പറഞ്ഞ ഹോൾസെയിൽ ടു ഹോൾസെയിൽ ചെയ്യുന്നിടത്ത് ഇതിന്റെ കോട്ടൺ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പൊ ഈ ഹോൾസെയിൽ ടു ഹോൾസെയിൽ എന്ന് പറയുമ്പോ അവിടെ ആയാലും നമുക്ക് വന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, അത് ഇവിടെ തന്നെ കേട്ടോ. 5 അടി 10 അടി നടക്കാനുള്ള ദൂരമുള്ള വണ്ടിയൊന്നും വേണ്ട. അപ്പൊ അവിടേക്ക് വേണമെങ്കിൽ അവിടേക്ക് പോവാം, ഇവിടേക്ക് വേണമെങ്കിൽ. പിന്നെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. റയോണില് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വെസ്റ്റേൺ വെയറിൽ അല്ലേ? കുട്ടികൾക്ക് അത്യാവശ്യം വലിയ കുട്ടികൾക്ക്. ചെറുതാ വലുതാ ഇപ്പൊ എല്ലാവർക്കും ഡ്രസ്സ് വേണ്ടല്ലോ. അടിയിലേക്ക് പൊളിക്കാണല്ലോ ഡ്രസ്സ്. വെസ്റ്റേൺ വെയറിലും വരുന്നുണ്ട് കളക്ഷൻസ്. കോട്ട് സെറ്റ് അല്ലേ? കോട്ട് സെറ്റിൽ വരുന്നത് ഇത് ലോങ് ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ വരുന്നത്. ഷോർട്ട് വേണമെങ്കിൽ ഷോർട്ടും ഉണ്ട്. അപ്പൊ കയ്യിൽ കിട്ടുന്നത് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വെറൈറ്റി വരുന്നത് ഇത് വർക്ക് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് മസ്ലിൻ പ്രിന്റില് ഫുൾ വർക്ക് വരുന്നത്. വർക്കൊക്കെ ഉണ്ടോ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഓൺ ചെയ്യുന്ന വർക്ക് അല്ല, ഇത് നമ്മളെ വരവാണ്. മസ്ലിൻ പ്രിന്റില് ബോംബെ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഓൺ യൂണിറ്റിൽ ചെയ്ത പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള ഐറ്റംസ് വരുന്നുണ്ട്. ഇതൊക്കെ മസ്ലിൻ പ്രിന്റിൽ വരുന്നതാണ്. ഇതൊക്കെ ഒരുപാട് പ്രിന്റുകൾ അങ്ങനെ ഐറ്റംസ് ഉണ്ട്. ഒക്കെ മസ്ലിനില്. ഇതൊക്കെ 3XL സൈസ് ആണ് കേട്ടോ. നല്ല വലിയ സൈസ് ആണ് ഇതൊക്കെ വരുന്നത്. ലൈറ്റിലും ഡാർക്കിലും എല്ലാത്തിലും ഉണ്ട്. പക്ഷെ സെറ്റ് ആയിട്ട് മാത്രം എടുക്കാൻ സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ്. ചൂടത്തൊക്കെ നമുക്ക് ഇട്ട് നടക്കാൻ പറ്റുന്ന ഒരു ഇതാ. നല്ല ഭയങ്കര സോഫ്റ്റ് കംഫർട്ടബിൾ. ഇതൊക്കെ ഭയങ്കര എന്താ പറയാ, നല്ല ഇങ്ങനെ ഇടാത്ത ഒരു മെറ്റീരിയൽ നല്ലതാ. മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ. അപ്പോ ക്വാളിറ്റി ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് ഗുണങ്ങളുണ്ടാവും ഇടുമ്പോ. നമ്മള് പഴയ വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്യുന്ന 150 തുടങ്ങിയ കുർത്തികളുണ്ട്. അപ്പം നമ്മളത് ചെയ്യണില്ല. സ്റ്റാൻഡേർഡ് ഉള്ള സാധനങ്ങൾ മാത്രം, ക്വാളിറ്റി ഉള്ള സാധനം മാത്രം കൊടുക്കുന്നുള്ളൂ. റേറ്റ് ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മൾ കോട്ടൺ പ്രിന്റ് ആണെങ്കിലും ഒരുവിധം നല്ല റേഞ്ചിലുള്ള സാധനങ്ങളാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പൊ ഇത് തന്നെ തുറന്നപ്പോ എന്റെ കയ്യിൽ ഇത് കിട്ടിയപ്പോ തന്നെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലായിടത്തും കിട്ടും. ചിക്കൻ കറി എല്ലായിടത്തും കിട്ടും. പക്ഷെ ഇതൊക്കെ ഉള്ളിലത്തെ ഇന്നർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോ കയ്യിൽ കിട്ടിയപ്പോ ഭയങ്കര ഈ പഞ്ഞി പിടിക്കുന്ന ഒരു ഫീൽ. അത് ആ ക്വാളിറ്റിക്ക് ചേഞ്ച് ചെയ്ത് നമ്മൾ എല്ലായിടത്തും ഉള്ള സാധനം നമ്മൾ ചെയ്യണമെന്നില്ല.
അതാ ഞാൻ പറയാം എല്ലായിടത്തും ഉണ്ട് ചിക്കൻ കറി, പക്ഷെ ഉള്ളിലത്തെ ഇന്നർ എന്ന് പറയുമ്പോൾ ഈ തുണി പിടിച്ചു നോക്കിയേ, ഇതും വ്യത്യാസമുണ്ട്. ഈ തുണി മറ്റേത് മറ്റേ ഒരു ചെറിയൊരു ഹാർഡ് ആയിരിക്കും, കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ആണ്. നല്ല ടൈപ്പ് ഇട്ട് അതിൽ ഫുൾ ഹാൻഡ് വർക്കിന്റെ ചിക്കൻ കറി വർക്കാണ് വന്നിരിക്കുന്നത്. ലക്നവി വർക്ക് എന്ന് പറയില്ലേ, സെൽഫ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെയും കളർ ഓപ്ഷൻസ് വേണ്ടതുണ്ട് കേട്ടോ. നല്ല നല്ല ഷെയ്ഡുകൾ വരുന്നത്, ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. കളേഴ്സ് കണ്ടോ, അതിൽ വർക്കും വന്നിട്ടുണ്ട്. ഫുൾ ലക്നവി വർക്കാണ് കേട്ടോ ഇത് ഫുൾ വന്നിരിക്കുന്നത്. വിത്ത് ഇന്നർ അടക്കാണ് കേട്ടോ, അല്ലാണ്ട് ഇത് മുകളിലത്തെ മാത്രമല്ല. അതിലിനി മിറർ വേണമെങ്കിൽ മിറർ രണ്ടും വ്യത്യാസമുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് ഫുൾ വന്നിട്ടുള്ളത്. ഇതിലാകുമ്പോൾ മിറർ ഒറിജിനൽ മിററാണ് വന്നിരിക്കുന്നത്. രണ്ടിനും മാറ്റമുണ്ട് കേട്ടോ. വിത്ത് ഇന്നർ അടക്കം കേട്ടോ. അങ്ങനെയാണ് ഒരുപാട് വെറൈറ്റികൾ കാണിക്കാനായിട്ട്. പിന്നെ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ എപ്പോഴും ട്രെൻഡാണ്. ആ ട്രെൻഡ് ഒരിക്കലും പോകുന്നുമില്ല. അതിന്റെ വെറൈറ്റികളും ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ വരുന്ന കളക്ഷൻ വെസ്റ്റേൺ വെയറില് ചെറിയൊരു ബെൽറ്റ് ഒക്കെ വന്നിട്ട് സിമ്പിൾ ആയിട്ട്. ഇപ്പൊ ചൂട് സമയത്ത് ഇതൊക്കെ വേണം. ചൂടുതാറൊന്നും ഇടാൻ പറ്റില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് അല്ല, അത് ഇട്ടോണ്ട് നടക്കാനായിട്ട് പറ്റുന്ന ഒരു കളർ. അത് ഇതിൽ എനിക്ക് തോന്നുന്നത് 4 ഷെയ്ഡാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇത് ഇങ്ങനെ വരുന്നത് 4 ഷെയ്ഡ്സ് ഇങ്ങനെ വരും. സെറ്റ് ആയിട്ട് തന്നെ എടുക്കേണ്ടി വരും നമ്മളുടെ. ഇത് 4 ഷെയ്ഡാണ് വരുന്നത്, പക്ഷെ സൈസ് ഫ്രീ സൈസ് ആണ്. അങ്ങനെയാണ് വെസ്റ്റേൺ വെയറിൽ വരുമ്പോ വരുന്നത് കേട്ടോ. പിന്നെ അജ്രക്കിൽ ഫുൾ ഗ്ലാസ് വർക്ക് വരുന്ന മിറർ, ടച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മിറർ. 2 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ ഇത്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. ഇനി പ്ലസ് സൈസ് വേണമെന്ന് വെച്ചാൽ 3XL 4XL 5XL അങ്ങനെ സൈസ്. ഇപ്പൊ കസ്റ്റമർ പറയണത് എന്താണോ അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ മെറ്റീരിയൽ നമ്മളതിനുണ്ട്, അവർ സെലക്ട് ചെയ്തിടണമെങ്കിൽ അവർക്ക് എത്ര പീസ് വേണമെന്ന് വെച്ചാൽ അതും നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കും, കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഹോൾസെയിൽ ആയിട്ട് മാത്രം, റീറ്റെയിലർക്ക് ഇല്ല, ഹോൾസെയിൽ ആയിട്ട് മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിനൊരു സമയം വേണം നമുക്ക് ഒരു പ്രൊഡക്ഷൻ. അതെ, നമ്മളത് പറയുന്നുണ്ട്, ഒരു 10-15 ദിവസമെങ്കിലും വേണ്ടി വരും. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ്. ഇനി ഇതൊക്കെ എവിടേക്കാ മേടിക്കാൻ വരേണ്ടത്? അതെവിടെയാ? ജനങ്ങൾക്ക് അറിയാലോ, എറണാകുളത്ത്, കേരളത്തില് എറണാകുളം ഡിസ്ട്രിക്റ്റില് പ്രസ് ക്ലബ് റോട്ടില് തൊട്ടടുത്ത് തന്നെയാണ് പ്രസ് ക്ലബ് ബിൽഡിംഗ്. ഇവിടെ അതെ, മേനകന്റെ ഇവിടെ തുടങ്ങിയിട്ട് നമ്മളുടെ സിലോൺ ബാക്ക് ഹൗസിന്റെ സൈഡിൽ കൂടെ വഴി കയറുന്നത് പ്രസ് ക്ലബിലേക്കുള്ളതാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് കോൺവെന്റ് ജംഗ്ഷൻ മാർക്കറ്റ് റോഡ്, അതിന്റെ രണ്ടിന്റെ നടക്കുന്നുള്ള വഴിയാണ് പ്രസ് ക്ലബ് റോഡ് എന്ന് പറയുന്നത്. അങ്ങനെ എവിടെ നിന്ന് നോക്കിയാലും ഇവിടേക്ക് എത്താം. അതെ, എവിടെ നോക്കിയാലും എങ്ങോട്ട് വേണമെങ്കിലും പോകാം. എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ചുറ്റി കറങ്ങുന്നു മാത്രമേ ഉള്ളൂ. കുറച്ച് ഗൂഗിളിൽ ഇട്ട് കൊടുത്താൽ മതി, വേഗാസ് വൈശാലി എന്ന് പറഞ്ഞ ഗൂഗിളിൽ ഇട്ട് കൊടുത്താലും നമുക്ക് കറക്റ്റ് ഒരു ലൊക്കേഷൻ ഇവിടേക്ക് എത്തും കേട്ടോ. അതിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, വിളിച്ച് ചോദിച്ചോ. ഇടയ്ക്കിടയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കണ്ടോ. അതിങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് കണ്ടോ. ഇതൊക്കെ സിംഗിൾ കുർത്തിയിൽ മാത്രം വരുന്നത് അല്ലേ? ആ മെറ്റീരിയൽ ഫ്ലയർ ടോപ്പില് അതും കുർത്തി മാത്രം. ലൈനിങ്ങിന്റെ ആവശ്യമില്ല, നമ്മൾ ലൈനിങ് ചെയ്തിട്ടില്ല. അല്ല, ലൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇടാൻ പറ്റില്ല. ഈ മെറ്റീരിയൽ പക്ഷേ ഇല്ല, എല്ലാവരും ലൈനിങ് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്തിട്ടില്ല ലൈനിങ്. അല്ല, അതിന്റെ ആവശ്യമില്ല. ഇത് സീത്രൂ ഒന്നും അല്ല, ഇത് അല്ല, അത്രയും അല്ല ഭയങ്കര ഇങ്ങനെ സോഫ്റ്റ് കംഫർട്ടബിൾ ഫീൽ ചെയ്യണ ഒരു മെറ്റീരിയൽ ആണ്. ഇനി ലൈനിങ് കൂടി ഇട്ടിട്ട് ആ ഒരു ലുക്കിന് വെറുതെ നശിപ്പിക്കണ്ട. അപ്പൊ ഇത് ഫുൾ ഈ ഒരു സെക്ഷൻ മാത്രം വരുന്നത് ഫുൾ കുർത്തീസിന്റെ സെക്ഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ റെഡിമെയ്ഡ് മാത്രമാണ്. റെഡിമെയ്ഡ് വെജിത്രയില് 3 പീസ് വരുന്നതാണ്. ബോട്ടം, ഷോള്, ടോപ്പ്, ഇങ്ങനെ 3 പീസ് ഇട്ടോ. ദുപ്പട്ടയിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതില് ഇങ്ങനെയാണ് നമ്മുടെ ദുപ്പട്ടയിലും വർക്ക് വന്നിട്ടുണ്ട്. ഫുൾ സ്കാലപ്പ് പോലെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഓണാണെന്ന് തോന്നുന്നു. ഇത് ഓണാന്ന് തോന്നുന്നു. ഓൺ വന്നുണ്ട്, അത് നമ്മൾ വേറെ കാണിച്ചത്. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ലുക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ മുകളിലേക്കാണ് ഇങ്ങനെയാ വരിക. ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ആ ലുക്ക് വരുന്നത്. അപ്പൊ ഇതില് വരുമ്പോ നമുക്ക് 4 കളർ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. 3 കളർ 4 കളർ അങ്ങനെയാണ് വരുന്നത്. 3 കളറാണ് വരുന്നത്. ഇതൊരു ഗ്രീൻ, റെഡ്, അതുപോലെ ബ്ലൂ. അങ്ങനെ ചിലതിലാകുമ്പോ 3, 4 അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ വരും. ഇതിനകത്ത് വരുന്നത് ഇപ്പൊ ഇത് വേറൊരു വെറൈറ്റി ആയിട്ടാണ്. ഇതിപ്പോ റംസാനൊക്കെ അല്ലേ വരുന്നത്, അപ്പൊ കുറച്ചൊരു തിളക്കമൊക്കെ ഉണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഗൗൺ സ്റ്റൈല്. അത് 3 പീസ് ആണ്. 3 പീസ് ആണ് വരുന്നത്. നെക്കിന് വർക്ക് ഉണ്ട്, സ്ലീവിന് വർക്ക് ഉണ്ട്,
വിത്ത് ദുപ്പട്ടയുടെ വർക്ക് എന്ന് പറയുന്നത് ഫുൾ ഓവർ വർക്ക് കൊടുത്തിട്ടില്ല നമ്മള്. ഇതൊക്കെ നമ്മൾ ഇവിടെ ചെയ്ത ഐറ്റംസ് ആണ് ഇതെല്ലാം. സ്ലീവിലും ഫുൾ വർക്ക് ഉണ്ട്. അപ്പൊ പിന്നെ ദുപ്പട്ടയ്ക്ക് ചെറിയ വർക്ക് മതി. ദുപ്പട്ടയില് രണ്ട് സൈഡും വർക്ക് വരും. അപ്പൊ ഇങ്ങനെ തലയിലേക്ക് കൂടി ഇടണമെങ്കിൽ ഇങ്ങനെ ഇട്ടാലും ഇങ്ങനെ ഇട്ടാലും ഇങ്ങനെ കാണാൻ പറ്റും. രണ്ട് സൈഡിലും നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഗൗൺ സ്റ്റൈലിലും. ഇതായാലും നമുക്ക് കളർ ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. സൈസസ് വരുന്നത് എങ്ങനെയായിരിക്കും? ഇതില് കളർ ഓപ്ഷൻ ഇല്ല. അതായത് ഇത് 4 കളർ വരുന്നുള്ളൂ. 4 കളർ എടുക്കണം. 4 കളർ. ഇതിൽ സൈസ് വരുമ്പോ ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത്. അതായത് എക്സൽ ഡബിൾ എക്സൽ 2 സൈസ് ഉണ്ടാവും. എക്സൽ ഡബിൾ എക്സൽ. അപ്പൊ കുറെ അംഗടികളൊക്കെ വ്യത്യാസങ്ങൾ. ചിലതാകുമ്പോ ഒരു കളറിൽ തന്നെ സൈസസ് ഡിഫറെന്റ് ആയിട്ട് അങ്ങനെ ഒരു സെറ്റ് ആയിരിക്കും. ചിലതിലാണെങ്കിൽ കളർ മാറ്റം ഉണ്ടാവും, സൈസസ് സെയിം ആയിരിക്കുള്ളൂ. അങ്ങനെ മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പൊ ഇതൊക്കെ ഫുൾ കോട്ടൺ, റയോൺ, വിചിത്ര, അങ്ങനെ വെറൈറ്റികൾ. ഇത് വിചിത്ര തന്നെ. ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ് ഫുൾ ഹാൻഡ് വർക്ക് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക്. നോർമലി കാണുമ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ ഗോൾഡിന്റെ കണ്ടിരിക്കുന്നത്. ഇത് സിൽവർ ടച്ച് കൊടുത്തിട്ട് അതില് സെൽഫ് ടു സെൽഫ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വർക്ക് കൂടുതൽ വേണമെന്നൊക്കെ പറയാൻ വെച്ചാൽ കസ്റ്റമൈസ് ചെയ്തെടുക്കും. പക്ഷെ അത് ഹോൾസെയിൽ ആയിട്ടാണ് ചെയ്യേണ്ടത്. ബൾക്ക് ടു ബൾക്ക് ആണ് കേട്ടോ അത് എടുക്കേണ്ടത്, രീതിയും കാര്യങ്ങളും. പിന്നെ ഇതിൽ ദുപ്പട്ട വരുന്നത്, ദുപ്പട്ടയില് വർക്ക് ഉണ്ട്. വൺ സൈഡ് വർക്ക്. അതെ, ചെറിയൊരു ബുട്ടി സ്റ്റൈലിലോട്ടുള്ള സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇങ്ങനെ ഒരു സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചെറുതായിട്ടുള്ളൂ. പക്ഷെ ഓവറോൾ നമുക്ക് യോക്കിൽ അത്യാവശ്യം വർക്കും വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ചെറുതായിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതാണ് വർക്ക് വരുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് പോയാലോ? കസ്റ്റമർ വന്നു തുടങ്ങി. മുകളിലേക്ക് പോയാലോ? നമുക്ക് ഇനി മുകളിലോട്ട് സാരി സെക്ഷനിലേക്ക്. ഒരുപാട് റെഡിമെയ്ഡ് ഈ കാണിച്ചതൊന്നും അല്ല, അപ്പുറമാണ് നമുക്ക് നിങ്ങൾക്ക് നേരിട്ട് കാണിക്കാനുള്ളത്. പിന്നെ ഇത് മേടിക്കണമെങ്കിൽ നേരിട്ട് വരാൻ പറ്റും. അത് കൂടാണ്ട് നേരിട്ട് വരാൻ പറ്റാത്തവരാണെങ്കിൽ ഓൺലൈൻ ചെയ്യുന്നതിന്റെ കാര്യം പറയാൻ നമ്മൾ ഔട്ട് ഓഫ് കൺട്രി മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. മാറി ഞാൻ പറഞ്ഞ ലെവല് മാറി. അപ്പൊ ഇപ്പൊ ഇവിടെ അല്ല, നമ്മള് ഇവിടെ ഉള്ളവരോട് പറയണത് ഇങ്ങോട്ട് തന്നെ വരാനാണ്. പിന്നെ കുറച്ച് പേര് ഇപ്പൊ നമ്മള് കേരളം വിട്ട് പുറത്തേക്ക്, അതായത് അതർ സ്റ്റേറ്റിലുള്ളവർക്ക് വരാൻ പറ്റാത്തവർക്ക് നമ്മൾ ഓൺലൈൻ വഴി ചെയ്തു കൊടുക്കുന്നുണ്ട്. മാക്സിമം നമ്മൾ അവരോടും കൂടി ഇവിടെ വരാനാണ് പറയുന്നത് വിളിച്ചിട്ട്. പിന്നെ ബാക്കിയുള്ളവര് ഔട്ട് ഓഫ് ദുബായ് അങ്ങനെയുള്ള ഇന്റർനാഷണൽ കളികളൊക്കെ ഓൺലൈൻ കളി മാറി. അല്ല, അത് നമുക്കുണ്ട്, ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അങ്ങനത്തെ. ഓക്കെ. അപ്പൊ നമുക്കിനി മുകളിലത്തെ ഫ്ലോറിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു ഫ്ലോർ ഫുൾ കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ആയിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ. കസ്റ്റമേഴ്സും ഉണ്ട്, കസ്റ്റമേഴ്സിന്റെ തിരക്കും ഉണ്ട്. പക്ഷെ അപ്പുറത്തെ ഒരു സൈഡും കൂടി ഒന്ന് കവർ ചെയ്യാനുണ്ടായിരുന്നു. അത് ഇവിടെ കുറെ മെൻസിന്റെ സംഭവങ്ങള്, ലേഡീസ് മാത്രമേ ഇവിടെ. അപ്പൊ ഇതൊക്കെ എന്താ? ഏതാ? അത് ഷർട്ട്. എന്നെ ഞാൻ അവിടെ കണ്ടപ്പോഴാണ് ഞാൻ കാണിക്കാൻ വേണ്ടി. ഞാൻ എന്റെ പ്രേക്ഷകരോട് ഇത് ഷർട്ടിങ് ഇടയ്ക്കൊന്ന് കടയിലേക്ക് വരണം. ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. എന്താ കാര്യം ഇരിക്കല്ലേ? അപ്പൊ ഷർട്ടിങ്ങിന് പറ്റിയിട്ടുള്ള ഫുൾ റോൾ ആയിട്ട് തന്നെ എടുക്കണം അല്ലേ? അതെ, റോൾ ആയിട്ട് എടുക്കണം. ഇത് മാത്രം. ഇതും കുറച്ച് ധോത്തി ഐറ്റംസ് ആണ് നമ്മൾ ജെൻസിന്റെ വെച്ചിരിക്കുന്നത്. എല്ലാം പ്രാവശ്യം പറയാറുണ്ട് നമുക്ക് ജെൻസിന്റെ ഐറ്റംസ് ഇല്ല. ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് ജെൻസിന്റെ ഐറ്റംസ്. കേട്ടോ, ഞാൻ കണ്ടുപിടിച്ചു. അയ്യോ, നേരത്തെ ഉള്ളതാ, കണ്ടുപിടിച്ചൊന്നല്ല, ഞാൻ പറയാൻ മറന്നു പോയതാണ്. എങ്ങനെയാലും ഒന്ന് പൊങ്ങച്ച കാണിക്കട്ടെ. പിന്നെ ബോട്ടം വെയർ ഐറ്റംസുകളാണ് ഇനിയുള്ളത്. ബോട്ടം വെയർ ആവുമ്പോ നമുക്ക് എങ്ങനെയാ സെറ്റ് എടുക്കേണ്ടത്? അത് ഇങ്ങനെ കളർ ചൂസിംഗ് ഉണ്ട്. സൈസ് എൽ എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ്. എൽ എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ 4XL 5XL 6XL വരെയുള്ള ബോട്ടം വെയർ ഉണ്ട്. അപ്പൊ ഈ എല്ലാം സൈസസ് എടുക്കണം? ഇല്ല, എങ്ങനെ വേണമെങ്കിലും സെലക്ട് എടുക്കാം. എൽ വേണമെങ്കിൽ എൽ എടുക്കാം, എക്സൽ വേണമെങ്കിൽ എക്സൽ എടുക്കാം. അത് ഒരു പാക്കറ്റിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇത് വരുന്നത് 4XL 5XL 3XL 4XL 5XL ഒരു പാക്കറ്റ് ഒരു കളറിലായിരിക്കും വരുന്നത്. അപ്പൊ 3 അങ്ങനെ എടുക്കണം. ബിഗ് സൈസിൽ. മറ്റേത് വരുന്നത് എൽ എക്സൽ ഡബിൾ എക്സൽ. ഇതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡ് ഒരു കളർ ആണെങ്കിൽ അതങ്ങനെ 3 ആയിട്ട്. ഓക്കെ. അപ്പൊ ഇത് ബിഗ് സൈസാ കണ്ടപ്പോ തോന്നി, നല്ല വലുപ്പമുള്ള ഒരു സൈസാ വരുന്നത് കേട്ടോ. അപ്പൊ ഇതില് ബോട്ടം വെയറിന്റെ ഏതൊക്കെ വെറൈറ്റി വേണം അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. എല്ലാ വെറൈറ്റി ലെഗിൻസ്, പിന്നെ പെൻസിൽ പാന്റ്, എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ ടിഷ്യൂ ഐറ്റംസുകളാണ് ഇത് കംപ്ലീറ്റ്. ബ്ലൗസിന് മുറിച്ചെടുക്കാം. ബ്ലൗസ് മാത്രമല്ല, കുട്ടികൾക്കുള്ള ടോപ്പ്, ഫ്രോക്ക് എന്ത് വേണമെങ്കിലും തയ്ക്കാനുള്ള ഒരു മെറ്റീരിയലിന്റെ സെക്ഷനാണ്. അതിന്റെ കളേഴ്സും ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. ഡബിൾ ഷെയ്ഡിൽ ടിഷ്യൂല് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോ ഇനി നമുക്ക് മുകളിലേക്ക് പോയാലോ? നമുക്ക് ഏകദേശം ഒന്ന് ആക്കി നിർത്താം. കാരണം 3 ഫ്ലോർ ഉണ്ട്. എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഒരു 2-2.5 മണിക്കൂറാണ് വീഡിയോ. ഈ പ്രാവശ്യം കുറയ്ക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പോവാം. മുകളിലേക്ക് പോവാം. നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ച് പ്രീമിയം സെക്ഷൻ സാരീസ്
സാരീസ് മാത്രമേ ഉള്ളൂ. സാരീസ് മാത്രമേ ഉള്ളൂ. എവിടെയായിരുന്നു? ആളുണ്ടായിരുന്നോടാ? ഇവിടെ ഉണ്ടായിരുന്നു, കണ്ടില്ലല്ലോ. തിരക്കായിരുന്നോ? ഓ, കസ്റ്റമർ ഉള്ളതിന്റെ ഒരു തിരക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വന്നിരിക്കുന്ന ഫ്ലോർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫ്ലോർ ആണ്. ഫസ്റ്റ് ഫ്ലോർ കാണുന്നത് മൊത്തം സാരീസിന്റെ സെക്ഷനാണ്. പ്രീമിയം സെക്ഷൻ ആണ് വരുന്നത് കംപ്ലീറ്റ്. പ്രീമിയം എന്ന് വെച്ചാൽ ഹൈ കാഞ്ചിപുരം, ടെസർ, അങ്ങനെ പ്യുർ ആയിട്ടുള്ള ഐറ്റംസ്, എല്ലാ ഐറ്റംസുകളും ഈ സെക്ഷനിലാണ്. ബനാറസി, അങ്ങനെ എല്ലാ ഐറ്റംസ് വരുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ ഫുൾ ഏത് സ്റ്റേറ്റിലത്തെ വേണമെങ്കിൽ സാരീസും ഇവിടെ ഉണ്ട്. അവിടെ മാത്രമല്ല കേട്ടോ, ഈ ഒരു സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡും സാരീസ് വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കോട്ടണിൽ വരുന്നതാണല്ലേ, ഹാൻഡ്ലൂം കോട്ടണിൽ ഇപ്പുറത്തെ സൈഡ് കേട്ടോ. ഇതിവിടെ ഇത് ഫുൾ വരുന്നത് നമുക്ക് ഹാൻഡ്ലൂമിൽ വരുന്ന എല്ലാ വെറൈറ്റികളും പ്രീമിയം, എല്ലാം സ്റ്റേറ്റിലത്തെ, എല്ലാ സ്റ്റേറ്റിലെ സാധനം ഉണ്ട്. കൽക്കട്ട വേണോ, ഇത് ആന്ധ്ര, ഓൾ ഇന്ത്യയിലെ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ തുടങ്ങാം. ചേച്ചി കാണിച്ചതാ സാരീസ് അല്ല. അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത വർക്കാണോ? അല്ലല്ല, ഇത് വരവാണത്. നല്ല രസമുണ്ട് കേട്ടോ. ഈ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ചെറിയ ഇങ്ങനെ വർക്കൊക്കെ മിറർ വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു സാരി കേട്ടോ. ഇത് നമ്മള് ഈസ്റ്ററിന് വേണ്ടി ചെയ്തതാണ്. ഈസ്റ്റർ അല്ലെങ്കിലും റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ സാധനം. ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞു. ഈസ്റ്റർ കഴിഞ്ഞു. റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണത്. പക്ഷെ ഇതിന്റെ ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ? ഇത് വൈറ്റ് ഉണ്ട്, കളേഴ്സിലുണ്ട്, എല്ലാത്തിലും. അങ്ങനെ ഓക്കെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചേച്ചി ഓരോന്നോരോന്ന് ഓടിപ്പിച്ച് കാണാം. ഒക്കെ പ്രീമിയം, നിങ്ങൾക്ക് ആവശ്യമായിട്ട് ബുട്ടിക് കളക്ഷൻസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്റ്റൈലിലുള്ള സാധനങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടെ കിട്ടുന്നത്. ആ കെട്ടൊന്ന് കാണിച്ചു കൊടുത്താൽ ആദ്യം തന്നെ. ഇങ്ങനെ ഒരു 4 4 കളർ 5 കളറായിരിക്കും വരുന്നത്. അതിൽ നിന്ന് സെലക്ഷൻ ചെയ്യാം. ഇതെല്ലാം 1000 ആ റേഞ്ച് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ആൾക്കാർക്ക് വന്നിട്ട് 2 കളർ 3 കളറായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തേക്ക് കിടക്കാം. ഇതിന്റെ വേറൊരു വെറൈറ്റി, ഒരു സിമ്പിൾ ആയിട്ടുള്ളത്. അതെ ടിഷ്യൂല നല്ല അമ്മമാർക്ക് പറ്റിയ സാരികളാണ്. ഇത് കോട്ടൺ, പ്യൂർ കോട്ടൺ അല്ലേ, പ്യൂർ ആയിട്ട് വരുന്നത്. കണ്ടോ നല്ല ഭംഗിയില് ബോർഡറൊക്കെ നല്ല രസമല്ലേ കാണാനായിട്ട്. അവരൊക്കെ ഇടുമ്പോ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഫീൽ അങ്ങനത്തെ ഐറ്റംസിലാണത്. പിന്നെ ഹാൻഡ്ലൂം കോട്ടണില് ഫുൾ ജക്കാർഡ് വരുന്നതാണ്. ഫുൾ വർക്ക് വന്നിട്ടുള്ളത് വിത്ത് ബ്ലൗസ് അടക്കമാണ്. ഇതിന്റെ മുന്താണിയാണ് ഇത് വരുന്നത്. ഈ കാണുന്നതാണ് ഇതിന്റെ മുന്താണി. ഇങ്ങനെ പിന്നെ ബ്ലൗസ് വരുന്നത് ഈ പ്ലെയിൻ ആയിരിക്കും അല്ലേ? ഈ പോർഷൻ ആണ് കേട്ടോ ബ്ലൗസ് വരുന്നത്. ഇതിനും കളർ ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒരു സട്ടൽ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇതിന്റെ കളർ ഷെയ്ഡ്സ്. ഇത് 4-5 ഷെയ്ഡ് വരുന്നുണ്ട് അല്ലേ? 5 ഷെയ്ഡ് ഉണ്ട്. ഇഷ്ടമുള്ളത് ഒക്കെ കൂടിയ ഐറ്റംസ് ആണ്. അതിനനുസരിച്ചിട്ട് നമ്മൾ ആദ്യം കാണിച്ചില്ല, ക്രീം കാണിച്ചില്ലേ, അതിന്റെ തന്നെ വേറൊരു ഷെയ്ഡ്സ് ആണ് ഇതെല്ലാം. ഫസ്റ്റ് അമ്മമാർക്ക് ഇടാൻ പറ്റും. ഇതിന്റെ ഷെയ്ഡ്സ് ആണ് കാണുന്നതല്ല. ഇതില്ല ഇത്ര അധികം കളേഴ്സ്, നല്ല കളേഴ്സുകളാണ്, അടിപൊളി കളേഴ്സുകൾ എല്ലാം നല്ല സൂപ്പർ കളേഴ്സുകളാണ്. ഹാൻഡ്ലൂം കോട്ടണില് വിത്ത് ബോർഡർ ഇല്ലാത്തത്, വിത്തൗട്ട് ബോർഡർ തന്നെയാണ്. എന്നിട്ട് അതിലത്തൊരു ത്രെഡിന്റെ ജക്കാർഡും വരുന്നുണ്ട്, ജെറിയുടെ ജക്കാർഡും വരുന്നുണ്ട്. ഇതുണ്ടോ, അതില് ത്രെഡ് വർക്കാണ് ഫുൾ വന്നിരിക്കുന്നത്. മുന്താണി ഈ ഒരു പോർഷൻ, ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, ഇതിലും കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ കളർ ഉണ്ട്, എല്ലാം നല്ല ലൈറ്റ് ഷെയ്ഡ് ആണ്. അതെല്ലാം സമ്മറിന് യൂസ് ചെയ്യാൻ പറ്റിയ ഷെയ്ഡ്സ് ആണ്. നല്ല കളേഴ്സ് അല്ലേ, ഒക്കെ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇത് മൊത്തം വരുന്നത് ഷെയ്ഡ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എല്ലാ ഈ സെക്ഷൻ മൊത്തം ഹാൻഡ്ലൂമില് കോട്ടൺ ഐറ്റംസ് മൊത്തം. ഇതില് ത്രെഡും വരുന്നുണ്ട്, അതുപോലെ തന്നെ സെറി വർക്കും വരുന്നുണ്ട്. രണ്ടും കൂടി മിക്സ് ആയിട്ട്. ഇനി ത്രെഡ് മാത്രമായിട്ട് വേണമെന്ന് വെച്ചാൽ അങ്ങനെയും ഉണ്ട് കേട്ടോ. അതിന്റെ തന്നെ സെയിം അത് ഇത് പ്രിന്റ് വരുന്നത്. അപ്പൊ നമ്മൾ ബോർഡറും പ്രിന്റ് വരും അതിന്റെ തന്നെ. ഇത് പ്രിന്റ് നേരത്തെ കണ്ടത് നമ്മൾ വീവിങ് ആയിരുന്നു കേട്ടോ. ഇത് ഡാർക്കിൽ വന്നു. ഇത് ബോർഡർ എടുക്കാം, ഫുൾ ബുട്ട കൊടുക്കും, മുന്താണിക്ക് പ്രിന്റ് വരും. പ്രിന്റ് വരുന്നത് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും. അതിന്റെ കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഡാർക്കിലാണ് കേട്ടോ. നേരത്തെ കണ്ടത് ലൈറ്റ് ഷെയ്ഡിൽ വരുന്നത്. ഇതിന്റെ കളർ ഓപ്ഷൻസ് പ്രിന്റുകൾ ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന കുറേ വർക്കായിട്ടുള്ളത്. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള സട്ടിൽ ആയിട്ടുള്ള, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. പ്യുവറിൽ വരുന്ന കളക്ഷനാണ് വരുന്നത്. ഇതാ
ഇത് ഏത് കോട്ടലിന് പെടാ? ഹാൻഡ്ലൂമിൽ തന്നെ, ഹാൻഡ്ലൂം കോട്ടൺ തന്നെ മിക്സ് ആണ്. ഇത് മിക്സ് ആണ്, കുറഞ്ഞ റേഞ്ച് ആണ്. കുറഞ്ഞ റേഞ്ച് പറഞ്ഞാലും അതിലും ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട് അതിലത്. ഇതാ ഇങ്ങനെ മുന്താണി വരുമ്പോ ഇത് അതിന് ബോഡി വരുന്നത് ലൈൻ ലൈൻ ആയിട്ട് വരുന്നത്. അതിന്റെ കളേഴ്സുകളാണ് തന്നെ, വേണ്ട ഇങ്ങനെ കളേഴ്സുകൾ വരും. ഇത്ര കളർ ഓപ്ഷൻസ്, ഇത്ര കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, അതിൽ 2 or 3 ഷെയ്ഡ്സ് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ കോട്ടനെ കയ്യോടെ മടക്കി വെക്കണം, അല്ലെങ്കിൽ ചുളു വരാൻ സാധ്യത കൂടുതലല്ലേ. ഞങ്ങൾക്ക് കൺഫ്യൂഷനാണ് വീഡിയോ വരുമ്പോഴേ, എതിർത്ത് കാണിക്കണമെന്നും പറഞ്ഞു അത്രയധികം കളക്ഷൻ ഇല്ലാത്ത എതിർത്ത് കാണിക്കുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കണേ. അപ്പൊ നേരിട്ട് വന്ന് അവര് ചൂസ് ചെയ്തോട്ടെ. അതെ, ഇതണ്ട അടുത്ത വെറൈറ്റിയില് കോട്ടണിൽ തന്നെ കേട്ടോ, ഫുൾ ത്രെഡ് വർക്കിൽ വരുന്ന കളക്ഷൻ ആണ്. അതില് കളർ ചേഞ്ചസ് ഇതാ, ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒക്കെ നല്ല നല്ല കളേഴ്സ് അല്ലേ, നല്ല സൂപ്പർ കളേഴ്സുകളാണ്. ഇത്ര കളർ ഉണ്ട്, പക്ഷെ അല്ലാതെ എടുക്കണ്ട, അതിന് 1, 2, 3 എടുത്താൽ മതി. കടക്കാർക്ക് മാത്രം കേട്ടാ. അല്ലെങ്കിൽ ഞാൻ ആ ചേച്ചി നമുക്ക് പോയിട്ട് എടുത്തിട്ട് വരാന്ന് പറഞ്ഞാൽ 2 എടുത്തിട്ട് പോകും. ഹാൻഡ്ലൂമിൽ അല്ലേ. ഇത് മുന്താണിയുടെ പോർഷൻ ആട്ടോ, ഇത് ഫുൾ വരുന്നത്. അതുപോലെ തന്നെ ബോഡി നോക്കുകയാണെങ്കിൽ ബോഡിയിലും അത്യാവശ്യം ബൂട്ട വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ, വലിയതും ചെറുതായിട്ട് നല്ല നല്ല വർക്ക്. അത് ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ ഫുൾ കാണിക്കുന്നത്. അതുപോലെ ഇതൊക്കെ ഹാൻഡ്ലൂമിൽ ഒക്കെ 1000-ന്റെ റേഞ്ചിന്റെ മുകളിലുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു സെക്ഷൻ മൊത്തം ഉള്ളത് കേട്ടോ. ഇത് പ്യൂർ പോച്ചമ്പള്ളി. ഇത് ഏത് സ്റ്റേറ്റാ? നമ്മുടെ ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശ്. ഒരു സിൽക്കി ഒരു ഫീൽ കിട്ടുമല്ലോ, ഭയങ്കര കോട്ടൺ ആണ്, സിൽക്കി ഫീൽ ആണ്, സോഫ്റ്റ് ടച്ച് ആണ് വരുന്നത്. അലാറം വെച്ചിട്ടുണ്ട്, പള്ളിയെ പോലെ അലാറമാണ്. പള്ളിയെ പോക്ക് ഇന്ന് ഞാൻ മുടക്കിന്ന്, അയ്യോ ദൈവമേ പാപം എനിക്ക് കിട്ടുമല്ലോ. അത് വേണ്ട, ഇതില് ഇത്ര അധികം കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഡിസൈൻസ്. ഇത് മിക്സ് ഡിസൈൻ ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഇതിന് കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, ഇതിങ്ങനെ മിക്സ് ആയിട്ടുള്ളതായിരിക്കും വരുന്നത്. പോച്ചമ്പള്ളി ആയിരിക്കും കളേഴ്സ് മാറി ഇങ്ങനെ മിക്സ് ആയിട്ടുള്ളത്. പിന്നെ ഇതടുത്തത് ലൈറ്റ് ഷെയ്ഡില്, അതിൽ സിൽവർ വന്നിട്ടുണ്ട്. ഇതിൽ സിൽവർ ആണ് കേട്ടോ വന്നിരിക്കുന്ന വർക്ക്. ബോഡി പ്ലെയിൻ ആയിരിക്കും, ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ പ്ലെയിനിൽ ചെറിയൊരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം വർക്കൊന്നില്ല, സിമ്പിൾ സട്ടൽ ആയിട്ടുള്ളത് ഇങ്ങനെ വര വരുന്നുണ്ട് അല്ലേ. ഇത് കാണുന്നത് ഫുൾ വീവിങ് അല്ലേ, വീവിങ്. ഇതിൽ കളർ ഓപ്ഷൻസ് എന്ന് പറയാനായിട്ട് ഇതുണ്ട്, ഈ കളർ ഉണ്ട്, ലൈറ്റ് ഷെയ്ഡുകളാണ് കേട്ടോ ഫുൾ വരുന്നത്. ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അത് അവിടെ തന്നെ വെച്ചോ, ഇതാ കാണിക്കാൻ നല്ലത് നമുക്ക്. ഇത്ര കളർ ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാം. ഒക്കെ ലൈറ്റിൽ സെയിം പാറ്റേണിൽ വരുന്ന പ്യുവറിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ. അടുത്തത് നോക്കുകയാണെങ്കിൽ കോട്ടണിൽ ഇത് ബോഡി ആണെങ്കിൽ ഇത് മുന്താണി ബോഡിയാണ് ഫുൾ ചെക്ക് വന്നത്. ഓഹോ, മുന്താണിയാണ് ആ ചെറിയൊരു ലൈൻസ് പോലെ കാണിച്ചത്. പക്ഷെ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ കളറ്. കളേഴ്സ് 4 കളേഴ്സ്. ഇത് 2 കളർ ഒന്നല്ല കേട്ടോ, ഇതിന്റെ ബോർഡർ വരുമ്പോ വ്യത്യാസം ഉണ്ട് കണ്ടോ. ഇത് 2 ബ്ലൂ ആണെങ്കിൽ ഉള്ളിൽ വരുന്നത് ബോഡി വ്യത്യാസമുണ്ട്. അങ്ങനെ ഇത് കയ്യോടെ അപ്പം മടക്കി വെച്ച ചുളിവ് വരാണ്ട്. അപ്പൊ ഇത് ഫുൾ കോട്ടണിലായി. ഇനി നമുക്ക് ഇതൊക്കെ കോട്ടണിൽ വരുന്ന കളർ. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഹാൻഡ്ലൂം കോട്ടന്റെ പുതിയൊരു വെറൈറ്റി വന്നിരിക്കുന്നതാണ്. കുറച്ച് പുതിയ ചെട്ടിനാട് കോട്ടൺ എന്നും പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ആണ്. അതിന്റെ കളർ ഓപ്ഷൻസ്, അതിന്റെ കളർ ഓപ്ഷൻസ് ആണ് ഇതെല്ലാം. പക്ഷെ എല്ലാതും വേറെ വേറെ ആണ് കേട്ടോ. ബോർഡർ വരുമ്പോ എല്ലാം ചേഞ്ച് ഉണ്ട്, കളേഴ്സും വേറെ. അപ്പൊ എല്ലാം പാക്കും മൊത്തം എടുത്താലും നഷ്ടമില്ലാന്ന്, കാരണം എല്ലാതും ഡിഫറെന്റ് ആണല്ലോ. എല്ലാ കളേഴ്സും കിട്ടും, പലതരം ബോർഡർ ഐറ്റംസ് ആയിട്ടുള്ള അങ്ങനെയും കിട്ടും. അതെ, അപ്പൊ ആ ഒരു കളക്ഷൻസും ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഉള്ളിൽ വിത്ത് ബ്ലൗസ് അടക്കം അല്ലേ? വിത്ത് ബ്ലൗസ് അടക്കമാണ് ഇതെല്ലാം വരുന്നത്. എല്ലാം വരുന്നത് അതിന്റെ ഒരു ചെക്ക്. ഇത് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് വരുന്നത്. ഇത് വരുന്നത് ചെക്കിലാണ് വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ചെക്കിലും സെയിം ഇതിൽ തന്നെ. ഇതിലൊക്കെ ബോർഡർ ഒക്കെ മാറി മാറി വരും. അതുപോലെ കളേഴ്സും ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. സെയിം ക്വാളിറ്റിയിൽ തന്നെ. ഇത് ചെക്കിൽ തന്നെ കുറച്ച് വലിയ ചെക്ക്, അത് നല്ല അടിപൊളി സാരിയാണ് കേട്ടോ. ഇതിലാവുമ്പോ ടെമ്പിൾ ഡിസൈൻ ആണ് വരുന്നത്. വലിയ ചെക്ക്. നേരത്തെ കണ്ടത് നമ്മൾ പ്ലെയിൻ, പിന്നെ കണ്ടത് നമ്മൾ ചെറിയ ചെക്ക്, ഇപ്പൊ വലിയ ചെക്ക്, അതില് ടെമ്പിളിന്റെ ബോർഡർ ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ. ഒരു ലൈൻ ടൈപ്പ്.
ക്വാളിറ്റി ഒക്കെ സെയിം തന്നെ? സെയിം ക്വാളിറ്റി തന്നെയാണ്. ആഹാ, ഇങ്ങനെ ഇതാ ഇത്ര അധികം കളേഴ്സ് ഉണ്ട്, ഒക്കെ വെറൈറ്റി കളേഴ്സ്. പ്ലെയിൻ, ഇതിന്റെ പ്ലെയിൻ വിത്ത് ബോർഡർ വരുന്ന ടൈപ്പാണ്. ഒക്കെ ഒരു ഇതിൽ തന്നെ കാണിക്കും. ഒരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു ഐറ്റം തന്നെ. ഇങ്ങനെ പല പല ചെക്ക്, ലൈന്, സ്മോൾ ചെക്ക്, പ്ലെയിൻ വിത്ത് ബോർഡർ, എല്ലാതും ഇങ്ങനെ വേറെ വേറെ വരുന്നത്. അതിന്റെ തന്നെ പോച്ചമ്പള്ളി ബോർഡർ ആയിട്ട്, പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ. അതിന്റെ പ്ലെയിനില് പോച്ചമ്പള്ളി, ടെമ്പിൾ ഡിസൈൻ രണ്ടും കൂടി മിക്സ് ആയിട്ട് അല്ലേ? വൺ സൈഡ് ബോർഡർ, ഒരു സൈഡ് വലിയ ബോർഡർ ആണെങ്കിൽ ഒരു സൈഡ് ചെറിയ ബോർഡർ. കറക്റ്റ് മാച്ച് ഷർട്ടിനെ, കറക്റ്റ് മാച്ച്. ഒരെണ്ണം കൊണ്ടുപോവാ വൈഫിനെ. സാരി ഉടുക്കൂല. അതെ, സാരി ഉടുക്കില്ല. അപ്പൊ ഇതാണ് കളക്ഷൻസ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിലെ കളർ ഓപ്ഷൻസ് വരുന്നത്, ഇത് ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒരുപാട് കളേഴ്സ് ആണ് അതിനകത്ത്. നമ്മൾ ഉള്ളതിൽ പെട്ടെന്ന് ഓടിപ്പിച്ച് കാണിക്കാന്നല്ലേ. പോച്ചമ്പള്ളി ചെക്കിന്റെ ഈ കെട്ട് അങ്ങനെ തന്നെ എടുക്കണം അല്ലേ? ഇല്ല, അങ്ങനെ ഇല്ല. അതിന് കളർ സെലക്ഷൻ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ആ, ഇത് ഫുൾ ആ ഒരു ഇതില് ഇത് പെട്ടതാണ് പുതിയ ഐറ്റം. ചെട്ടിനാട് കോട്ടൺ എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഐറ്റമാണ് പുതിയതായിട്ട്. അപ്പൊ ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് അപ്പൊ അത് കഴിഞ്ഞ് കോട്ടൺ വിട്ട് നേരെ നമ്മൾ സിൽക്ക് ഐറ്റംസിൽ, ഓക്കെ, മൊഡാൽ സിൽക്ക്, പ്യുവർ സിൽക്ക്, അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ കാഞ്ചീപുരം അങ്ങനെയുള്ള ഐറ്റം സെക്ഷനിലേക്കാണ് പോകുന്നിരിക്കുന്നത്. ഇനി മോഡലിൽ തന്നെ ഇത്ര അധികം വെറൈറ്റീസ് വരുന്നുണ്ട് കണ്ടോ. ഇത് ഫുൾ മോഡലിൽ വരുന്ന കളക്ഷൻസ് ആട്ടോ. ഇതൊക്കെ ഫുൾ സാരീസ് ആണ്. സാരീസിന്റെ കൂടെ വെറുതെ മോഡൽ പറഞ്ഞപ്പോ ഒന്ന് കയ്യിലൊന്ന് ടച്ച് ചെയ്തൊക്കെ നോക്ക്. അതെനിക്കറിയാലോ ക്വാളിറ്റി. എല്ലാ പ്രാവശ്യം വരുമ്പോ ക്വാളിറ്റിക്ക് ഒരു മാറ്റമില്ലാത്ത നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ പ്യുവർ ആണ്. നമ്മളങ്ങനെ ലോ ക്വാളിറ്റി ഒന്നും ഇല്ല. ക്വാളിറ്റി ഇല്ല, ഇത് പ്രീമിയം സെക്ഷൻ ആണ്. ബൂട്ടിക് സ്റ്റൈലിലുള്ള മോഡലിൽ വരുന്ന കളക്ഷൻസ്, അതില് പല പല പ്രിന്റ്സ് വരുന്നു അല്ലേ. ഇതൊക്കെ മോഡലിൽ കേട്ടോ. അടിപൊളി ഷെയ്ഡുകളാണ് ഇതൊക്കെ വരുന്നത്. ഇതാ ബ്ലൂല് വരുന്നുണ്ട്, അതുപോലെ ഈ ഒരു റെഡ് ആൻഡ് സിഗ്സാക്ട് മോഡലില് അതിൽ ബോർഡർ വരുന്നത് ഒക്കെ നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ മെറ്റീരിയൽ. ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒലിഞ്ഞു പോകും, അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യാത്തത്. അതിന്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ് ചന്തേരിയില്. നേരത്തെ കണ്ടത് മോഡൽ സിൽക്കില്, അതിൽ തന്നെ സെയിം നമുക്ക് ചന്തേരിയിൽ വരുന്നതാണ് കേട്ടോ. അതില് വിത്ത് ബ്ലൗസ് ഒക്കെ ഉള്ളിലുണ്ടാവും കേട്ടോ. ഇതാ ചന്തേരിയിൽ കേട്ടോ. അതും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ചന്തേരിയാണ്, പ്യുവറിൽ വരുന്നതാണ് കേട്ടോ. ഇത് പ്യുവറിൽ വരുന്ന ചന്തേരിയില്. പിന്നെ വരുന്നത് ചന്തേരിയിൽ തന്നെ അല്ലേ. റൗണ്ട് ഡിസൈൻ വരുമ്പോൾ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം നമുക്ക്. ഫുൾ ബോഡിയിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ മുന്താണിയിൽ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കുറച്ച് ഡിഫറെന്റ് ലുക്കാണ് അല്ലേ. ഡിഫറെന്റ് ലുക്കാണ് ചന്തേരിയില്. അതിന്റെ തന്നെ വേറൊരു വെറൈറ്റി ആണത്, പ്യുവർ ആയിട്ട് വരുന്നത് ചന്തേരി തന്നെ. ഇതാകുമ്പോ വലിയ അങ്ങനെ ബോർഡർ ചെറുതായിട്ട് അങ്ങനെ എല്ലാതും കൂടി ഒരുമിച്ച് ഒരു കളറില് അങ്ങനെ വേണമെങ്കിൽ പറയാം. അതെ, വിത്ത് ബ്ലൗസ് എടുക്കാം കേട്ടോ. സാധാരണ നമ്മള് ചന്തേരിയിൽ ഇങ്ങനെ ഒരു ഇൻഡിഗോ ഷെയ്ഡ് അല്ലെങ്കിൽ റെഡ്, മെറൂൺ, ബ്ലാക്ക്, ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ നല്ല നല്ല കളേഴ്സ് ഉള്ളതിന്റെ. ഓ അടിപൊളി മിക്സ് പ്രിന്റ് ആയിരിക്കും വരുന്നത്. ഇത് കൊടുത്ത അവിടെ ഇങ്ങനെ കിടന്നോളൂ, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഒരുപാട് ഡിസൈൻസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, വെറൈറ്റീസ് ഉണ്ട്. അതിന്റെ തന്നെ ഒരു ബോർഡർ വേണ്ടവർക്ക് ബോർഡർ സ്റ്റൈല്. ഇത് ഫുൾ വീവിംഗ് ആണല്ലേ? ഫുൾ വീവിംഗ് ആണ്, ജക്കാർഡ് ബോർഡർ ആണ്. ഇങ്ങനെ അതിലും സെൽഫ് ഡിസൈൻ പോലെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സെൽഫ് ഡിസൈൻ അല്ല, അത് ബ്ലൗസിന്റെ ആണ്. അതങ്ങനെ ഈ ഉള്ളിലുള്ള ബ്ലൗസ് ആ ഒരു പ്രിന്റ് കാണിക്കുന്നത് ഇതാണ്ടോ. ശരി, പ്രിന്റഡ് ബ്ലൗസ് വന്നിട്ട് മുന്താണി ഇങ്ങനെ വരും. മുന്താണിയൊക്കെ സിമ്പിൾ ആണ്, ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വരും. അങ്ങനെ അതിന്റെ തന്നെ ഐറ്റംസ് വേറെ ഉണ്ട്. ഇതുണ്ടോ, അത് ബോഡി പ്ലെയിൻ ആണെങ്കിൽ ഇത് ബോഡി ഫുൾ പ്രിന്റ് വന്നിട്ട് പ്ലെയിൻ ബ്ലൗസ് വരും. ഇതുണ്ടോ, ഒക്കെ സൈഡില് വീവിംഗ് ആയിട്ടുള്ള ഒരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിന്റെ വേറെ ഡിസൈൻ. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ പിക്ചർ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് അപ്പൊ അങ്ങനെ പിക്ചർ അയച്ചു കൊടുക്കുന്നുണ്ട്, വീഡിയോ കോൾ വഴി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ റേറ്റ് നമ്മൾ എടുത്ത് പറയുന്നില്ല കേട്ടോ. ഏതൊരു ഷോപ്പിൽ പോയാലും നമ്മൾ ഹോൾസെയിൽ റേറ്റ് എടുത്ത് പറയില്ല. പറയാത്തതിന്റെ റീസൺ ഒന്ന് പറഞ്ഞു കൊടുത്താൽ. അത് റീറ്റെയിൽ നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ലല്ലോ. റീറ്റെയിലർക്കല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അവർക്കുള്ള പ്രൈസ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഒരിക്കലും പാടില്ല. കാരണം അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. മാർജിൻ ഇട്ടിട്ട് വിൽക്കണമെങ്കിൽ നമുക്ക് പ്രൈസ് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. ഇനി പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുക, അല്ലെങ്കിൽ നേരിട്ട് കച്ചവടക്കാർ മാത്രം വിളിക്കുക, നേരിട്ട് വരിക. അപ്പൊ നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളും അറിയാൻ പറ്റും, ക്വാളിറ്റിയും അറിയാൻ പറ്റും. ഇതൊക്കെയാണ് വെറൈറ്റി ഉള്ളത്. ഇനി നമുക്ക് ബനാറസി
പ്യൂർ മുടാല് കണ്ട് ഇത് അതിന്റെ കുറഞ്ഞ മുടാല്. കുറഞ്ഞ ആ കുറഞ്ഞ റേഞ്ചിൽ അതിനുള്ള മാറ്റമുണ്ട്. ആ പിടിക്കുമ്പോ അതിനുള്ള മാറ്റം വരുന്നുണ്ട്. ചെറിയ വ്യത്യാസമുണ്ട്. അത് പ്യുവർ മോഡലാണെങ്കിൽ വിസ്കോസ് മോഡലാണ്. രണ്ടാണ്. പക്ഷെ ക്വാളിറ്റി ഇതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്ര നല്ല ക്വാളിറ്റി തന്നെയാണ് സാധനം. അല്ല നമ്മുടെ എല്ലാ റേഞ്ച് വെക്കണമല്ലോ. നമ്മൾ 3 തരം റേഞ്ച് ഇപ്പൊ കാണിച്ചു. ഈ അജ്രക് പ്രിന്റിൽ 3 തരം 3 ക്വാളിറ്റിയാ. ആദ്യം കാണിച്ചത് നല്ല ഹൈ ആയിട്ട്, പിന്നെ അതിന് താന്നത്. അത് വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അതാണ് പറയണത്, നേരിട്ട് വായു വന്നാലാണ് ഇത് തൊട്ട് ഫീൽ ചെയ്ത് നമുക്ക് നോക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെ അതില് പെട്ടിട്ടുള്ള കളക്ഷൻസ് ആണ്. ലോ റേഞ്ച് എന്ന് പറയുമ്പോഴും അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. രണ്ടും പിടിക്കുമ്പോൾ ഡിഫറൻസ് അതിനുള്ളത് ഉണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ബനാറസിയിൽ ഇത്രയധികം കളക്ഷൻസ്. ബനാറസി ഐറ്റംസ് ആണ്. സോഫ്റ്റ് ഇതിപ്പോ കുറച്ചിങ്ങനെ ഇത് ഇപ്പൊ നമ്മളുടെ സീസൺ കഴിഞ്ഞ സാധനങ്ങളാണ് കേട്ടോ. ഇത് ജസ്റ്റ് ചേച്ചി എടുത്തോട്ട് കാണിക്കുന്നത്രയുള്ളൂ. ചോദിച്ചു വരുന്നുണ്ട്. പക്ഷെ ഇതും ആൾക്കാർക്ക് ആവശ്യം. അല്ല ഞാൻ പറയും പുതിയ വെറൈറ്റി വരുമ്പോ ഇത് കുറച്ച് നേരത്തെ പിന്നെ കുറെ ആളും ഇത് പിന്നെ വീണ്ടും വരും. അങ്ങനെയാണല്ലോ ഓരോരോ സമയത്ത്. ഇതിപ്പോ ഒരു ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം. അത് ഇതെന്തായിട്ട് ടിഷ്യൂ ആണത്. ടിഷ്യൂ സാരിയാണ് ഫുള്ള്. പ്ലെയിനിലല്ലേ? കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ട്. പ്ലെയിൻ അല്ല, സെൽഫ് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സെയിം കളറിൽ തന്നെ ടോൺ ടു ടോൺ ചെയ്യുന്നത്. അതിന്റെ കളേഴ്സുകളൊക്കെ നല്ല കളേഴ്സുകളാണ്. ഇത്ര കളേഴ്സുകളാണ് ആയിരിക്കുന്നത്. ഇതിപ്പോ മൂവിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ? ഓക്കെ. അങ്ങനെ പിന്നെ ഇത് ലോ റേഞ്ചിൽ വരുന്നതാ? അല്ല ഇവിടെ പ്രീമിയം സെക്ഷൻ അല്ലേ നമ്മൾ. പക്ഷെ അതാണ് ചോദിച്ചത് എന്താ സംഭവം എന്നുള്ളത്. പട്ടിലും പെടുന്നില്ല, ഫ്ലവേഴ്സും കാണുന്നുണ്ട്. സൂപ്പർ നെറ്റില് ജക്കാർഡ് വന്ന സാധനമാണ്. അതിന്റെ ബോർഡർ വന്നിട്ട് ഇത് വന്നിരിക്കുന്ന ഐറ്റംസ്. അതില് മുന്താണി വരുമ്പോ ഇതാണ് കേട്ടോ. മുന്താണി വരുന്നത് ഫ്ലോറല്. അതില് കളർ ചേഞ്ചസ് ആണ്. ഇതാ കളർ ചേഞ്ചസ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതാ 4-5 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒക്കെ നല്ല അടിപൊളി കളേഴ്സ്, നല്ല വെറൈറ്റി കളേഴ്സ്. ഇനി പേസ്റ്റലിൽ വേണമെന്ന് വെച്ചാൽ സൂപ്പർ നെറ്റില് ഫുൾ ആപ്ലിക്ക് വിത്ത് സ്കാലപ്പ്. മുന്താണി വരുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ, പക്ഷെ ഫുൾ ആപ്ലിക് വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡറിൽ. ഇതില് ആപ്ലിക്കിന്റെ വർക്കിന്റെ കളേഴ്സ് ഇങ്ങനെ മാറും. അതില് ഇതാ ബ്ലൂ, വയലറ്റ്, പിങ്ക് അങ്ങനെ കളേഴ്സ് ആണ് കേട്ടോ മാറുന്നത്. ബേസ് സെയിം ആയിരിക്കും. ഇനി ഇതിൽ തന്നെ ആപ്ലിക് അല്ലാത്തത് വൈറ്റില് എംബ്രോയിഡറി വരുന്ന കളക്ഷൻ കേട്ടോ. അതില് ഫ്ലവേഴ്സിന്റെ കളർ ഇങ്ങനെ മാറും. ഫ്ലവേഴ്സിന്റെ കളർ മാറും. ഇതാ നേരത്തെ കണ്ടത് പിങ്ക് ആണെങ്കിൽ ഇത് വേറെ കളറ്, ഇത് വേറെ കളർ, അങ്ങനെ കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ആപ്ലിക് ക്രീം കാണിച്ചെങ്കിൽ ഇത് കളർ വൈസ്. ഇത് ടോൺ ടു ടോൺ. നേരത്തെ കണ്ടത് നമുക്ക് ഡിഫറെന്റ് കളർ ആയിരുന്നു. ഇത് വരുമ്പോൾ ടോൺ ടു ടോൺ. ടോൺ ടു ടോണിൽ ഇങ്ങനെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ആപ്ലിക്കിലാണ് കേട്ടോ. ഇതിലും കളേഴ്സ് വരുന്നുണ്ട്. അതൊരു കളർ വരുന്നുണ്ട്. പൗഡർ ബ്ലൂ വരുന്നുണ്ട്, പിങ്ക്, ലൈറ്റ് പിങ്ക്. 4 കളേഴ്സ് ആണ് വരുന്നത്. ഇങ്ങനെ 4 കളർ ഓപ്ഷൻ. ഇതിന്റെ വേറെയും ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഇതിന്റെ ഇപ്പൊ ഞാനിപ്പോ തൽക്കാലം ചെറുതായിട്ടൊന്ന് കാണിച്ചെന്നുള്ളൂ. ഇങ്ങനെ നമ്മള് അവിടെ ഡമ്മില് കാണിച്ച അതിന്റെ തന്നെ വൈറ്റ്. അതിന്റെ ഡിസൈൻ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. നമ്മൾ അത് നേരത്തെ കണ്ടത് ഒരു ബോർഡർ ഇല്ലാത്ത സ്റ്റൈലായിരുന്നു. ഇതൊരു ബോർഡർ ഉള്ള സ്റ്റൈലാണ്. ഗ്ലാസ് വർക്ക് തന്നെ ബോർഡർ വരും. അത് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ട് കേട്ടോ. അതിന് തന്നെ ഒരു അട്രാക്ഷൻ വരുന്നുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളോ. ഇത് പ്യുവർ ജോർജറ്റില് കോൺട്രാസ്റ്റ് വരുന്നത് ക്രോഷ്യ ലൈസ് വരുന്നതാണ്. ഫുൾ ക്രോഷ്യാണ് ഇതില് ബോർഡർ ഇങ്ങനെ മുന്താണിയും ഇതും ബോഡിയും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ക്രോഷ്യ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില് 1 സൈഡ് ബോർഡർ ഇല്ല, 1 സൈഡ് ബോർഡർ ഇങ്ങനെ ക്രോഷ്യ വിത്ത് ആ ഒരു കോൺട്രാസ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. അതിന്റെ ബ്ലൗസ് വരും. ഇതിന്റെ തന്നെ ഷെയ്ഡ്സ് ഇതിന്റെ സെയിം പ്യുവർ ജോർജറ്റിൽ കേട്ടോ. സോഫ്റ്റ് ആയിട്ട് വരുന്നത് കോൺട്രാസ്റ്റ് ആണ് കേട്ടോ. എല്ലാതും വരുന്നത് ഇതൊക്കെ ഉടുത്ത ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടന്നോളും. എങ്ങനെ വേണമെങ്കിലും. അതെ, എങ്ങനെ വേണമെങ്കിലും. വേറൊരു വെറൈറ്റി ഐറ്റംസ്. ഇത് ഷിബോറി പ്രിന്റിൽ വരുന്നത്. അങ്ങനെ അപ്പൊ വെറൈറ്റികളുണ്ട്. നേരിട്ട് പോന്നോട്ടെ. ഇതിൽ ബ്ലൗസ് വരുമ്പോ ഈ കളർ അല്ലേ? ടിഷ്യൂ വരും. ഇതില് കളേഴ്സ് എവിടെ ഇരിക്കുന്നത്? ഒരുപാട് കളേഴ്സ്. പക്ഷെ ബ്ലാക്ക് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്.
ബ്ലാക്ക് ആണ്. 5 കളേഴ്സിൽ ഇങ്ങനെ വരും. 5 ഷെയ്ഡ് ഉണ്ട്. ഇഷ്ടമുള്ളത് നോക്കിയിട്ട് എടുക്കാം. ഹോൾസെയിലാണ്, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാലും പിന്നെയും വിളി വരും. അത് റീറ്റെയിൽ ഉണ്ടോ? ബനാറസ് ഐറ്റംസ് ആണ് വിത്ത് ഫ്ലോറൽ അല്ലേ? വിത്ത് ഫ്ലോറൽ ആയിട്ട് വരുന്നത്. മുന്താണി അതിന്റെ കളേഴ്സ് ഉണ്ട് കേട്ടോ. അതാ സെയിം ബേസ് അത് വരാണെങ്കിൽ അതിന് ഇത്ര അധികം ചേഞ്ച് ചെയ്ത് വരും. ഒരു വൈറ്റിലാണ് വരുന്നത്. ഇത് ഫുൾ അതിന്റെ തന്നെയാണ് കേട്ടോ, ഫുൾ വരുന്നത് സ്റ്റോക്ക്. ഇതൊക്കെ കുറച്ച് ഇവിടെ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി സ്ഥലം ഗോഡൌണിലുണ്ട്. അല്ല എല്ലാം വെക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്യുന്നത്. എല്ലാത്തിന്റെയും ഒരു 3 സെറ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവരുള്ളൂ. ഡെയിലി വന്നുകൊണ്ടേയിരിക്കും ഐറ്റംസ്. തീരണ ഐറ്റംസ് ഏതാണോ അതിങ്ങനെ പോന്നോണ്ടിരിക്കും. അപ്പൊ ഇനി അടുത്തേക്ക് കിടന്നാലോ? അടുത്തത് അത് കഴിഞ്ഞാൽ വേറെ ഇത് കോപ്പർ ജെറിയിൽ വരുന്ന ഐറ്റംസ്. കോപ്പർ ജെറിയില് ഇപ്പൊ പട്ടന്നെ വേണമെന്ന് പറയുന്നവർക്ക്, ഇപ്പൊ ട്രെൻഡ് കോപ്പർ വേണമെന്ന് പറയുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കായിട്ടുള്ള വർക്ക് കേട്ടോ. ഇങ്ങനെ വരും. അതിൽ ചെക്കിൽ തന്നെ ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കളർ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. നമ്മൾ ഉള്ളത് കയ്യിൽ കിട്ടുന്നത് കുറേശ്ശെ എടുത്ത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സോഫ്റ്റ് കോട്ട നേരത്തെ കണ്ടത് സൂപ്പർ കോട്ട, സൂപ്പർ നെറ്റ് സോഫ്റ്റ് കോട്ട. ഇത് അതാകുമ്പോൾ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കും. ഇതാകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആണ്. നമുക്ക് ഉടുത്താൽ അങ്ങനെ ദേഹത്ത് അങ്ങനെ ഇരിക്കും. അതിന് കളർ ഓപ്ഷൻസ് പ്രിന്റ്സ് ഡിഫറെന്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതിന്റെ ഉള്ളിൽ തന്നെ ബ്ലൗസ് ഇതില് വിത്ത് ബ്ലൗസ്. അപ്പൊ പ്രീമിയം കളക്ഷൻസ് കണ്ടത് മതി. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. തുടങ്ങിയതുള്ളൂ. ഇനി അപ്പുറത്തെ സൈഡ് ഉണ്ട്. അപ്പുറത്തെ സൈഡ് ഫുൾ അൺസ്റ്റിച്ചഡ് ചുരിദാർ മെറ്റീരിയൽസ് മാത്രമേ ഉള്ളത്. പിന്നെ മുകളിലത്തെ ഫ്ലോറും കൂടി കാണിക്കാനുണ്ട്. അപ്പൊ ഒന്ന് തുടങ്ങാൻ വേഗം. നമുക്ക് ഫുൾ ഇവിടെ നിൽക്കാന്നേ. ഞാൻ റെഡി, നിങ്ങൾ റെഡിയാണോ? തുടങ്ങാം. അപ്പൊ മതി. ഇവിടെ നമുക്ക് ഇവര് ഡയറക്റ്റ് ഒന്ന് കാണട്ടെ. ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് കാണാം. ഇത് സോഫ്റ്റ് മെറ്റീരിയൽ അല്ലേ? സോഫ്റ്റിയിൽ വരുന്ന കളക്ഷൻ. അപ്പൊ ഒന്ന് പറഞ്ഞ ഏതൊക്കെയാ വെച്ചാൽ ബനാറസിയിൽ ഉണ്ട്, കാഞ്ചീപുരം ഉണ്ട്, കോട്ടൺ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ അങ്ങനെ ഒരു കളക്ഷൻസിന്റെ ഒരു സെക്ഷനാണ് ഇത് വരുന്നത്. അതന്നെ സോഫ്റ്റ് തന്നെ ഫുൾ ജക്കാർഡ്. ഒരു വെഡിങ് ഫംഗ്ഷനൊക്കെ, ചെറിയൊരു വെഡിങ് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ വെഡിങ്ങിനെ കുറിച്ചിട്ട് ഇപ്പൊ ആലോചിക്കുന്നത്. നമ്മള് വെഡിങ്ങിന്റെ ഒക്കെ ഇഷ്ടം പോലെ നമ്മളതിന് വെഡിങ്ങിന് ഒരുപാട് നമ്മൾ ചെയ്യുന്നില്ല. ചെയ്യുന്നതിലും കുറച്ച് ചെയ്യണോ അത് മെനക്കേ ചെയ്യുന്നുള്ളൂ. ഒരുപാട് വലിച്ചുവരി നമ്മൾ ചെയ്യുന്നില്ല. അതിന്റെ അങ്ങനെ നമുക്ക് വലിയ ഷോറൂമിൽ പോകുമ്പോൾ കുറേ കാണിക്കുന്ന അങ്ങനെയല്ല ഉള്ളത്. ഇത്തിരി മെനയുള്ള സാധനങ്ങൾ, ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വെഡിങ്ങിൽ വരുന്നതല്ലേ? വെഡിങ്ങിൽ വരുന്ന കുറച്ച് കളക്ഷൻസ്. പക്ഷെ അതിപ്പോ സാരിയുടെ ഒരു വെഡിങ്ങിലേക്ക് സാരി ആൾക്കാർ ഒതുങ്ങിയല്ലോ. ഗൗണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആക്കിയല്ലോ ഇപ്പൊ. ലാച്ച ഗൗണ് അങ്ങനെയുള്ള. അപ്പൊ സാരി നമ്മൾ കുറച്ച് ചെയ്തിട്ട് ഗൗണ് കാര്യങ്ങൾ വേറെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് വെഡിങ് സാരീസിന്റെ ഒരു സെക്ഷനിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഇത്ര കളക്ഷൻസ് വരുന്നുണ്ട്. ഇത് കൂടാണ്ട് വേറെ ഗോഡൌണിൽ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 2-3 എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെഡിങ് കളക്ഷൻസിൽ വരുന്ന കളക്ഷൻ. ഇനി വെഡിങ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പുറത്തും ഉണ്ടല്ലേ ക്രിസ്ത്യൻസിന് നമുക്ക് താലികെട്ടിനൊക്കെ യൂസ് ചെയ്യാനുള്ള ആ ഒരു ദിവസത്തേക്ക് അതിന്റെ വെറൈറ്റികളാണ്. അതില് ചിക്കു ഷെയ്ഡ് ഉണ്ട്. പണ്ടൊക്കെ വൈറ്റ് തന്നെ വേണം നിർബന്ധം. പള്ളിയിലെ അച്ഛന്മാര് പറയും വൈറ്റില്ലാണ്ട് കയറ്റില്ല എന്ന് പറയും. ഇപ്പൊ ഏത് കളറായാലും കയറ്റും. ക്രിസ്ത്യൻ ബ്രൈഡിന് വരുന്ന വെറൈറ്റി കളക്ഷൻസ്. നെറ്റിലുണ്ട്. ഇതൊക്കെ കളക്ഷൻസ് ആണ് കേട്ടോ. ഇതൊക്കെ മെറ്റീരിയൽ വേറെ ആയിട്ടോ. നെറ്റ് ആണെങ്കിൽ മറ്റത് സോഫ്റ്റ് ആണ്. അങ്ങനെ പല മെറ്റീരിയലിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. എല്ലാതും ഒക്കെ വെഡിങ് വെയറിൽ വരുന്ന കളക്ഷൻസ്. ഇതില് വെറൈറ്റി ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. ഫുൾ സ്റ്റോൺ വെച്ചിട്ടുള്ളതുണ്ട്, സ്റ്റോൺ ഇല്ലാത്തതുണ്ട്. ഇത് ഫുൾ സ്റ്റോൺ വരുന്നതാ. നെറ്റിൽ ഫുൾ സ്റ്റോൺ വരുന്ന ഐറ്റംസ് ആണ്. അത് വൈറ്റില് ഗോൾഡ്. വൈറ്റ് ആണെങ്കിൽ ഇതൊരു ചിക്കു ഷെയ്ഡിൽ വരും. അത് ഫുൾ സ്റ്റോൺ ആണ്. നെറ്റിൽ ഫുൾ സ്റ്റോൺ ആണ് വരുന്നത്. ഇത് വരുമ്പോൾ ജക്കാർഡില് വരുന്നത്. ജക്കാർഡില് സ്റ്റോൺ ഉണ്ട്. സ്റ്റോൺ അല്ല, ശരിക്കും അത് പേളാണ്. അതൊരു സൂപ്പർ നെറ്റില് അത്
പേളാണ് കേട്ടോ. ഇത് നേരത്തെ നമ്മൾ കണ്ടത് ഫുൾ സ്റ്റോണിലാണ് വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പേളാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഇത് കൂടാണ്ട് കളേഴ്സും വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കളേഴ്സ് അതിൻ്റെ തന്നെയാണ് ഇഷ്ടമുള്ള ഐറ്റംസ്. അടുത്തത് ചുരിദാർ സെക്ഷൻ. പക്ഷെ അതിന് മുന്നേ ഇവിടെ ദുപ്പട്ട ഐറ്റംസ് ദുപ്പട്ടയും ഉണ്ട് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ആഗ്രഹമാണെങ്കിൽ അങ്ങനെ. ദുപ്പട്ടൊക്കെ എടുക്കുമ്പോൾ എത്ര പീസ് എടുക്കണം? നമുക്ക് സാരി എടുക്കണ പോലെ ഈ കുർത്തീസിൽ മാത്രമാണ് നമുക്ക് ഈ മീഡിയം ചുരിദാർ മെറ്റീരിയൽ മാത്രമേ നമ്മൾ സെറ്റ് വൈസ് പറയുന്നുള്ളൂ. സാരീസിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു ടൈം വന്നിട്ട് ഇത്ര ബൾക്കായിട്ട് എടുക്കണം എന്ന് നിർബന്ധമില്ല. കാരണം എന്ന് വെച്ചാൽ 2 ദിവസം കൂടുമ്പോൾ അപ്ഡേറ്റ് നമ്മളത് പറയുന്നുണ്ട്. അത് ഒരുപാട് റീറ്റെയിലുകാർ വിളിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയില്ല റീറ്റെയിൽ ആണോ ഹോൾസെയിൽ ആണോ വിളിക്കുന്നത് നമുക്കറിയില്ല. അവർ വിളിച്ചിട്ട് പറയും നമ്മൾക്ക് ഇത്ര ഐറ്റം ആണ്. അപ്പോൾ നമ്മളിപ്പോൾ അതുകൊണ്ടിട്ട് എമൗണ്ട് പറയുന്നതാണ് 25,000 റുപ്പീസിന്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണവർക്ക് 25,000 ഐറ്റംസ് എടുത്തിരിക്കും. അത് റീറ്റെയിൽക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മളത് പറയുന്നത്. പക്ഷെ കടയുണ്ടെന്ന് പ്രൂഫ് നിങ്ങൾ വന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ഐറ്റംസ് വന്ന് എടുക്കാം. അത് 2 ദിവസം കൂടുമ്പോൾ നിങ്ങൾ പുതിയ കളക്ഷൻസ് വരുമ്പോൾ അപ്പൊ എടുത്ത് പൊക്കോ അല്ലേ? അതെ അതെ, നമ്മൾ പറയേണ്ടതാണ്. അതായത് മാസത്തിൽ ഒരു പർച്ചേസ് അല്ല ആക്കാൻ പറയുന്നത്, 2-3 പർച്ചേസ് ചെയ്യാം. പക്ഷേ ഡെയിലി നമുക്ക് പുതിയ വെറൈറ്റികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഒറ്റയടിക്ക് വന്നിട്ട് 50,000 രൂപ 25,000 രൂപ സാധനം എടുക്കണ്ട. അത് 3 തവണ ആയിട്ട് വന്നിരുന്നാൽ അവരെ കടയിലും അവർക്ക് സെലക്ഷൻ ആയില്ലേ, പുതിയ വെറൈറ്റികൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ പുതിയ കസ്റ്റമേഴ്സ് അവിടെ വരുമ്പോഴാണ് നമുക്ക് ആൾക്കാർ വരും. അപ്പൊ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. മാർക്കറ്റ് വന്നു കഴിയുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വെറൈറ്റികളും കിട്ടും ചെയ്യും. അതെ അതെ. അപ്പൊ അതാണ് സാരീസ് ഒക്കെ ആണെങ്കിൽ 2-3 പീസ് എടുക്കാം, കുർത്തീസ് ആണെങ്കിൽ ഒരു സെറ്റ് എടുക്കാം. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ അവരെ കടയിലും വെറൈറ്റി ആയി. ചിലപ്പോൾ ഒരു ഏരിയയിലുള്ള കടയിൽ അവിടെയുള്ള റെഗുലർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ആ കടയിൽ വരുന്നത്. അതെ, ഇതിപ്പോ മന്ത്ലി ഒരു തവണ നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് പോകുമ്പോൾ ഇതിന്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി അത് സെയിലായി പോകില്ല. പിന്നെ കുറ്റം വന്നതാ വേഗാസ് വൈശാലിയുടെ ഇരിക്കണത്, അതുകൊണ്ടാണ് ഇത് സെയിൽ ആവുന്നത്. അങ്ങനെയല്ല, അത് അല്ല, കുറ്റം പറഞ്ഞിട്ടില്ല. നമ്മളൊരു ടിപ്സ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിനേക്കാളും ഭേദം ആഴ്ചയിൽ വരികയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന കസ്റ്റമറോട് പറയും, നിങ്ങൾ ഇത്രയും ബൾക്കായിട്ട് ആദ്യം എടുക്കുന്ന നമ്മൾ ഇത്ര എടുക്കേണ്ടത്, നിങ്ങൾ ആദ്യം ഇത്രയും കൊണ്ടുപോകും. ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾ വിറ്റിട്ട് അടുത്ത ആഴ്ച വന്നിട്ട് അടുത്ത ഐറ്റംസ് എടുക്കും. അതാണ് വെറൈറ്റീസ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ അവരെ വേണ്ട, നമുക്ക് വൺ ടൈം അല്ല അവരെ വേണ്ട. അതാണ്. അപ്പൊ ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് നമുക്ക് പോയാലോ? അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അൺസ്റ്റിച്ച് മെറ്റീരിയലിന്റെ മാത്രമാണ്. ഈ മെറ്റീരിയൽ കളക്ഷൻ ആറ്റം വരെ ഫുൾ ആ ഒരു കളക്ഷൻ തന്നെയാണല്ലേ അൺസ്റ്റിച്ച് മെറ്റീരിയലിന്റെ. അപ്പൊ തുടങ്ങാം. നമുക്ക് എവിടെ നിന്നൊക്കെയാ എന്തൊക്കെയാ വെറൈറ്റി ഉള്ളതെന്നുള്ളത്. വെറൈറ്റികള് ഒരുപാട് വെറൈറ്റികൾ ഉണ്ടല്ലോ. അപ്പൊ നമുക്കൊന്ന് ഇരുന്നിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ നോക്കാം. ഇങ്ങനെ കറങ്ങി നടക്കണ്ട. അപ്പൊ ഇന്നിപ്പോ നിർത്താനുള്ള പരിപാടി ഇല്ല. അപ്പൊ ഇരുന്ന് വിശാലമായിട്ട് നമുക്ക് വിശാലമായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ ഇവിടെ തന്നെ ഇരിക്കാം. അതെ അതെ, അവിടെ തന്നെ ഇരിക്കാം. ഓക്കെ. അപ്പൊ ചേച്ചി ഒന്ന് സെറ്റ് ചെയ്ത അമ്മേന്നാ വെറുതെ അമ്മേനൊക്കെ വലിച്ചിടക്ക് പാവങ്ങള്. ഇത് വൈറ്റില് തന്നെ സീക്വൻസ് വർക്ക് വരുന്നത് ഫുൾ ക്രോഷ്യല്ല. ഇത് ടോപ്പ് വിത്ത് ദുപ്പട്ട, പാന്റ് അതിന്റെ ക്രീം കളർ തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇത് ഫുൾ ആ ഒരു ഓഫ് വൈറ്റ് ക്രീം ഷെയ്ഡിലാണ് വരുന്നത്. ഡിസൈൻസ് ഇങ്ങനെ ചേഞ്ച് ആവും, ക്രീമിൽ തന്നെ ഡിസൈൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അല്ലേ? ഓക്കെ. ഇത് സെറ്റ് ഇങ്ങനെ എടുക്കണം 4 എണ്ണത്തിന്റെ? ഇല്ല, ഒരു പീസ് വേണമെങ്കിലും എടുക്കാം. എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്ത് എടുക്കാം. പിന്നെ വരുന്നത് അടുത്തത് അതിൽ തന്നെ ഒരു ബനാറസി ദുപ്പട്ടയായിട്ട് ഫുൾ ക്രീം കോൺട്രാസ്റ്റ് ആണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് കോൺട്രാസ്റ്റ് വരുന്നത്. ദുപ്പട്ടയും ബോട്ടം കോൺട്രാസ്റ്റ് വരും അതിന്റെ. ഇങ്ങനെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട അല്ലേ? ബനാറസി നല്ല ഭംഗിയുള്ള. അപ്പൊ എടുക്കുമ്പോ അതിനനുസരിച്ചിട്ട് കളറ് ബോട്ടത്തിന്റെയും ടോപ്പിന്റെയും മാറും. വേറൊരു ഷെയ്ഡ്സ്, ഒരു ആഷ് ഷെയ്ഡ് അതിന്റെ തന്നെ ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. അതിന്റെ തന്നെ ഇതിങ്ങനെ വന്നിട്ട് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ തന്നെ നല്ല അടിപൊളി പിങ്ക് വരുന്നുണ്ട്. പിങ്ക് നല്ല സൂപ്പർ. ഇതിന്റെ മാച്ച് ആയി പോകുമ്പളേ നല്ല രസമായിട്ടുണ്ട്. അതിപ്പോ പിങ്ക് ഇട്ടുണ്ടല്ലോ അങ്ങനെ പറയണേ. അല്ല, പിങ്ക് ഈ ക്രീമിൽ വരുമ്പളേ, അതുപോലെ ആ ഗ്രീൻ ഒക്കെ വരുമ്പോ ഡാർക്ക് വരുമ്പളേ കോൺട്രാസ്റ്റ് വരുമ്പോ നല്ല ഭംഗിയുണ്ട്. വൈശാലിയിലെ ഏത് ഐറ്റം അങ്ങനെ തന്നെ അല്ലേ ചേച്ചി? ഭംഗിയില്ല കേട്ടോ. ഇത് വിചിത്രയില് യോക്കില് വരുന്ന വർക്ക്. നമ്മൾ ഇതിന്റെ സ്റ്റിച്ചഡ് ആയിട്ടുള്ളത് കണ്ടു. അതിന്റെ തന്നെ ഇപ്പൊ മെറ്റീരിയൽ വരുന്നത് യോക്കില് ദുപ്പട്ട. പിന്നെ പാന്റ് ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതാണ് പാന്റ് വരുന്നത്. ഇതിന്റെ കളേഴ്സ് ഇങ്ങനെ ഗ്രീന്,
ഡാർക്ക് ഗ്രീന്, മെറൂണ്, അങ്ങനെ 3-4 ഷെയ്ഡ് എന്തായാലും ഉണ്ടാവും അല്ലേ? 4 ഷെയ്ഡാണ് വരുന്നത്. ഒരു ഇതില് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് 2 ഷെയ്ഡൊക്കെ സെലക്ട് എടുക്കാം. പ്രീമിയം ഒരു 1000 മേളിലേക്ക് വരണമെങ്കിൽ നമുക്ക് 2 എടുക്കാം. അതിൽ താഴെ ആണെങ്കിൽ 4 കളർ തന്നെ നമ്മൾ കൊടുക്കത്തുള്ളൂ. ഓക്കെ, അത് കടക്കാർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് വിചിത്രയിൽ തന്നെ കുറച്ചും കൂടി ഹെവി വർക്ക് ആയിട്ട് ഹെവി യോക്കിൽ വരുന്ന വർക്ക്. അതിൽ തന്നെ ദുപ്പട്ട കുറച്ചും കൂടി ഹെവി വർക്കിൽ വരുന്നത് കേട്ടോ. അതിന്റെ ഷെയ്ഡ്സ് ഇങ്ങനെ ഡിഫറെന്റ് കളേഴ്സ്. ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഒരു ബ്ലൂ വരുന്നുണ്ട്, മറൂൺ ഉണ്ട്, വൈൻ ഷെയ്ഡ്, അങ്ങനെ 4 ഷെയ്ഡാണ് ഇത് വരുന്നത്. അപ്പൊ ഇത് അൺസ്റ്റിച്ചിൽ വരുന്നത്. പുള്ളി ഇങ്ങനെ വിരിച്ച് കാണിച്ചാൽ അതിന് ഭംഗി അറിയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത് നമുക്കൊന്ന് ഇരുന്ന് കാണിക്കണമെന്ന് പറഞ്ഞതാണ്. ഇതതിന്റെ തന്നെ വിചിത്രയിൽ തന്നെ ഫുൾ ഗ്ലാസ് വിത്ത് എംബ്രോയിഡറിയിൽ വർക്ക് വരുന്നത്. കസ്റ്റമേഴ്സ് പോണു, ഒന്ന് റിവ്യൂ തരാൻ പറ്റുമോ? വേണ്ട, മുഖം കാണിക്കാൻ വേണ്ടി. നമ്മുടെ കടയില് എവിടുന്ന സാധനം എടുക്കണേന്ന് അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ട് അല്ലേ? അതല്ലേ റീസൺ? ഉറപ്പായിട്ട് അതന്നെയാ റീസൺ. അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് വൺ സൈഡിൽ ഇങ്ങനെ ഫ്ലവർ വർക്ക് വരുന്ന ഒരു കളക്ഷൻ ആണ് എംബ്രോയിഡറി വന്നിട്ട് അതിന്റെ തന്നെ കളേഴ്സ് ഇങ്ങനെ ഇങ്ങനെ വരും. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടാ, ക്യാമറ തിരിക്കണ്ട, എനിക്ക് റിവ്യൂ വേണം. വായക്കോട് റിവ്യൂ പറയാലോ, മുഖം കാണിച്ചില്ലെങ്കിലും. മുഖം കാണിക്കുന്നില്ല. ക്യാമറ തിരിക്കണ്ട, ക്യാമറ നരച്ച ഈ താടി കാണിച്ചാൽ മതി. ഇവിടെ എത്ര നാളെ വേഗ സ്പെഷ്യലിന്? ഇല്ല, ഞങ്ങളിവിടെ ഞങ്ങളുടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് ഡിസംബറിലാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5-6 തവണയായിട്ട് ഇവിടെ തന്നെ വന്നിട്ടാണ് സാധനം എടുക്കുന്നത്. കാര്യം ഞങ്ങൾ കോഴിക്കോടാണ്. കോഴിക്കോട് നിന്ന് സാധനം ഞങ്ങൾക്കുള്ള മെറ്റീരിയൽ വാങ്ങുന്ന സമയത്ത് ഈ കോഴിക്കോട് നിന്ന് കിട്ടുന്ന സാധനം കോഴിക്കോട് ഒരു കസ്റ്റമേഴ്സിന് ഒരു ചെറിയ പ്രൈസ് റേഞ്ചിൽ ഒരു മിനിമം പ്രൈസ് റേഞ്ചിൽ നല്ല വർക്ക് വരുന്ന നല്ല ഒരു കണ്ടു കഴിഞ്ഞാൽ തന്നെ പ്രീമിയം ഫീല് ആ ഒരു ഇത് തോന്നുന്ന രീതിയിലുള്ള സാധനം കൊടുക്കണമെങ്കിൽ അവിടുന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ എനിക്ക് നല്ല കോസ്റ്റ് വരും. ഇവിടെ നമുക്ക് അതേ സാധനം തന്നെ നല്ല പ്രീമിയം സാധനം നമുക്ക് കുറഞ്ഞ റേറ്റിൽ എനിക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കാര്യം അവിടെ ഒരു 10,000-5,000 ഒക്കെ ഫീൽ കസ്റ്റമർ ഒരു ടൗണിലെ സ്ഥാപനങ്ങളോ ഏരിയയോ ഞാൻ പറയുന്നില്ല, അവിടെ പോയി വാങ്ങുമ്പോൾ 10,000-4,000 ഉറുപ്പ്യൊക്കെ വരുന്ന സാധനം നമ്മുടെ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു 1,500-2,000-ൻ്റെ ഉള്ളിലൊക്കെ വാങ്ങാൻ പറ്റുന്നു എന്ന് പറയും. അപ്പം തുണീൻ്റെ വിലയോ സാധനമല്ല, ക്വാളിറ്റി ബെസ്റ്റിൽ പക്ക നല്ല സാധനം നമുക്ക് ഇവിടുന്ന് വേഗസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എന്താ പറയുക, ബാക്ക് ടു ബാക്ക് ഇവിടെ തന്നെ വന്നിട്ട് സാധനം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മാത്രമല്ല, കൂടെ വൈഫും ഉണ്ട്, കുട്ടിയും ഉണ്ട്. വൈഫ് പേര് പറയണില്ല, ജസ്റ്റ് ഒരു ഹലോ പറയാം, ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടി മാത്രമാണ്. ക്യാമറയിൽ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു ഹായ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ശബ്ദം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാ. അതല്ല, പിന്നെ ഇതാണ്. എന്നാ വാവ പറയ, ഹായ് പറയും. 2 ആൾക്കും മടി, ഒരു ഹായ് പറഞ്ഞാൽ മതി, എനിക്ക് വോയിസ് മാത്രം മതി. വേണ്ടാന്ന്, നാണം. ആ, ഞങ്ങളുടെ വോയിസ് കേട്ടാ പെട്ടെന്ന് പിടിക്കുന്നു. അവര് അത്രയും ഫേമസ് സെലിബ്രിറ്റീസ് ആണ് കേട്ടോ. അപ്പൊ അവര് പൊക്കോട്ടെ. താങ്ക് യു. അപ്പൊ അടുത്ത കളക്ഷൻസിലേക്ക് കിടക്കാം. അടുത്തത് വരുന്നത് ബനാറസില് തന്നെ അല്ലേ? ബനാറസില് തന്നെ ഫുൾ ബനാറസി ബുട്ട വരും. ഷോൾഡറും ഇതും ഫുൾ എംബ്രോയിഡറി വർക്ക് വരും. ഡയമണ്ട് സ്റ്റൈലില് അതും ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്നത് ഒരു പാർട്ടി വെയർ കളക്ഷൻ. ഗ്രീൻ, അടിപൊളി ഗ്രീൻ ആണ്. അടുത്തതും അടിപൊളി ഷെയ്ഡ്സ്. ഇതാണ് ബ്യൂട്ടിഫുൾ. ഇത് അതിനേക്കാളും നല്ല അടിപൊളി. ഈ കളറും ഈ കളറും ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല സൂപ്പർ കളർ. പക്ഷെ അത് 2 ആയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇല്ല, അത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എങ്ങനെയാ ഡീലിങ്സ് എന്ന് നിങ്ങൾ തന്നെ വിളിച്ചു ചോദിച്ചാൽ മതി. ഇതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല, നമുക്ക് കളക്ഷൻസ് കാണിക്കാന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. വിചിത്ര സിൽക്കിലാണ് അടുത്തത്. ഫുൾ യോക്കിലും പെരുന്നാൾ സ്റ്റൈലിലൊക്കെ കുറച്ച് ദുപ്പട്ടയില് കുറച്ച് ഹെവി വർക്ക് ആയിട്ട് വരുന്നതാണ്. ഇതിലും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. കളർ ഓപ്ഷൻസ് ഇങ്ങനെ ബ്ലൂ, റെഡ്, 4 ഷെയ്ഡ്സ് ആണ് എല്ലാം വരുന്നത്. ഒക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാം വരുന്നത് കേട്ടോ. അങ്ങനെ ഇനി വർക്കുള്ളതുണ്ട്, വർക്കില്ലാത്ത ഒക്കെ പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ഇവിടെ ഇരിക്കുന്നത്. ഇത് അതിന്റെ തന്നെ കുറച്ച് ടിഷ്യൂല് കോട്ടൺ ടിഷ്യൂ എന്നതാണ്. നെക്കിന്റെ പോർഷൻ വരുന്നത് ഇങ്ങനെ യോക്കിൽ ഇങ്ങനെ വീനക്ക് സ്റ്റൈലില് വരുന്നുണ്ട്. എന്നിട്ട് അതില് നമ്മള് ബനാറസി ദുപ്പട്ട കൊടുത്ത് യോക്കിൽ വർക്ക് വന്നിട്ടുണ്ട്. സിമ്പിൾ എലിഗന്റ് ആ ഒരു ലുക്ക് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക്. സെൽഫ് ആ ഒരു കളറിൽ വരുന്നത്. ബോട്ടം സെയിം ടു സെയിം കളർ ബോട്ടം. അതിന്റെ ഷെയ്ഡ്സ് വരുന്നത് ഇങ്ങനെ വരുന്നുണ്ട്. 1, 2, 3, 4 ഷെയ്ഡ്സ്. അങ്ങനെ 4 ഷെയ്ഡ്സ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇഷ്ടമുള്ളത് നോക്കി ചൂസ് ചെയ്യാം. ഒക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള നല്ല ഹെവി കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒക്കെ അൺസ്റ്റിച്ച് മെറ്റീരിയലാണ്. ഇപ്പോൾ കടയുണ്ട്, നിങ്ങൾക്ക് സാരി അത് ഇതല്ലാതെ കുർത്തീസ് മാത്രമാണെങ്കിൽ കുർത്തീസ് മാത്രം മേടിക്കാം, അൺസ്റ്റിച്ചഡ് മാത്രമാണെങ്കിൽ അൺസ്റ്റിച്ചഡ് മാത്രം. ലേഡീസിന്റെ എന്ത് ഐറ്റത്തിനും നിങ്ങൾ വേഗസ് വൈശാലിലേക്ക് പോരും.
ഫുൾ കളക്ഷൻസ് ഇവിടെ ഉണ്ടാവും. അതും ബുട്ടിക് ടേസ്റ്റ് ആയിട്ടുള്ള നല്ല നല്ല വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ ദുപ്പട്ടയിൽ വർക്ക് വേറൊരു സ്റ്റൈൽ ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ദുപ്പട്ടെ നെറ്റ് കോട്ടയില് അത് ബോട്ടം വരുന്നത് ബോട്ടം സെയിം ടു. അതിന്റെ കളേഴ്സ് എല്ലാം നല്ല ലൈറ്റ് ഷെയ്ഡ്സ് ആണ് വരുന്നത്. ലൈറ്റ് ഷെയ്ഡില് ഫുൾ വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതില് ഇപ്പൊ ഇത് ലൈനിങ് ഇടാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ടോ? ഇല്ല ലൈനിങ് സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. അതും ഇവിടെ കിട്ടൂല. അപ്പൊ നേരത്തെ കാണിച്ച 2-3 ഐറ്റത്തില് വിത്ത് ലൈനിങ് ഉള്ളതാണ്. ഓക്കെ, ചിലതിലൊക്കെ ഉണ്ടാവും, ചിലതിൽ ഉണ്ടാവില്ല. അപ്പൊ നേരിട്ട് വന്നാലേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വീഡിയോ കോൾ ചെയ്താലോ ഇതൊന്നും കാണാൻ പറ്റില്ല. പ്ലെയിൻ ടിഷ്യൂല് ലൈനിങ് വരുന്നത് ഷിഫോൺ ദുപ്പട്ട. മറ്റേ നമ്മള് ബനാറസി ദുപ്പട്ട കൊടുത്തപ്പോ ഇതിനകത്ത് നമ്മള് ടിഷ്യൂല് ജോർജറ്റിന്റെ ദുപ്പട്ട കൊടുത്ത് ദുപ്പട്ടയിൽ വർക്ക് വൺ സൈഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത്. വൺ സൈഡും അപ്പർ സൈഡും വർക്ക് ഉണ്ട്. അത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ കളർ ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ കളേഴ്സ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള വെറൈറ്റി കളക്ഷൻസ്. ഓർഗൻസ ഇവിടെ ഒന്ന് ഇരുന്ന് കാണിക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. നല്ല അടിപൊളി ഡിജിറ്റൽ പ്രിന്റില് അത് സെൽഫ് നമ്മള് ടോപ്പിന് കൊടുത്തിട്ട് ദുപ്പട്ട ഓർഗൻസയില് കുറച്ച് കോൺട്രാസ്റ്റ് കൊടുത്ത് മൾട്ടി കളർ പോലെ ഒരു കളറില് ഇത് സെൽഫാണ്. ദുപ്പട്ട കൊടുത്ത് നമ്മൾ കോൺട്രാസ്റ്റ് കൊടുത്ത് രണ്ടും ഒരുപോലെ ആയി കഴിഞ്ഞാൽ ഹൈലൈറ്റ് പോയില്ലല്ലോ. ഇതിൽ ഹൈലൈറ്റ് വേണ്ടേ? അതിന്റെ കളേഴ്സ് ഒക്കെ നല്ല സൂപ്പർ കളേഴ്സുകളാണ് അതിന്റെ കളേഴ്സ്. ഇതിന്റെ ദുപ്പട്ടൊക്കെ നല്ല കളർഫുൾ ആയിട്ട് നിൽക്കൂട്ടോ. ഓർഗൻസ് ആണെങ്കിൽ നല്ല മറ്റേ ഹാർഡ് ആയിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസ് അതാവല്ലോ പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിലെ കളക്ഷൻസ്. പിന്നെ വരുന്നത് വേറൊരു ഐറ്റം. ഇതില് ഫുൾ എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ സ്വീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. വിത്ത് ലൈനിങ് എടുക്കാണ്. വൺ സൈഡ് ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. ഫുൾ എംബ്രോയിഡറിയുടെ വർക്കാണ് കേട്ടോ. ത്രെഡ് എംബ്രോയിഡറി വർക്ക്. ഇതില് ഇത്രയധികം കളേഴ്സ് വരുന്നുണ്ട്. 4 കളർ എന്തായാലും ഏതെടുത്താലും അതിനോ ആ ഒരു കളർ ഓപ്ഷൻസ് നമുക്ക് കിട്ടും കേട്ടോ. ഒക്കെ ഒന്നിലൊന്നും മെച്ചായിട്ടുള്ള നല്ല അടിപൊളി കളേഴ്സ് എല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ് വരുന്നത് കേട്ടോ. ഒക്കെ ഒന്നിലൊന്നും മെച്ച വർക്കൊക്കെ സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ. ഇനി ചിക്കൻ കറിയില് ഇത് ഓർഗൻസയില് സ്വീക്വൻസ് വർക്ക് കൊടുത്ത് നമ്മളെ യോക്കിന് ഇത് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് ദുപ്പട്ട വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത് എംബ്രോയിഡറി ആണ് ഫുൾ വർക്ക് വന്നിട്ടുള്ളത്. പിന്നെ സെൽഫ് വർക്ക് നന്നായിട്ടുണ്ട്. ഷെയ്ഡ് അടിപൊളിയാ എന്ന് വർത്താതിരിക്കാൻ പറ്റില്ല. അത്രയും നല്ല കളർ ഷെയ്ഡാന്നല്ലേ? അതെ, യെസ്. പിന്നെ ഇതിന്റെ ക്വാളിറ്റിയും നല്ലതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. അതില് ദുപ്പട്ട വരുന്നത് ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ. ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. ഷെയ്ഡ്സ് ഒക്കെ ഒന്നിനൊന്ന് ഭംഗിയുള്ള ഷെയ്ഡ്സ് അല്ലേ? ഇവരിങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് വേണ്ടി ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് അല്ലേ? പിന്നെ ചിക്കൻ കറി നമ്മൾ നിലത്ത് വേണ്ടത് നമ്മൾ മൊത്തം റെഡിമെയ്ഡ് ആയിരുന്നു. ഇത് അതിന്റെ അൺസ്റ്റിച്ചഡ്. ഇത് ലൈനിങ് അടക്കണ്ടാവുമല്ലോ. ഇത് വിത്ത് ലൈനിങ് അടക്കമുണ്ട്. ഇത് അതിന്റെ ഫ്രണ്ട് പോർഷൻ ആണ്. ഇതിങ്ങനെ ഒരു റണ്ണിങ് പോലെയാണ് കിടക്കുന്നതാണ്. ഇത് ഫ്രണ്ട് പോർഷൻ വരും. ഇത് അതിന്റെ ദുപ്പട്ട വരുന്ന ഭാഗം. ഇങ്ങനെ ഇത് ദുപ്പട്ട ഇതിലുണ്ട്. ദുപ്പട്ടയും സ്ലീവിനാണ് ഈ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലുള്ള സ്ലീവിന്. പിന്നെ ലൈനിങ് വരുന്നത് വരുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിലും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒക്കെ നല്ല അടിപൊളി കളർ. ലൈം ഷെയ്ഡ്, പിങ്ക്, ചേച്ചിയുടെ കളർ പിങ്ക്. ഓ, എന്താ എന്റെ കളറ് പിങ്ക് പിങ്ക്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ്. അത് എന്റെ മാത്രല്ല, ലേഡീസിന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡ് കേട്ടോ. വേണ്ട, ഇത് പിങ്കില് വൈറ്റ് ത്രെഡ് ഒക്കെ വൈറ്റ് ആയിരിക്കും. ഇത് നിവർത്താണ്ട് പറ്റില്ല കേട്ടോ. വർക്കൊക്കെ നന്നായിട്ടുണ്ട് കണ്ടോ. അടിപൊളി കളർ. ടിഷ്യൂല് ഇരുന്ന് ക്ഷീണിച്ചല്ല, ഇങ്ങനെ നിവർത്തി ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കാണാം. ഇരിക്കുമ്പോ അതിന്റെ ഒരു ഭംഗി കിട്ടണില്ല. കണ്ടോ, സിമ്പിൾ ആയിട്ടുള്ളത്. സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ഫുൾ ത്രെഡ് വർക്കിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ബനാറസി ടൈപ്പ് ആയിട്ടാണ്. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. നല്ല സോഫ്റ്റ്. ഈ കളറിനൊക്കെ ഒക്കെ കളർ ഒന്നിനൊന്നും മെച്ചട്ടോ. ഏതെടുത്താലും വേഗാസിലേക്ക് വന്നാൽ മതി. അതിനൊപ്പം ഷർട്ടിന്റെ മാച്ചിങ് ആയിട്ടുള്ള
വെറൈറ്റി എന്തൊക്കെ ഷർട്ടിന് അത് കൊടുക്കും, അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുന്നു. ഷർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് മാച്ചിങ് ആയിട്ട് തരുന്നില്ല. പക്ഷെ അത് റീറ്റെയിലുകാരും കേട്ടോ, അത് ഇവിടെ ഇല്ല, ഇവിടെ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ കളറ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കളറിന്റെ ഡ്രസ്സൊക്കെ തപ്പാന്ന് പറയാം, ഈ ഷർട്ടിന്റെ കളറിന്റെ ഡ്രസ്സൊക്കെ തപ്പാന്ന് പറയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ അതിവിടെ ഉണ്ടെന്ന് വീഡിയോ പറഞ്ഞല്ലോ. അയ്യോ റീറ്റെയിൽ ഷർട്ട് കൊടുന്ന റീറ്റെയിലിന് അത് വേഗാസിന് എവിടെയാ വിൽക്കണത് അവിടെ പോയി ചോദിക്കാട്ടോ. ഇത് ഹോൾസെയിൽ മാത്രമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ആ ഗ്രീൻ കളറിന്റെ ഷർട്ട് എന്ന് പറയുമ്പോ അത്രയും റയർ ആയിട്ടുള്ള ഒരു കളറല്ലേ. പറഞ്ഞു കൊടുക്കാം നമ്മള്. വേഗസിന്റെ ഐറ്റം കിട്ടുന്നത് ഏത് ഏരിയയിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ കോമന്റ് സെക്ഷനിൽ ചോദിക്കാണ്ട് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കട്ടെ. കോമന്റ് സെക്ഷനിൽ നിറച്ച് കമന്റ്സ് ഇത് തന്നെയാണ്. അവരുടെ കട എവിടെയാണ്, ഇത് കിട്ടുന്ന സ്ഥലം, ഒരു നൈറ്റ് കിട്ടണമെങ്കിൽ എവിടേക്ക് പോകണം, ഇതൊക്കെ കമന്റ് സെക്ഷനിൽ പറഞ്ഞ ആരാ ഇതിന് ഉത്തരം പറയാ? എനിക്കറിയണ്ട ഇത് കട എവിടെയാന്ന് അല്ലേ. ഞങ്ങൾ വിളിച്ചോളൂ. നമ്പർ പോയിട്ടുണ്ട്, 2-3 നമ്പർ പോയിട്ടുണ്ട്. അതിലിങ്ങനെ വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അടുത്തത് സെൽഫിൽ വരുന്ന യോക്കില് അതില് ദുപ്പട്ടയിലും വർക്ക് വന്നിട്ടുണ്ട്. നെറ്റ് കോട്ടയില് അതില് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. കളർ ഗ്രീൻ ഉണ്ട്, പേസ്റ്റൽ ഷെയ്ഡ്, പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് എല്ലാം വരുന്നത്. എല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സ്. അപ്പോ ഇനി ഇവിടേക്ക് നീങ്ങാം. അല്ല അവിടെ നിറഞ്ഞു, അടുത്ത സ്ഥലത്തേക്ക് നിറയ്ക്കാം. ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതാണ് ഇവിടെ നമ്മള് 2 ദിവസമൊക്കെ എടുക്കണം ശരിക്കും. ഇത് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യാനുണ്ട്, ഇത് മാത്രമായിട്ട്. അതെ. പിന്നെ മൊത്തം എന്റെ ചാനൽ വേഗാസ് മാത്രമാവും. അല്ല ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിൽ ഒന്നുകൂടെ വീഡിയോ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അയ്യടാ അങ്ങനെ ചോദിക്കണ്ട. ദുപ്പട്ട സെൽഫിൽ കോട്ടൺ അല്ലേ? അത് കോട്ടണില് അതിന്റെ ബോട്ടം നമ്മള് പാർട്ടി വെയറിൽ ഇത്ര നേരം മൊത്തം സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. പറഞ്ഞോട് ചേച്ചി അതിന് പറഞ്ഞ സോഫ്റ്റ് കോട്ടൺ. കോട്ടണില് സോഫ്റ്റ് കോട്ടൺ, കോട്ടണില് സോഫ്റ്റ് കോട്ടൺ. അതിൽ ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ വർക്ക് വന്നിരിക്കുന്നത്. കളേഴ്സ് ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. ഇത് കോട്ടണില് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. ബോട്ടം പ്രിന്റഡ് ബോട്ടം വരും. നേരത്തെ കണ്ടത് നമ്മള് ഫുൾ പ്ലെയിനില് എംബ്രോയിഡറി വർക്ക് ആയിരുന്നു. ഇത് കോട്ടണില് പക്ക പ്രിന്റ്. ഇതുണ്ടോ 2 ഡിസൈൻസ് വന്നിട്ടുണ്ട് അതിന്റെ. ഇതില് പക്ക പ്രിന്റഡ് ആയിട്ട് വരുന്ന കളക്ഷൻ ട്ടോ. ഇപ്പോ അതിന്റെ കളേഴ്സ് ഇങ്ങനെ ഒരു കളർ ഓപ്ഷൻസ് അല്ലേ? കളർ ഓപ്ഷൻസ് 4 ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഇത് ഇത്ര കളേഴ്സ് വരുന്നുണ്ട്. ഇത്ര കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കുറഞ്ഞ ഐറ്റംസ് ആണ്. അതൊന്നും വലിയ വിലയൊന്നുമില്ല. ഇതൊക്കെ അപ്പൊ നമ്മൾ സെറ്റ് വൈസ് ആയിട്ടേ കൊടുക്കത്തുള്ളൂ. 1000 മേളിലുള്ള മാത്രം നമ്മ ഇവിടെ സെലക്ഷൻ പറയുന്നുള്ളൂ. 1000 താഴേക്കുള്ള എല്ലാം സെറ്റ് വൈസ് ആയിട്ട് തന്നെ എടുക്കുന്നത്. അപ്പോ ഇത് നമ്മുടെ കേരളത്തില് എറണാകുളം വേഗാസ് വൈശാലിയിലാണ് ഇത്രയും കളക്ഷൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഒരുപാട് പേര് കോപ്പി അടിക്കുന്നത് അടിക്കട്ടെ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ. അത് അടിച്ചാലും ഈ പറഞ്ഞ ഈ ക്വാളിറ്റി ഇല്ലേ അതിന് മാറ്റം കിട്ടുള്ളൂ. അതെ, ഇതിപ്പോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. മെറ്റീരിയൽ കിട്ടണമെങ്കിൽ എവിടേക്ക് വരണം? വേഗാസ് വൈശാലി തന്നെ വരണം. അതാണ് മാറ്റം. കണ്ടോ ഇതിന്റെ 2 കളർ മാച്ചിങ് ആണ് വരുന്നത്. 2 കളർ. ഇതിന്റെ 3 പീസ് ആണ് ഇപ്പൊ കാണിച്ചത് വിത്ത് ദുപ്പട്ടയും പാന്റ്. ഇതൊക്കെ കോട്ടൺ വെറൈറ്റി നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എന്നുവെച്ചാൽ നേരത്തെ കണ്ടത് മൊത്തം പാർട്ടി വെയറിൽ പെടുന്ന കളക്ഷൻ ആയിരുന്നു. ഇത് വരുന്നത് നമുക്ക് ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട അങ്ങനെ ഒരു കളക്ഷൻ ആണ് വരുന്നത്. ഇതിന്റെ കളർ ഓപ്ഷൻസ് ഇതാ ഇത്ര കളേഴ്സ് വരുന്നുണ്ട്. ഈ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇത്ര സെയിം 4 എണ്ണത്തിന്റെ കേട്ടോ. ഇതൊക്കെ ലോ റേഞ്ച് എന്ന് വെച്ചാൽ 1000-ന്റെ ഉള്ളിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ വരുന്നത്. ഇതും കോട്ടണില് കോട്ടൺ തന്നെ ഡെയിലി വെയറിന് കേട്ടോ. ഡെയിലി വെയറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോട്ടൺ കളക്ഷൻസ് ആണ് മൊത്തം. അതും സോഫ്റ്റ് കോട്ടണിൽ വരുന്ന കളക്ഷൻസ് ആണ്. അങ്ങനെ ഹാർഷ് ആവുന്ന സ്റ്റിഫായി നിൽക്കാത്ത സോഫ്റ്റ് കോട്ടണില്. പിന്നെ വിചിത്രയില് ഇതില് ഫുൾ ഡയമണ്ടിന്റെ വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നല്ല നല്ല 3 പീസാണ്. ഇതാ ഫുൾ ഡയമണ്ടിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ സെയിം വർക്ക് തന്നെ നമുക്ക് ഫുൾ ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയിലും ഫുൾ ഒരു ചെറിയ സീക്വൻസ് വർക്ക് അല്ല, ഡയമണ്ടിന്റെ വർക്കാണ് കേട്ടോ. ചെറിയ പഞ്ചസാര മുത്തുകൾ അല്ലേ, പറക്കി ഓരോന്നോരോന്ന്. അപ്പൊ ബ്ലൂ വരുന്നുണ്ട്,
ഒരു ഗോൾഡൻ യെല്ലോ വരുന്നുണ്ട്, ഒക്കെ പാർട്ടി വെയർ. പിന്നെ നല്ലൊരു ഗ്രീൻ വരുന്നുണ്ട്. ഗ്രീൻ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ. ഇതാ ഇങ്ങനെയാണ് കളക്ഷൻസ് വരുന്നത്. ഇത് വരുന്നത്. അതിന് തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ളത് റംസാൻ സ്പെഷ്യൽ. ശരിക്കും ഇതിങ്ങനെ തുറന്ന് നിവർത്തി കാണിച്ചാൽ അതിന്റെ ഭംഗി അറിയുള്ളൂ. കണ്ടോ, ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ ഫുൾ വർക്കിനോട് ദുപ്പട്ട നമ്മൾ സിമ്പിൾ ആക്കി. സിമ്പിൾ. അത് വൺ സൈഡ് മൊത്തം വൺ സൈഡ് മാത്രമേ ഉള്ളൂ. ഭാര്യ അടിച്ചു പഠിപ്പിക്കാനുള്ള പഞ്ചസാര മുത്തൊക്കെ ഇതിന്റെ ഉള്ളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ. അതെ, അതിന്റെ ബോട്ടം, അതിന്റെ ഷെയ്ഡ്സ് വരുന്നതാണിത്. കണ്ടോ, നല്ല നല്ല ഷെയ്ഡുകൾ അല്ലേ. നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് ഇത്രയും ഷെയ്ഡ്സ് വരുന്നുണ്ട്. 4 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ബ്ലൂ വരുന്നുണ്ട്. ബ്ലൂ ഇങ്ങനെ 4 ഷെയ്ഡ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, മതിയാ? ഇനിയുണ്ടാ? അതെ, ഞങ്ങൾക്കൊന്നും അനങ്ങാൻ സമ്മതിക്കും ഇവിടുന്ന്. അതെ, പറഞ്ഞു ഞങ്ങളുടെ വായില വെള്ളം വെച്ച്. ഇത് മോളിലത്തെ ഫ്ലോർ കൂടി ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇത് എപ്പോ കഴിയാനാ? ഇതാ അടുത്തത് ദുപ്പട്ട വരുമ്പോ സിക്സാക്കാ പ്രിന്റഡ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഫുൾ ദുപ്പട്ടയില് ടോപ്പില് പ്രിന്റ് കൊടുത്തിട്ട് അതിനകത്ത് വിത്ത് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് കാന്ത സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്, വിത്ത് സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് വർക്ക് ആണ്. കാന്ത സ്റ്റിച്ച്, കാന്ത പ്രിന്റ് അല്ല, രണ്ടും വ്യത്യാസമുണ്ട്. കളർ ചേഞ്ചസ്. ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഐറ്റംസാ. സോഫ്റ്റ് കണ്ട പിടിക്കുമ്പോഴതിന് ആ ഒരു വീണ് എടുക്കണതിന്റെ ആ ഒരു സോഫ്റ്റ്നെസ്. ഇത്ര കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ചൂസ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ മോഡലില് ഇതുകൂടി കാണിച്ചിട്ട് നമുക്ക് നിർത്താം. നിർത്തല്ല, മുകളിലേക്ക് പോണേ. ചുരിദാറിന് നിർത്താം. നല്ല പ്യുവർ മോഡലിൽ വരുന്നത്. അതില് ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ടം സെയിം ക്വാളിറ്റിയോട് കൂടി തന്നെയാണ്. ഞാൻ പോവാട്ടോ ഇതിട്ടിട്ട്. അല്ലാതെ ഭയങ്കര സോപ്പിങ്ങിന് കൊടുക്കുമ്പോഴേ. ഇത് അതിന്റെ തന്നെ ഓർഗൻസയില് അജ്രക് പ്രിന്റ് വരുന്നത്. ഇത് മൊഡാൽ സിൽക്ക്, ഇത് ഓർഗൻസ, സോഫ്റ്റ് ഓർഗൻസ ആണ്. രണ്ട് മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. രണ്ട് റേറ്റ് ആണ്. കാണുമ്പോൾ വീഡിയോയിൽ ഏകദേശം ഒരുപോലെ തോന്നാം നമുക്ക്, പക്ഷെ രണ്ടിൻ്റെയും മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. അപ്പം നേരിട്ട് വരുമ്പോഴാണ് ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ തൊട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം നേരിട്ട് വരണമെങ്കിൽ എറണാകുളം വേഗസ് വൈശാലി. അതല്ല, ഈ ബസ് സ്റ്റോപ്പ് ആണെങ്കിൽ മേനക. ഇപ്പൊ ട്രെയിനിന് വന്നവർക്കാണെങ്കിൽ സൗത്തിലോ നോർത്തിലോ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ 40-50 കൊടുത്തു കഴിഞ്ഞാൽ പ്രസ് ക്ലബ് റോഡ് പറഞ്ഞ വൈശാലിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നാക്കി തരും. പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു എമൗണ്ട് ഒക്കെ ആണെങ്കിൽ 50 രൂപ ഇവിടുന്ന് തീർച്ചയായിട്ടും കൊടുക്കാം. അതൊന്നുമില്ല കേട്ടോ, പർച്ചേസ് ചെയ്യണവർക്ക് കേട്ടോ. നമ്മളുടെ കസ്റ്റമർ അല്ലേ നമുക്ക് കിങ്. അതെ അല്ലേ, മെറ്റീരിയൽസ് ഇനിയും ഉണ്ടെന്ന്. പക്ഷെ നമുക്ക് സമയം അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോ ഒരു ദിവസം ഫുള്ള് ചുരിദാർ മെറ്റീരിയൽ മാത്രം കാണണം, തീരില്ല. അതെ അതെ, അത് നമ്മൾ വേറെ ഒരു ദിവസം അതിന് വേണ്ടിട്ട് മാത്രമായിട്ട് വരാൻ വേണം. അതെ അതെ അതെ, കളക്ഷൻസ് ഉള്ളൂ. ഇനി നിങ്ങൾ എല്ലാവരും ഡയറക്റ്റ് വേഗസ് വൈശാലിൽ വന്നു കഴിഞ്ഞാൽ ഇതല്ല, ഇതിന്റെ അപ്പുറം നമ്മൾ കാണിച്ചു തരും. പക്ഷെ എപ്പോഴും പറയുന്ന കാര്യം, വീഡിയോ കോൾ ചെയ്യാണ്ട് പരമാവധി നേരിട്ട് വരാൻ ശ്രമിക്കുക. വീഡിയോ കോളിൽ കാണുന്നതും പിക്ചർ ചോദിക്കണതും രണ്ടും ഡിഫറെന്റ് ആണ്. പിന്നെ റേറ്റ് നിങ്ങൾ വിളിച്ച് ചോദിക്കണേക്കാളും നല്ലത് നേരിട്ട് വന്നിട്ട് ഫീൽ ചെയ്യാം. ഓവറോൾ സ്റ്റാർട്ടിങ് റേറ്റ് ഒന്ന് പറയാൻ പറ്റും? ഓവറോൾ ഇതിന് മാത്രമല്ല, ഇതിന് കണ്ട ഞാൻ എന്താ ചെയ്യാ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നുണ്ട്. ഇവര് പറയാത്തതിന് നിവർത്തിയില്ല. അപ്പൊ റേറ്റ് അറിയാനായിട്ട് നേരിട്ട് വിളിക്കേ വരെ എന്താന്ന് ചെയ്തോളെ. ഡയറക്റ്റ് വന്നിട്ട് നിങ്ങളുടെ വൈശാലിൽ വരിക. നമ്മളുടെ ഐറ്റംസുകൾ നമ്മൾ എടുക്കണമെന്ന് പർച്ചേസ് ചെയ്യണമെന്ന് പറയുന്നില്ല. നിങ്ങൾ വന്ന് കണ്ട് നിങ്ങൾക്ക് സംതൃപ്തി ആയതിനു ശേഷം മാത്രം ഐറ്റംസ് എടുത്താൽ മതി. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഇവര് വെറുതെ ഇങ്ങനെ പൊങ്ങച്ചടിക്കണേണ്, അത് പറയണ മറ്റേ വർഷം അതൊന്നും നമ്മൾ പറയണില്ല. നിങ്ങൾ ഡയറക്റ്റ് വന്നോളൂ. ഡയറക്റ്റ് വന്നിട്ട് അവർക്ക് സംതൃപ്തി ആയാൽ മാത്രം ഇവിടുന്ന് പർച്ചേസ് ചെയ്താൽ. എന്തായാലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വെറും കൈയോടെ ഇവിടുന്ന് പോകില്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പ്. ഒരു സെറ്റ് എടുത്തിട്ട് വന്നതല്ലേന്ന് ഓർത്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ല, അതല്ല, ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ. നല്ല നല്ല മെറ്റീരിയൽസ്. നല്ല വെച്ചാൽ ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുമ്പോൾ മൊത്തം പ്രീമിയം കളക്ഷൻസ് ആണ്. നമുക്ക് ബുട്ടിക്ക് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. ഇനി അപ്പുറത്ത് കസ്റ്റമേഴ്സ് ഉണ്ട്, നമുക്ക് ഡയറക്റ്റ് ഇനി മുകളിൽ ഇനി ക്യാമറ കസ്റ്റമേഴ്സിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവിടെ കസ്റ്റമേഴ്സ് ഉണ്ട്, പർച്ചേസിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് മുകളിലത്തെ ഫ്ലോറിലേക്ക്, അടുത്തൊരു ഫ്ലോറിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഫ്ലോർ എന്ന് പറയുമ്പോൾ മൊത്തം സാരീസ്, അണ്ടർസ്കേർട്ട്, ലൈനിങ്, അങ്ങനെയുള്ള എല്ലാ വെറൈറ്റികളും ഈ സെക്ഷനിലുണ്ട്. അതായത് ലോ റേഞ്ച് ഐറ്റംസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇവിടെയാണ്. ഓക്കെ, അതൊരു ഫ്ലോർ മൊത്തം അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട്, നല്ലൊരു കളക്ഷൻസും ഒരുപാട് ഇപ്പൊ സെലക്ഷൻ വന്നിട്ടുണ്ട്. ഐറ്റംസ് ഒരുപാട് വന്നിട്ടുണ്ട്. മൊത്തം നിറഞ്ഞിരിക്കുന്നതിനകത്ത് കാലുത്താൻ സാധ്യതയില്ല നമുക്ക്. സത്യം നമുക്ക് ലോ റേഞ്ച് തൊട്ടെന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് ചോദിച്ചാൽ പറയൂല, അതും പറയില്ല. എന്നുവെച്ചാൽ ഷിഫോൺ അത് ഇതല്ലാതെ
ഉള്ളതും അതിന്റെ സെമിയൊക്കെ അതെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ. വീഡിയോ ഒരുപാട് ഇങ്ങനെ ലെങ്ത് ആയതുകൊണ്ടിട്ട് ഇത് കണ്ടോ, ഗാർഡൻ സിൽക്കില് സിമ്പിൾ ആയിട്ടുള്ളത്, സിമ്പിൾ ആയിട്ട് ഐറ്റംസുകൾ. അതിന്റെ കളർ ചേഞ്ച് കേട്ടോ, അതിന്റെ കളർ ചേഞ്ചുകളാണ് കാണിക്കുന്നത്. ലോ റേഞ്ചിൽ വരുന്ന ഐറ്റംസ്. ലോ റേഞ്ച് ആകുമ്പോൾ സെയിം സെറ്റ് സെറ്റ് അങ്ങനെ അത് ഇങ്ങനെ 3 പീസാണ്, 3 പീസ് 3 പീസ് 4 പീസ് 4 പീസ് അങ്ങനെ സെറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കത്തുള്ളൂ. ഗാർഡൻ ആണ്. ഗാർഡൻ അതിൽ തന്നെ പറയുന്ന ഇതിന്റെ കളർ, അതിന്റെ കളേഴ്സുകൾ 4 കളർ വരും. 4 ഓപ്ഷൻസ് കേട്ടോ. 4 ഓപ്ഷൻ അല്ല, 4 കളർ എടുക്കണം, മസ്റ്റ് ആയിട്ട് എടുക്കണം. ഇങ്ങനെ ഒരു പാക്കിംഗ് ആയിരിക്കും. കടക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. വെറൈറ്റികൾ ഇഷ്ടംപോലെ ഉണ്ട്. കൂടുതൽ ഇങ്ങനെ ഇതിലാകുമ്പോൾ പ്ലെയിനിൽ അങ്ങനെ പ്രിന്റുകൾ വരുന്നത്. മറ്റേത് ഫുൾ വർക്കിലായിരുന്നു വന്നിരുന്നത്. ഇതൊക്കെ ലോ റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. സാരീസ് മാത്രമുള്ള ഈ ഒരു ഫ്ലോറും മൊത്തം വരുന്നത്. ഇതാകുമ്പോൾ വൈറ്റ് വന്നിട്ട്, വൈറ്റ് അതിൽ ബേസ് വന്നിട്ട് അതിൽ കളർ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൂക്കൾ കേട്ടോ. ഇങ്ങനെ അതിന് 4 കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് വേറൊരു മെറ്റീരിയൽ, ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ, ടീച്ചേഴ്സിന് യൂസ് ചെയ്യാൻ, അങ്ങനെ ഓഫീസ് വെയറിനൊക്കെ പറ്റിയിട്ടുള്ള കളക്ഷൻസ്. ഇതൊക്കെ അതിന്റെ തന്നെ വേറൊരു കളക്ഷൻസ്. അതിന് 4 കളർ 3 കളർ ഇങ്ങനെ വരും. ഇങ്ങനെ വിത്ത് ബോർഡർ അടക്കം, ബോർഡർ അടക്കമായിട്ട് ബ്ലൗസ് അടക്കം വരുന്ന ഒരു കളക്ഷൻ. അപ്പോൾ പിന്നെ വരുന്നത് മെറ്റീരിയൽ ചേഞ്ച് ചെയ്ത് ഇനിയിപ്പോ വേറൊരു മെറ്റീരിയലായി നമ്മൾ ഒരു സിൽക്കി ടൈപ്പ് വരുന്നത്. ഇത് പോളിസ്റ്റർ മിക്സ് ആണ്. ഇതല്ല, കുറഞ്ഞ ലോ റേഞ്ച് ഐറ്റംസുകളാണ് നമ്മൾ പറഞ്ഞിട്ട് ഇനി കൊടുക്കണുള്ളൂ. ലോ റേഞ്ചിൽ ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ക്വാളിറ്റി. അതിന്റെ കളേഴ്സുകൾ ഇങ്ങനെ 6-8 കളർ വരും. അപ്പൊ ഇതൊരു 4 കളർ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. 8-10 കളർ ഉള്ളതിലും നമ്മൾ അതിന്റെ പകുതി സെലക്ട് ചെയ്യാം. 3 കളർ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ എടുക്കാം. 3 കളർ 4 ആണെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കേണ്ടി വരും. 6-8 കളറൊക്കെ വരുമ്പോൾ നമ്മൾ അതിന്റെ പകുതി കൊടുക്കും. ഓക്കെ. ഇതൊക്കെ ഗ്രീൻ സിൽക്ക് മെറ്റീരിയൽ ആണ്. സിൽക്ക് മെറ്റീരിയൽ അല്ലേ? സിൽക്ക് മെറ്റീരിയൽ, ഗ്രീൻ സിൽക്ക്. അതില് കളർ വരും. ഇതുണ്ടോ, എന്റെ മുന്താണിയാണിത്. തുറന്നപ്പോഴാണ് അതിന്റെ ഒരു ഭംഗി കാണത്തുള്ളൂ. അതെ, പിന്നെ നമ്മുടെ ലോങ് വീഡിയോ ആയതുകൊണ്ടിട്ട് നമ്മൾ അത് നിർത്തുന്നത്രയുള്ളൂ. അതിന്റെ ബ്ലൗസ് ലോ റേഞ്ച് ആന്ന് പറഞ്ഞാൽ ലെങ്തിനും കുറവില്ല, വിത്ത് ബ്ലൗസ് ആണ് കൊടുക്കുന്നത് അല്ലേ? അതിലൊന്നും നോ കോംപ്രമൈസ്. അതൊക്കെ 5.5 മീറ്റർ അല്ല 6.5 മീറ്റർ ആ സാരി. ഇതിന്റെ വേറെ ചാർട്ടാണ് വരുന്നത്. ഇതും ആ മെറ്റീരിയൽ തന്നെ, ഗ്രീൻ സിൽക്ക് ആണ്. പ്രിന്റഡ് ബ്ലൗസ് വരും. വേറൊരു അതൊരു കോൺട്രാസ്റ്റ് ആണെങ്കിൽ ഇതൊരു സെൽഫ് ടൈപ്പിൽ ഒരൊറ്റ സിംഗിൾ കളർ. അതില് മുന്താണി വരുന്നത് ഇത്. പിന്നെ അതിന്റെ ബ്ലൗസ് പ്രിന്റഡ് ബ്ലൗസ് വരും. പ്രിന്റഡ് ആയിട്ട് ഫുൾ പ്രിന്റഡ് തന്നെയാണ്. സെയിം ആ കളർ ടോണിൽ തന്നെ വരുന്നത് കേട്ടോ. അതിന്റെ ചാർട്ട് 8 കളർ ചാർട്ടാണ്. എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ആണ് അതിന്റെ വരുന്നത്. ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും നോക്കി എടുക്കാം. അങ്ങനെ. അപ്പൊ ഇത് അത് കഴിഞ്ഞ് ഞാൻ ഈ ബോർഡർ ഡിജിറ്റൽ പ്രിന്റ് കാണിച്ചു. ലിനനില് ഡിജിറ്റൽ പ്രിന്റ് വിത്ത് ബോർഡർ അടക്കം കുറഞ്ഞ റേഞ്ചിൽ വരുന്നത് കേട്ടോ. ഇതൊക്കെ ലിനനില് ഇതിങ്ങനെ സിംഗിൾ മാച്ചിങ് ആയിരിക്കും വരുന്നത്. അത് കളർ കോമൺ ഇതില്ല, സിംഗിൾ കളർ പല ഡിസൈൻസ് ആയിട്ട് വരുന്നത്. അങ്ങനെ 10-15 ഡിസൈൻസ് ഇങ്ങനെ മാറി വരും. മെറ്റീരിയൽ സെയിം ആയിരിക്കും. മെറ്റീരിയൽ സെയിം തന്നെയാണ്, ലിനൻ സാരി തന്നെയാണ്. അതിന് വേറെ ഡിസൈൻസുകളാണ്. ഇതൊക്കെ ലിനനില് അതിന്റെ ഡിസൈൻസ് ചേഞ്ച് ചെയ്ത് വരുന്നു മാത്രമേ ഉള്ളൂ. ഒത്തിരി ഡിസൈൻസ് ഉണ്ട്, നമ്മളിപ്പോ അത്യാവശ്യം എടുക്കുന്നേ ഉള്ളൂ. അല്ല, ഇത്തിരി പറയുമ്പോ ഇത് ഫുൾ ഫ്ലോർ അത് തന്നെയാണ്. മൊത്തം ലോ റേഞ്ചിൽ വരുന്ന സിൽക്കി ഐറ്റംസ് ആണ് കേട്ടോ. സിൽക്കി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ സിൽക്ക് ഉണ്ട്, കോട്ടൺ ഉണ്ട്, ഷിഫോൺ ഉണ്ട്, എല്ലാ വെറൈറ്റി ഉണ്ട് സെക്ഷനിൽ. ലോ റേഞ്ചിൽ എല്ലാ വെറൈറ്റികളും ഉണ്ട് ഇവിടെ. കുറഞ്ഞ റേഞ്ചിൽ വരുന്നത് കേട്ടോ. ഇങ്ങനെ ഫുൾ വർക്ക് പ്രിന്റ് വന്നിട്ടുള്ളത്. അതിൽ ഇതാണ് പല്ലു വരുന്നത്. അതിന്റെ പ്ലെയിൻ. അതിന്റെ കളർ ചാർട്ട് 4 എടുക്കണം എന്ന് നിർബന്ധമുണ്ട്. കടക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അത് എത്ര പറഞ്ഞാലും പിന്നെ വരും റീറ്റെയിലും പറഞ്ഞിട്ട് 4 കൊടുക്കും. വേറൊരു മെറ്റീരിയൽ, ഇതെല്ലാം പല മെറ്റീരിയലാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത്. ഡിസൈനും പല ഇതായിട്ട് വരും. കുറഞ്ഞ റേഞ്ചില് പ്രിന്റ് കണ്ടപ്പോഴേ നല്ല ഭംഗിയുള്ള പ്രിന്റ് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് പല്ലുവിന്റെ പോർഷൻ. അതുപോലെ തന്നെ ബ്ലൗസ് വരുന്നത് ഇത് കേട്ടോ. അതിലും ചെറിയ വർക്ക് വന്നിട്ടുണ്ട്. സെൽഫ് ഡിസൈൻ അങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. ഇതൊരു ബോർഡർ സ്റ്റൈലോ ഇതില്
ഇത് ബോർഡറിൽ വീവിങ് അങ്ങനെ വരുന്നത് കേട്ടോ. ഇത് ബോർഡറാണ്, ഇത് മുന്താണി. പിന്നെ ഇതിന്റെ ബ്ലൗസ് ലഹരിയ സ്റ്റൈലില് അതിന്റെ കളേഴ്സ് ഇങ്ങനെ, അതും ഇങ്ങനെ ഒരു 6-7 കളർ വരും ഇങ്ങനെ. ഇത്ര കളർ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? 2, 3, 4, 5, 6, 8 കളറാണ് വരുന്നത്. ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും എടുക്കാം. 4 കളർ എടുക്കാം. ഇഷ്ടമുള്ളത് 4 കളർ. 4 കളർ എടുക്കാൻ പറ്റുള്ളൂ. ഇത് അതിന്റെ തന്നെ ഒരു ലൈറ്റ് ചാർട്ട്. ഡാർക്ക് ചാർട്ട് ആണെങ്കിൽ ഇത് അതിന്റെ ലൈറ്റ് ചാർട്ടായിട്ട് വരും. വേറൊരു മോഡല്. ഇതൊക്കെ ശരിക്കും കൊടുത്താൽ ഇങ്ങനെ അങ്ങനെ കിടന്നോളും ബോഡി ഇതില്. കറക്റ്റ് പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടിക്കോളും. ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇങ്ങനെ. പിന്നെ വരുന്ന കളക്ഷൻസ് ഇപ്പൊ ഇത് മൊത്തം വരുന്നത് അവിടെ ഒക്കെ സാരീസ് തന്നെയാണല്ലേ? ഇത് മൊത്തം സാരി സെക്ഷൻ ആണ്. കൂടിയ റേഞ്ച്. മുന്താണി ബ്ലൗസ് വരുന്നത് ഇങ്ങനെ പ്രിന്റഡ് ബ്ലൗസ് വരും അതിന്റെ. മുന്താണിക്ക് ഇങ്ങനെ വരും പ്രിന്റഡ് സാരി. പിന്നെ ഇത് ഇത്ര കളർ ഓപ്ഷൻസ് ഉണ്ട്. 8 കളർ എന്തായാലും ഉണ്ടാവും. ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ജോർജറ്റാന്ന് തോന്നുന്നു. ജോർജറ്റ് അല്ല. ഇതിന്റെ വില എത്ര വരും ഏകദേശം? അത് ഞാൻ നോക്കിട്ട് ഇപ്പൊ പറഞ്ഞു. അല്ലാതെ ചേച്ചിയുടെ ഇത് ഫുൾ വർക്കാണ്. ഇതിന്റെ വില കേട്ടിട്ടൊന്ന് വിളിച്ചു പോയില്ല അവള്. ഏറ്റവും കുറഞ്ഞതില് വരുന്നതാണത്. ഫുൾ ത്രെഡ് വർക്കില്. ഇതൊക്കെ ഡബിൾ മാർജിൻ ഇട്ട്, ഡബിൾ അല്ല എത്ര വേണമെങ്കിലും മാർജിൻ ഒക്കെ ഇടാം. വർക്ക് ഉണ്ട് അത്യാവശ്യം. കളേഴ്സ് ഉണ്ട്, നല്ല അടിപൊളി കളേഴ്സുകളാണ് ഇതെല്ലാം. ഇതുണ്ടല്ലേ, ഇതൊക്കെ കളർ ചേഞ്ച് അല്ലേ? കളേഴ്സുകളാണ് ഇതെല്ലാം വരുന്നത്. ഇത്രയും കളേഴ്സുകൾ വരുന്നുണ്ട് അതിന്റെ. ലൈറ്റും ഉണ്ട് ഡാർക്കും ഉണ്ട്, എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ്സ്. അതും ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്. റേറ്റും നല്ല റീസണബിൾ റേറ്റ് ആണ്. റേറ്റും കുറവ്, ലൈറ്റ് വെയിറ്റ്, ഭയങ്കര റീസണബിൾ റേറ്റ്. ഇനി അടുത്തത് നമുക്ക് ഇത് ലോ റേഞ്ചിന്റെ ഒരു ഐറ്റം ആണ് നമ്മൾ കാണിച്ചത്. ലിനനിൽ തന്നെ ഇത് റെഗുലർ ആയിട്ട് നമുക്ക് ഉള്ള ഐറ്റംസ് ആണ് തന്നെ. ലിനൻ സാരിയില് ബ്ലാക്ക് ഇതില് പ്രിന്റുകൾ വരുന്നത് ഇങ്ങനെ വരും. അപ്പൊ ഒരു 1000ന്റെ താഴെ ആ ഒരു റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു ഫ്ലോറിൽ വരുന്നത് അല്ലേ? 1000ന്റെ മുകളിലാണെങ്കിൽ നമുക്ക് താഴത്തെ ഫ്ലോർ സെക്ഷൻ കാണിച്ചത് അവിടെ ഉണ്ടാവും. തന്നെ വേറൊരു ഗ്രീൻ ഷെയ്ഡില് ലിനനിലാണ് ഇതെല്ലാം വരുന്നത്. ഇതൊക്കെ ലിനനില് പല്ലു പോഷം കണ്ടോ, നല്ല അടിപൊളി മൽമൽ. ഉടുത്ത് വരുമ്പോ ഇങ്ങനെ ഇരിക്കും. മൽമൽ കോട്ടൺ കാണുമ്പോ അങ്ങനെ ഇതെന്താ മുണ്ട് പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഉടുക്കുമ്പോൾ അതിന്റെ ഭംഗിയാണ്. ആ സമയത്താണ് ഇത് ഫുൾ അതാ പറഞ്ഞ ഉടുക്കുമ്പോൾ അതിന്റെ ഭംഗി അറിയുള്ളൂ ശരിക്കും. ഉടുത്തിങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ മൽമൽ കോട്ടൺ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഒരുപാട് ഡിസൈൻ 10-50 ഡിസൈൻസ് ഉണ്ട് അതിന്റെ. എല്ലാം ഇതുപോലെ തന്നെ സിംഗിൾ മാച്ചിങ് ആയിരിക്കും. അപ്പൊ ആൾക്കാർക്ക് ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള ഡിസൈൻസ് എടുക്കാം, ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലിനനിൽ ഇത്ര ഇതൊക്കെ കാണുന്നത് മൊത്തം ലിനൻ ബാറ്റിക് സ്റ്റൈൽ പ്രിന്റുള്ളത്. ഇതൊക്കെ ലിനനിൽ വരുന്ന കളക്ഷൻസ്. അതിൽ ഇത് മുകളിലത്തെ ലിനൻ തന്നെയല്ലേ? ഇതൊക്കെ ലിനനാണ്. ലൈറ്റ് ഷെയ്ഡ്, അതിന്റെ ലൈറ്റ് ഷെയ്ഡുകൾ വരുന്നത് ലൈറ്റ് ഡാർക്ക് ലിനനിൽ തന്നെ. ഇത് ഇൻഡിക്ക ബ്ലൂവില് ചന്തേരി. ഇത് സിൽവർ ആണ്. ഒരു 10-100 ഡിസൈൻസ് ഉണ്ടാവുന്നത് ഇങ്ങനെ. അപ്പൊ തന്നെയായിരിക്കും പല പല പ്രിന്റുകൾ ഇങ്ങനെ വരും. ബ്ലൂല് തന്നെ ബാറ്റിക് പ്രിന്റ്, ആ പ്രിന്റ്, ഈ പ്രിന്റ്, പല പല പ്രിന്റുകൾ. അതെല്ലായിടത്തും ഇപ്പൊ ഞാൻ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ അവിടെയും കണ്ടു. അവിടെ കണ്ടു കാര്യമായിട്ട് പറഞ്ഞത്. ഇത് സെയിം ലിനനില് സാരി കൊടുത്തിട്ട് അതില് വൈറ്റില് അക്കോബ ബ്ലൗസ്. അതാണ് ഇപ്പൊ നടക്കുന്നത്. നമ്മളങ്ങനെ അടുത്ത സെക്ഷനിലേക്ക് കൊണ്ടാണ് പോയി. അത് കുറഞ്ഞ സാരികൾ. ഇത് അതിന്റെ തന്നെ ഒരു സിൽക്കി ഐറ്റംസുകൾ. വെഡിങ്ങിനൊക്കെ ചെറിയ വെഡിങ് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസുകളാണ് ഇതെല്ലാം. അതിന്റെ ഒരു ഐറ്റമാണിത്. വെഡിങ്ങിന് പോകുമ്പോ സൈഡിലൊക്കെ നിൽക്കാൻ പറ്റിയതും ചേച്ചിമാർക്കും അനിയത്തിമാർക്കൊക്കെ അങ്ങനത്തെ ഐറ്റംസ് ലോ റേഞ്ചിൽ വരുന്നത്. അപ്പൊ അങ്ങനെ പറ്റിയിട്ടുള്ള കുറെ ഗിഫ്റ്റ് ഐറ്റംസിന്റെ സാരീസ്. അപ്പൊ ഇതെടുത്തോ, അത് തുറക്കട്ടെ. പ്ലെയിനില് കുറഞ്ഞത് പ്ലെയിനില് ഇങ്ങനെ ടെമ്പിളുടെ ഡിസൈൻ അതുപോലെ പല്ലു വരുന്നത്. അപ്പൊ ഈ ഇതില് ഇത് വരുന്നതോ പ്ലെയിൻ ബ്ലൗസ്. ഓക്കെ.
അപ്പോൾ ഇതിൽ തന്നെ സെയിം അതിന്റെ തന്നെ വേറൊരു മോഡൽ, വേറെ മോഡല് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിട്ട് അതിൽ സ്റ്റോൺ വർക്ക് ചെറിയൊരു സ്റ്റോൺ വർക്ക് അതിനകത്ത് വന്നിട്ടുണ്ട്. അതിന്റെ ചാർട്ട് ഇങ്ങനെ കണ്ട, നല്ല ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്, നല്ല യെല്ലോ വിത്ത് കോൺട്രാസ്റ്റില്, നല്ല നല്ല ഐറ്റം. ബ്ലൂല് യെല്ലോ, ഗ്രീനില് ബ്ലൂ, അങ്ങനെ ഇത് വെറൈറ്റികൾ. വെറൈറ്റി ഇതിന്റെ കളർ ചാർട്ട് കേട്ടോ. അപ്പൊ 4 എടുക്കണമെന്ന് നിർബന്ധമുണ്ട്. ഇതിന്റെ വർക്കൊക്കെ ഉണ്ടോ നല്ല, ഇതൊക്കെ ഫുൾ വീവിംഗ് ആണ് കേട്ടോ, ഫുൾ വന്നിരിക്കുന്ന വർക്ക് എന്ന് പറയാനിട്ട്. അപ്പൊ വേറൊരു വെറൈറ്റികള് ഇത് സ്റ്റോൺ ഇല്ലാണ്ട് വിത്തൗട്ട് സ്റ്റോണിൽ വരുന്നത്. വിത്തൗട്ട് സ്റ്റോൺ. നേരത്തെ കേട്ടത് സ്റ്റോൺ ഉള്ളത്, ഇത് സ്റ്റോൺ ഇല്ലാണ്ട്. കളേഴ്സുകൾ ഇങ്ങനെ 10-15 കളേഴ്സ് ഇങ്ങനെ വരും. കളേഴ്സുകളാണ്. ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചസ് വരുന്നത് കേട്ടോ. കോൺട്രാസ്റ്റിൽ വരുന്നുണ്ട്, കോൺട്രാസ്റ്റ് അല്ലാത്ത വരുന്നുണ്ട്, സ്റ്റോണിൽ വരുന്നുണ്ട്. സോഫ്റ്റ് സിൽക്കിൽ റേറ്റ് കുറവിലും ഐറ്റംസ് വരുന്നത്. അതിന്റെ കളർ ചേഞ്ച് ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചസ് ആണ് കേട്ടോ. ഇതൊക്കെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അടുത്ത വെറൈറ്റി അടിപൊളിയാണല്ലോ കോൺട്രാസ്റ്റില്. ഓ സൂപ്പർ. ഒക്കെ കോൺട്രാസ്റ്റില് കോപ്പറിന്റെ ചെറിയിൽ വരും. അടുത്തത് കോൺട്രാസ്റ്റ് ആണെങ്കിൽ ഇത് സെൽഫില് കോപ്പറിന്റെ വർക്കാണ് കേട്ടോ. ഇതിൽ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. അതില് കളർ ചേഞ്ചസ് നോക്കാം നമുക്ക്. ഇതാ കളർ ചേഞ്ചസ്, ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ കാണുന്നത്. ഇതാ ഇവിടെ ഇട്ടോളൂ. അതിന്റെ കളർ ചേഞ്ചസ് കേട്ടോ. ഇത്ര കളർ ഓപ്ഷൻസ്. ഇതൊക്കെ സെൽഫില് കോപ്പറിന്റെ ചെറിയിലാണ് കേട്ടോ. ബോർഡർ എടുക്കാൻ വരുന്ന ഇത്രയും അധികം വെറൈറ്റി കളക്ഷൻസ്. ഇനി സെയിം തന്നെ അതില് വർക്ക് വരുമ്പോ അതില് പ്ലെയിനില് അങ്ങനെയാണ്. കളേഴ്സ് വേണ്ടതുണ്ട് കേട്ടോ ചൂസ് ചെയ്യാനായിട്ട്. കാണിച്ചു കൊറേ ഉണ്ടെന്ന്. അതെ, ഇഷ്ടം പോലെ വെറൈറ്റി. പിന്നെ അതിന്റെ ഇത് ഫുൾ ജക്കാർഡ് ആയിട്ട് വരുന്ന ഐറ്റംസ് ലോ റേഞ്ചില്. ഡിസൈൻസ് ഇങ്ങനെ മിക്സ് ഡിസൈൻസ് വരും. ഫുൾ കളർ ചാർട്ട് ആയിരിക്കും, പല പല ഡിസൈൻസ് ഇങ്ങനെ സെയിം സെൽഫില് വരുന്നത്, സെൽഫില് വർക്ക് വരുന്നത്. ഇതാവുമ്പോ കുറഞ്ഞല് പ്ലെയിനില് നല്ല മെറ്റീരിയൽ ആണ്. കംപ്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല. ഭയങ്കര മൂവിങ് ആയിട്ടുള്ള ഹോട്ട് സെല്ലിംഗ് ഐറ്റംസാ ഇത്. ഇത്ര കളേഴ്സ് വരുന്നുണ്ട് ഇതിന്. ഇതൊക്കെ അതിന്റെ കളർ ചാർട്ട്സ് ആണ് കേട്ടോ. ഇതില് 4 നമുക്ക് എടുക്കണം എന്ന് നിർബന്ധമുണ്ട്. 8 ആണെങ്കിൽ 6 എടുക്കണം എന്നുണ്ട്. അടുത്തത് അടിപൊളിയാണല്ലോ, ഫുൾ എംബ്രോയിഡറി വരുന്നത്. അതില് മുന്താണി, അത് ഫ്രണ്ട് പോർഷൻ അല്ലേ വർക്ക് വരുന്നത്. ഫുൾ ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്. ഇത്രയധികം കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചസ് ആണ് കേട്ടോ. ഈ കാണുന്നത് മൊത്തം ഇത്രയധികം കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ ഇതില്. അപ്പൊ ഇത് കുറച്ച് ഇത്തിരി ഹെവി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല അടിപൊളി കളേഴ്സുകളാണ് വരുന്നത്. ഇത്ര കളേഴ്സ് വരുന്നുണ്ട്, 4-5 കളേഴ്സുകൾ. ഇത്ര ഇതാണ് കളർ ചേഞ്ചസ്. എല്ലാം നമ്മൾക്ക് എന്താ മനസ്സിലുള്ളതൊക്കെ ഇങ്ങോട്ട് ഓടി പറഞ്ഞ് വന്നാൽ മതി, ഇവിടെ കിട്ടുന്നല്ലേ. അതെ, വൈശാലിയിൽ വന്നു കഴിഞ്ഞാല് എല്ലാത്തിന്റെ വെറൈറ്റി കിട്ടും. നമ്മൾ വേഗം സ്പീഡിൽ കാണിക്കാം. ഓൾറെഡി വീഡിയോ ലെങ്ത് നിങ്ങൾക്ക് കളക്ഷൻസ് കൂടുതൽ എത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിന്റെ കളേഴ്സുകളാണ് ഈ വരുന്നത്. പിന്നെ ഇതൊക്കെ 6 മാസം കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല. നമ്മുടെ 2 വർഷം മുമ്പുള്ള വീഡിയോ ആൾക്കാർ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറയാം ഈ ഐറ്റം ഉണ്ടോ. അതൊക്കെ 2 കൊല്ലം മുന്നത്തെ ട്രെൻഡ് അല്ലേ ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ആ ട്രെൻഡിനനുസരിച്ചിട്ട് കളിച്ചോണ്ടിരിക്കുക അല്ലേ. ഇത് ഇങ്ങനെ ഒരു സിൽക്ക് ബേസ് ഉള്ള ഐറ്റംസുകള്. അടുത്തത് നമ്മള് ബാഗൽപൂരി ഐറ്റത്തിലേക്കാണ് വരുന്നത്. ബാഗൽപൂരി സിൽക്ക്. അതില് ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതില് ഇവിടെയും കളക്ഷൻസ് ഉണ്ട് ഇഷ്ടം പോലെ. എവിടെ നോക്കിയാലും സാരി പറ്റുന്നില്ല. ഇപ്പൊ കസ്റ്റമർ പോയതിന്റെ അതിന്റെ ഒരു ഇതാണ്. കസ്റ്റമർ വന്ന് ചൂസ് ചെയ്തതിന്റെ അല്ലേ. സെമി ടെസർ സിൽക്ക്. അതിന് 2 പിടിച്ചത് സെയിം തന്നെ. സെൽഫില് ഇങ്ങനെ സീക്വൻസ് വർക്ക് വന്നിട്ടുള്ള വർക്കില് ഇങ്ങനെ. അതിന് കളേഴ്സ് 4-5 10-15 കളറാണ്. ഓ അടിപൊളി. ഇതൊക്കെ സെമിയില് വരുന്ന ലോ റേഞ്ച് ഐറ്റംസ് ആണ് കേട്ടോ. സെമി ടെസറില് ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചസ് ആണ്. ഇനി വേണ്ട കളേഴ്സ് ഉണ്ടല്ലോ.
ഇതൊക്കെ കളർ ചേഞ്ചസ് ആണ്. ഒരു ദിവസം രാവിലെ വന്ന വൈകുന്നേരം ആകുമ്പോഴേക്കും പോകാൻ പറ്റുള്ളൂ അല്ലേ? അടുത്തത് ഇതില് വർക്ക് ബോർഡർ നല്ല വീതി ഉണ്ട് കേട്ടോ, കണ്ടോ? രണ്ട് സൈഡ് ബോർഡർ വീതി കൂടിയിട്ട് അതിന്റെ സെമി ട്രസറിൽ തന്നെ വേറെ ഡിസൈൻസ്, അതിന്റെ കളേഴ്സ് ഇതിന്റെ കളർ ചേഞ്ചസ് ഇതിലും ഉണ്ടാവും ഒരു 10-11 കളേഴ്സ്. 10 കളർ അടുത്തുണ്ട് ഇതിന്റെ 10-12 കളേഴ്സ് എന്തായാലും ഉണ്ടാവും. ഇതൊക്കെ അതിന്റെ കളേഴ്സ് ആണ്. നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാട്ടെ. 4 കളറ് കാറ്റ് എടുക്കാൻ പറ്റും നമുക്ക് അതിന്റെ. പിന്നെ ഇതും സെമിയിൽ തന്നെയല്ലേ? പ്യുർ ടെസറിന്റെ കോപ്പി സെമി ആണ് വരുന്നത്, വിത്തൗട്ട് ബോർഡറിൽ വരുന്നത് കേട്ടോ. ചിലത് ബോർഡർ ഉണ്ടാവും, ചിലത് ബോർഡർ ഇല്ലാത്ത വന്ന് നോക്കി എടുക്കണം. അതിന്റെ ഇത് ഇത്ര 4 ഷെയ്ഡ്സ് വരും. 4 ഷെയ്ഡും നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇത്ര ഷെയ്ഡ്സ് വരുന്നുണ്ട്. പിന്നെ കോപ്പറില് മുന്താണെങ്കിൽ ചെറിയൊരു സീക്വൻസ് ഒക്കെ വന്നിട്ട് അവിടെ അമ്മമാരും ഇത് കാണുന്നവരൊക്കെ എങ്ങനെ ക്ഷമിച്ചിരിക്കണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും അതുകൊണ്ട് പറയാം, മോനെ ഞങ്ങൾക്ക് ഒരു പീസല്ല ചോദിക്കാനുള്ള തന്നൂടെ, ഞങ്ങൾക്ക് കൊടുത്തൂടെ. കളർ ചേഞ്ചസ് ആണ് കേട്ടോ ഇതിന്റെ. ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചസ് ആണ്. കഷ്ടമാണ് കേട്ടോ, നിങ്ങൾ ഇത്രയും സാരികൾ കാണിച്ച് ഞങ്ങളെ കൊതിപ്പിച്ചിട്ട് ഒരു പീസ് പോലും തരാത്തത് ഭയങ്കര കഷ്ടമുണ്ട്. ഇത്രയും നല്ലത് കാണിച്ച് കൊതിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നാ റീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വേറൊരു ഷോപ്പ് ഇട്, ഞങ്ങൾ അവിടെ വന്ന് എടുത്തോളാം. വേണ്ട, ഞാൻ കൊള്ളി ഹോൾസെയിൽ അതുമില്ല ഇതുമില്ല കൊതിപ്പിക്കും ചെയ്യും അല്ലേ ചേച്ചിമാരെ? ഇതിൽ വരുന്നതും ത്രെഡ് വർക്കിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ. സെമിയിൽ തന്നെ മറ്റേത് നേരത്തെ കണ്ടത് നമ്മള് കോപ്പറിന്റെ സെറി വർക്ക് ആയിരുന്നു. ഇത് ഫുൾ ത്രെഡില് ഇത്ര കളർ ഓപ്ഷൻസ് ഉണ്ട്. കളേഴ്സ് വരുന്നുണ്ട്, ഒക്കെ ത്രെഡ് ആണ് കേട്ടോ. ബോഡിയിൽ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് തീരില്ല. അതാ ഞാൻ പറഞ്ഞു, ഞാൻ നിർത്തി പോകേണ്ടി വരുന്നു ഇന്നലേക്ക് പോവാണെങ്കിൽ. ഇത് കോൺട്രാസ്റ്റില്, ഇത് യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. സെയിം ആ ഒരു ത്രെഡിൽ തന്നെ. നേരത്തെ കണ്ടത് നമ്മള് സെൽഫിലല്ല, അല്ലോ അത് കോൺട്രാസ്റ്റ് ഡബിൾ ഷെയ്ഡിൽ വരുന്നത്. ഇതിന് കളേഴ്സ് കേട്ടോ ചൂസ് ചെയ്യാനായിട്ട് ഇത്ര കളേഴ്സ് വരുന്നുണ്ട്. അടിപൊളി കളേഴ്സ് ഒക്കെ മതി, അവര് വന്ന് കണ്ടോട്ടെ. ഇനി ബാട്ടിക് എവർഗ്രീൻ കളർ, ഒരിക്കലും അങ്ങനെ ബാട്ടിക് പ്രിന്റ് തന്നെ എപ്പോഴും പോയിക്കൊണ്ട് മൂവിങ് ആയിട്ടുള്ള പ്രിന്റ് അല്ല ബാട്ടിക് ബാന്തിനി. അതെ, ഇങ്ങനെ വരും. ഇനിയും വേണ്ട കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അടുത്തത് ബാട്ടിക്കില് തന്നെ അതില് വൺ സൈഡ് ബോർഡർ വീതി കൂടുതലായിട്ട് അങ്ങനെ വന്ന് ഞാൻ പോവാ. ഇവിടെ നിന്നാലും തീരില്ല. പിന്നെ ഒരു കാര്യം കൂടി, റണ്ണിങ് മെറ്റീരിയൽസ് ലൈനിങ് മെറ്റീരിയൽ അത് കാണിച്ചിട്ട് പോവാം. കോട്ടന്റെ ലൈനിങ് മെറ്റീരിയൽ ഉണ്ട്. ഈ ഒരു സെക്ഷൻ ഫുൾ എന്ന് പറയുന്നത് ലൈനിങ്, നമുക്ക് ബ്ലൗസിനൊക്കെ പറ്റിയിട്ടുള്ള എല്ലാത്തിനും പറ്റിയ ലൈനിങ് മെറ്റീരിയൽസ്. ബ്ലൗസ് കുർത്തീസോ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതിന്റെ അടിയിൽ ലൈനിങ് ഇടാം. എല്ലാത്തിനും ലൈനിങ് ഇടാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇത് മൊത്തം. 2 റേഞ്ചിന്റെ ഉള്ളതാണ്, കൂടിയതുകൊണ്ട് കുറഞ്ഞോണ്ട് 2 റേഞ്ചാണ്. ഇനി ഇത് മൊത്തം കണ്ണ കെട്ട് അങ്ങനെ തന്നെ എടുക്കണം. അത് അങ്ങനെ തന്നെയാണ് എടുക്കണം, കാരണം ഹോൾസെയിലാണ്. കട്ടിങ് ഒന്നുമില്ല. അത് എടുത്ത് പറയാണ്, നീ 10 മീറ്റർ മുറിച്ചതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കില്ല. അത് ചോദിക്കില്ല. എന്നാലും ഡ്രസ് കൊണ്ട് നമ്മൾ വീണ് പോണ ഇതൊക്കെ ഇതാണ്. സാറ്റൻ ഉണ്ട്, കോട്ടൺ ഉണ്ട്, അങ്ങനെ ക്രേപ്പ് ഉണ്ട്. അടുത്തത് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടൺ സെക്ഷനിലേക്കാണ്. ഓക്കെ, കോട്ടണില് നമ്മളവിടെ മുന്തിയ സാധനം കണ്ടു താഴത്ത്. അതിന്റെ തന്നെ ഇത് കോട്ടൺ പ്രിന്റ്, കരിഷ്മ കോട്ടൺ, അങ്ങനെ ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ടല്ലോ. കരിഷ്മ, മീന പ്രിന്റ്, അങ്ങനെ. ഇതിപ്പോ കരിഷ്മ കോട്ടൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡഡ് ഐറ്റം ആണ്. ഓക്കെ, നിവർത്തണ്ട, നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിവർത്താൻ പറ്റില്ല. കാണിച്ചാൽ മതി. ഇങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ പറ്റുന്നുണ്ടാവുന്ന അറിയില്ല. അതിന്റെ പ്രിന്റുകള് കാര്യങ്ങള് അത്ര. ഇതൊക്കെ 4 ഷെയ്ഡ് അങ്ങനെ തന്നെ ഷെയ്ഡ്. പിന്നെ അതിന്റെ തന്നെ വേറൊരു ഇത് പ്രിന്റുകൾ ഇങ്ങനെ വ്യത്യാസങ്ങൾ വരും. വ്യത്യസ്തപ്പെട്ട പ്രിന്റുകളായിരിക്കും വരുന്നത്. പിന്നെ കോട്ട ചെക്കില് വൈറ്റ് പ്രിന്റില് വൈറ്റ് ബേസ്, അതിലും പ്രിന്റുകൾ മാറി കളറ് വരും. അങ്ങനെ വെറൈറ്റി. പിന്നെ അടുത്തത് വരുന്നത് ബേസ് തന്നെ വൈറ്റ്, അതില് കോട്ടയില് വർക്ക് സാരികളാണ്.
എംബ്രോയിഡറി വർക്ക് ആണ്. എംബ്രോയിഡറി ഫുൾ എംബ്രോയിഡറി ആണത്. ഞാൻ വൈറ്റ് ആയതുകൊണ്ടാണ് അത് നിവർത്താത്തത്. പെട്ടെന്ന് അഴുക്ക് പിടിക്കും. ഓക്കെ. കണ്ട അതിന്റെ തന്നെ വൈറ്റില് ചെറിയ ചെറിയ ബൂട്ടാസ് വന്നിട്ടുള്ളത് ഒക്കെ എംബ്രോയിഡറി വർക്ക് ആട്ടോ. ഒക്കെ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. അടുത്തവനത് കോട്ടയില് വർക്ക് കോട്ട ചെക്കില് ഇത് കോട്ട ചെക്കില് ആരി വർക്ക് പോലെ വന്നത്. അതിന്റെ കളർ ഓപ്ഷൻസ് വേണ്ട ഇതാ. കളേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് കളേഴ്സ് ഉണ്ട് അതില്. കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടെന്നല്ലേ. വെറൈറ്റീസ് ഉണ്ട്. കളേഴ്സ് ചൂസ് ചെയ്യാൻ കുറേ ഉണ്ട്. ഓർഗൻഡിയിലട്ടാ ഇത് ഓർഗണ്ടി ഓർഗൻഡിയില് സ്റ്റിഫ് ആയിട്ടുള്ള ഓർഗണ്ടിയില് ക്രോസ് സ്റ്റിച്ച് ആണ് അതില്. ക്രോസ് സ്റ്റിച്ചില്. ആ മറ്റേ ത്രെഡ് വർക്ക് ആണെങ്കിൽ ഇത് ക്രോസ് സ്റ്റിച്ചില്. ഇതുണ്ടോ ഇതാണ് നിവർത്താം. അത് ഇതാവും കോട്ടൺ അല്ലേ, ഒലഞ്ഞു പോവാ. ഒലഞ്ഞു പോകാം. ഞാൻ നിവർത്താത്തത്. അതെ, ഈ കോട്ടൺ ആകുമ്പോഴത്തെ ബുദ്ധിമുട്ട് ഇതാണ്. വിത്ത് ബ്ലൗസ് അതിന്റെ ബ്ലൗസ് വരും. ഫുൾ വർക്കാണ് കേട്ടോ. ഇത് സോഫ്റ്റ് കോട്ടണില് കരിഷ്മ ബ്രാൻഡിന്റെ പോച്ചമ്പിള്ളി സ്റ്റൈലില് ഒരു ഡിസൈൻസ് വന്നിരിക്കുന്നത്. അതിങ്ങനെ ബ്ലാക്ക് മാച്ചിങ് ആയിരിക്കും വരുന്നത്. അതിങ്ങനെ പല പല ഡിസൈൻസുകൾ വരും. അതിന്റെ ഡിസൈൻസ് ആണ്. അതിന്റെ വിത്ത് ഫോട്ടോസ് അടക്കമായിരിക്കും വരുന്നത്. കളേഴ്സ് ഉണ്ട്. ഇതുണ്ടോ ഡിസൈൻസ് ഉണ്ടല്ലോ. പിന്നെ സൂപ്പർ നെറ്റിൽ ഇത് സൂപ്പർ നെറ്റ് കുറഞ്ഞ ടൈപ്പില് ഫുൾ പ്രിന്റഡ് സാരികൾ. ഇതൊക്കെ ഹോൾസെയിൽ ആട്ടോ. കുറഞ്ഞ റേഞ്ച്. നോ റീറ്റെയിൽ, ഓൺലി ഹോൾസെയിൽ. അതെ, അതൊക്കെ എടുത്തെടുത്ത് പറയണം. അതിൽ തന്നെ വേറെ പ്രിന്റുകൾ. അതങ്ങനെ തന്നെ എടുത്തോ, അങ്ങനെ തന്നെ കാണിച്ചാൽ മതി. കുഴപ്പമില്ല. ഇതുണ്ടോ അത് അടിപൊളിയുണ്ടല്ലേ. നല്ല ഡിസൈൻസ് ആണ്. അതല്ല അത് നിവർത്തിയാനാകട്ടെ കുറച്ചൊരു ഭംഗി. ഇപ്പൊ നമുക്ക് മടിയായില്ല. അതാണ് മടിയല്ല, അത് കോട്ടനാ. മടിയല്ല, ഇത് കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് നിവർത്തി കഴിഞ്ഞാൽ അതിന് ചുളിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ സെയിലിന് പോവില്ല. ഇതൊക്കെ കോട്ടണിൽ വരുന്നത് കേട്ടോ. ഗഡ്വാൾ. ഇത് ഗദ്വാൾ സാരി എന്ന് പറയും. ചന്തേരിയാണിത്. അതിന്റെ 4 കളേഴ്സ്. ഇങ്ങനെ 4 കളേഴ്സുകൾ ഇങ്ങനെ വരും. അതിന്റെ ഡിസൈൻസ് ഇങ്ങനെ പല പല ഡിസൈൻസുകൾ വരും. ഇതിന്റെ ഡിസൈൻസ് കളേഴ്സ് കണ്ടോ. റബ്ബർ പ്രിന്റിലും വരുന്നുണ്ട്. ഇത് കോട്ട ചെക്കലോ? അല്ല അത് തന്നെ. ഗദ്വാളി തന്നെ ഷഡി പ്രിന്റ് ആണിത് വന്നത്. ഡിസൈൻസ് ഒരുപാട് ഡിസൈൻസ് ആണ് വരുന്നത്. ഡിസൈൻസ് മാറി 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 നിൽക്കുന്നു. യെസ്. എന്തൊരു ആവേശം നോക്ക്. എന്നെ വിടാനുള്ള ഉദ്ദേശമില്ലേ? അയ്യോടി മോളെ. ഇത് വൈറ്റില് വൈറ്റ് പ്രിന്റ് വരുന്നത്. വൈറ്റില് വൈറ്റ് മാത്രമാണെങ്കിൽ വൈറ്റില് വൈറ്റ് ഇങ്ങനെ പ്രിന്റ് വരും. പല പല ഡിസൈൻസുകൾ വരും. അത് ഞാൻ കവർ ചെയ്യുന്ന മാറ്റമല്ല, വൈറ്റ് ആയതുകൊണ്ടിട്ട് ഇതുണ്ടോ ഇങ്ങനെ വരും. അല്ലാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഴിഞ്ഞു. ഫുൾ വൈറ്റ് ഒക്കെ എപ്പോഴും വൈറ്റ് എപ്പോഴും ആവശ്യമുള്ളതല്ലേ. വൈറ്റും ബ്ലാക്ക് ഇതൊക്കെ ആവശ്യമുള്ള സംഭവങ്ങൾ തന്നെയാണ്. അതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇനി മതി മതിയല്ലേ. അല്ല ഇത് ഫുൾ ഒന്ന് റൊട്ടേറ്റ് നമുക്ക് ഫുൾ കോട്ടൺ സെക്ഷൻ ആണ്. എല്ലാം നമ്മൾ കാണിച്ചിട്ടില്ല. ഇനി ഒരുപാട് ഐറ്റംസുകളും വെറൈറ്റികളും കാണിക്കാനുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾ ഡയറക്റ്റ് വന്ന് കണ്ടോളൂ. ഇതൊക്കെ നമുക്ക് ലോ ബഡ്ജറ്റിൽ എന്ന് വെച്ചാൽ 1000-ന്റെ താഴെയുള്ള റേഞ്ചാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഫ്ലോർ. 1000-ന്റെ മുകളിലുള്ളത് കുറച്ച് പ്രീമിയം കളക്ഷൻസ് ആണ് താഴത്തെ ഫ്ലോറിൽ കണ്ടത്. ഇനി അതിൻ്റെ താഴത്താണെങ്കിൽ നമുക്ക് വെസ്റ്റേൺ വെയർ, പിന്നെ അൺസ്റ്റിച്ചഡ് അല്ല വെസ്റ്റേൺ വെയർ ഉണ്ട്. ഏറ്റവും താഴത്ത് റണ്ണിങ് ഉണ്ട്. അങ്ങനെ ഇപ്പോഴും ഓരോന്ന് തപ്പിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും വെറൈറ്റി പുതിയത് കാണിക്കാണ്ടോ ചോദിച്ചാൽ ഞാൻ അഡ്രസ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ടാറ്റ ബൈ ബൈ പറയാൻ പോവാ. കഴിഞ്ഞിട്ടില്ല. ഇനി വേറെ ഐറ്റംസ് ഉണ്ട്. ഫാൻസി ആയിട്ട് കാണിച്ചില്ലല്ലോ. ലോ റേഞ്ചില് ഫാൻസി ഇത് കണ്ടില്ലേ. എന്നെ വിടണില്ലേ, ഞാൻ എന്ത് ചെയ്യും. ഇതാ ഫാൻസിയിൽ ഇത് ബ്ലൗസ് ആണല്ലോ വിത്ത്. അത് ബ്ലൗസ്. ഇത് സാരി വിത്ത് ബ്ലൗസ്. അതിന് പാക്കിങ് ഇങ്ങനെ വരും അല്ലേ. ഇങ്ങനെ ബോക്സ് പാക്കിംഗ് ആയിരിക്കും വരുന്നത്. ഇങ്ങനെ വിത്ത് ഇതാ അതിന്റെ ഒരുപാട് ബൾക്കായിട്ട് ഇരിക്കുന്നു കൂടെ ഈ സൈഡില്. ഫുൾ കളേഴ്സ് ആണ്. ഇത് 10-15 കളർ ഉണ്ടാവും ഒരു ബോക്സില്. അപ്പൊ ഇത് എങ്ങനെ എടുക്കേണ്ടത്? ഫുൾ ബോക്സ് ഇത് ഇങ്ങനെ സെലക്ഷൻ ചെയ്യാം. അത് അവരോട് ഒരു കാറ്റലോഗ് ആണ്. ഒരു കാറ്റലോഗ് എടുത്ത് എടുക്കണം. കാറ്റലോഗ് ഐറ്റംസ് അല്ലേ. ഇങ്ങനെ കാറ്റലോഗ് ഐറ്റംസ് ആയിരിക്കുള്ളൂ. ഫുൾ കാറ്റലോഗ് ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ കട്ട് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതിന്റെ ഇത്ര കളേഴ്സ് ഉണ്ടാവില്ല ഒരു ഫുൾ ബോക്സ് വരുമ്പോ അല്ലേ. വരുന്നത് അതിന്റെ അതിന്റെ ലൈറ്റ് ഷെയ്ഡ് പ്ലെയിൻ വിത്ത് ബോർഡറിൽ വരുന്നത്. അതെ ഇങ്ങനെ വരുന്നത്. ഫുൾ വർക്ക് വന്നിട്ടുള്ളത് അല്ലേ.
അപ്പൊ ഇങ്ങനെ കളക്ഷൻസ് ബോക്സ് പാക്കിങ്ങിലും ഉണ്ട്, ഫാൻസി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഉള്ളത് അണ്ടർ സ്കേർട്ട്. അടുത്തത് അണ്ടർ സ്കേർട്ടിന്റെ ഫുൾ കളേഴ്സ് ആണുള്ളത്. വലിയ സൈസ് ഉണ്ട്, ചെറിയ സൈസ് ഉണ്ട്. അടിയിൽ ഫ്രില്ലുള്ളതുണ്ട്, പ്ലെയിൻ ഉണ്ട്, പല പല 7 പാർട്ടാണ് വരുന്നത്. ഇത് 8 പാർട്ടിന്റെ. ഈ 8 പാർട്ടും 7 പാർട്ടും എന്ന് പറയുന്നത് അതിന്റെ വലിയ size. പാനലിലാണ് ഉദ്ദേശിക്കുന്നത്. yes. പാനൽ വരുന്നത് ഇത് 7 പാനലിന്റെ ആണ്. ഇത് വരുമ്പോ 8 പാനലിന്റെ കട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ വിരിവ് കുറച്ച് കൂടുതലുണ്ടാവും, കുറച്ചുകൂടി വണ്ണമുള്ളവർക്ക് പറ്റിയത് അതില്. ഇപ്പൊ നമ്മൾ അടുത്തത് ഷേപ്പറിലേക്കാണ് പോണത്. ഇത് അതിന്റെ കോട്ടണില് കോട്ടൺ അല്ല, ലൈക്രയാണത്. കോട്ടൺ പോലെ ഫീൽ ചെയ്യും, പക്ഷെ കോട്ടൺ അല്ല, ബനിയൻ സ്റ്റഫ് ലൈക്രയില്. അതിന്റെ കളേഴ്സ് ഫുൾ കളേഴ്സ് മിക്സ് ആണത്. കോട്ടൺ മിക്സ് ആണ്. അതെ, ഇതൊക്കെ കോട്ടൺ മിക്സ് ബനിയൻ സ്റ്റഫിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഇങ്ങനെ ഇതൊക്കെ എങ്ങനെ മേടിക്കണം, എത്ര മേടിക്കണം, എങ്ങനെ വേണം എടുക്കാം, വന്നാൽ മതി. പക്ഷെ കടക്കാർ മാത്രം, എത്ര പറഞ്ഞാലും പിന്നെ നോക്കിക്കോ കോൾസ് വരും കേട്ടോ. അതിന് ഞാൻ ഉത്തരവാദിയല്ല, നിങ്ങളെ നമുക്ക് അത് പറഞ്ഞു കൊടുക്കണമല്ലോ. നിവർത്തിയില്ല. അവര് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. നമ്മളുടെ ഏതാണ് ഷോപ്പ്, അവരുടെ ഏരിയ ഏതാണെന്ന് വെച്ചാൽ ആ ഷോപ്പ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇനി അവസാനിപ്പിക്കില്ല, ഇനി ബാക്കിയുള്ളത് വന്ന് കണ്ടോട്ടെ അവര്. ഓക്കെ, നമ്മുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നതാണ്. അഡ്രസ് ഒന്ന് പറഞ്ഞേ. കേരളത്തിലെ എറണാകുളത്ത് പ്രസ് ക്ലബ് റോഡ്, വെഗാസ് വൈശാലി. ഇത്രയുള്ള കാര്യം. പക്ഷെ നമുക്കിപ്പോ നേരിട്ട് വരാണെങ്കിൽ മേനക ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ് വഴിക്ക് വരാണെങ്കിൽ, ഇനി കാർ ത്രൂ ആണ് വരുന്നതെന്ന് വെച്ചാൽ കാർ പാർക്കിംഗ് ഏരിയ, പേഡ് പാർക്ക് ഏരിയ ഉണ്ട് അവിടെ. അത് കൂടാണ്ട് നമുക്ക് ട്രെയിൻ ത്രൂ വരാണെങ്കിൽ സൗത്ത് ഇറങ്ങിയാലും ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാം. ഇനി മാപ്പിൽ സെർച്ച് ചെയ്താൽ മതി വേഗാസ് വൈശാലി, VAGAS വേഗാസ് വൈശാലി. അപ്പൊ തന്നെ വരും. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് പോകുന്നു. 3 ഫ്ലോർ ഉണ്ട് കേട്ടോ. അത്യാവശ്യം സമയം എടുത്തത് വരാം. രാത്രി ഒരു 6 മണി നേരത്തൊക്കെ ഉച്ച തിരിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അപ്പൊ അല്ല, വരുമ്പോ രാവിലെ തന്നെ 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊരു കാണാനൊന്നും ഉണ്ടാവില്ല. ഈ സമയത്ത് വന്നിട്ടാണ് കണ്ടില്ല, എല്ലാം മൊത്തം വലിച്ചു വാരിട്ടേക്കണം. ഇപ്പൊ കസ്റ്റമർ, ഇപ്പൊ ഒരുവിധം കസ്റ്റമർ ഒഴിഞ്ഞു നമ്മുടെ. അപ്പൊ അത് അതുകൊണ്ടാണ് ഇങ്ങനെ അലമ്പായി കിടക്കുന്നത് മൊത്തം. അല്ല, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. നമ്മൾക്ക് ഇഷ്ടമാണ് അങ്ങനെ കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റാഫുകൾ ആരും അതിന് മടിയൊന്നും കാണിക്കുന്നു. അതില്ലല്ലോ, അത് ഞാൻ കണ്ടിപ്പോ വീടില്ല, എന്നെ വിടണില്ലല്ലോ. കവിത എന്നെ വിടണില്ല, ഇനിയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്ര നേരം നമുക്ക് വേണ്ടി കൂടെ നിന്നത്. പിന്നെ താഴത്ത് നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരുണ്ട്, അവരോടും കൂടി അവരെയും കൂടി ഒന്ന് കണ്ടിട്ട് ഒരു ബൈ പറഞ്ഞ അവസാനിപ്പിക്കാം. അപ്പൊ ഒന്ന് താഴത്തേക്ക് പോയാലോ? വരും. നമ്മളിപ്പോ താഴത്തെ ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഇവിടെ കുറെ 1000, 2000, 10,000, 1 ലക്ഷത്തിന്റെ ഒക്കെ കണക്ക് പറയണ്ട്. ഇവിടെ നിന്ന് നടക്കണേ ചെക്ക് ചെയ്യാണ്, തിരക്കിലാണ്, ബിസിയാണ്. ഇവിടുത്തെ ഓളിനോളില്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് പേര് പറഞ്ഞില്ല, നമ്മൾ നേരത്തെ മുകളിൽ കണ്ട ചേച്ചിയുടെ ഹസ്ബൻഡ്. അങ്ങനെ പറയുന്നത്, അങ്ങനെ വേണമെങ്കിൽ പറയാന്നല്ലേ. എവിടെയായിരുന്നു ഇത്ര നേരം? ഇവര് മര്യാദക്ക് പണിയെടുക്കണോ നോക്കണല്ലേ. കേട്ടാ, മര്യാദക്ക് പണിയെടുക്കണോ നോക്കായിരുന്നു. അപ്പൊ ഇത് ഫുൾ ഒരു ബില്ലിംഗ്, പാക്കിംഗ്, കൊറേ ഒക്കെ ലോഡ് പോകാൻ കൊടുക്കുന്നുണ്ട് അല്ലേ. ഇതൊക്കെ എവിടേക്കുള്ളതാ? ദുബായ്. കഴിഞ്ഞു പോയി. ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ ചെന്നൈ ടീംസ് ആണ്. അപ്പൊ ഇത് ഫുൾ ബില്ലിംഗ് സെക്ഷൻ ആണ് വരുന്നത്. നമുക്ക് എടുത്ത് പേരൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സൂം ചെയ്ത് കാണിക്കാത്തത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കളക്ഷൻസ്. അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാഫുകളുണ്ട്. നമ്മുടെ സ്റ്റാഫുകളെ സ്റ്റാഫുകളെ ഒളിവായോ, എല്ലാവർക്കും നാണം. നിക്കണമെന്ന് നിർബന്ധമുണ്ട്. വായോ, നിങ്ങളൊക്കെ ആണല്ലോ ഇതിന്റെ സ്ട്രെങ്ത്. വാ എല്ലാവരും കാണാൻ പാടില്ലെങ്കിൽ തിരിഞ്ഞോ മതിയാ. ഇപ്പൊ ശരിയായില്ല, എടുത്തു കഴിഞ്ഞു. ഇവരെല്ലാം കുറച്ചുപേര് അവിടെ ഇഷ്ടംപോലെ സ്റ്റാഫ്സ് അവിടെ ഇവിടെ. പിന്നെ കസ്റ്റമേഴ്സ് ഉണ്ട്, അവരെ കൂടെ ബിസിയാണ്. അപ്പൊ ഇവിടുത്തെ മെയിൻ ആൾക്കാരൊക്കെ ഇവരൊക്കെ അതാണ്. ഇവരൊക്കെ ഇവരെ ഇവര് വേണം. അപ്പൊ ഇവിടെ ഉള്ളവര് വാ, നിങ്ങൾ വാ. ഇവിടെ ആള് നോക്കിക്കോ, ഇങ്ങോട്ട് വായോ. വാ, നമ്മുടെ ഇവിടുത്തെ മുതലാളിമാരെ ഒന്ന് പരിചയപ്പെടണ്ടേ. ഒരാൾ ഇപ്പോഴും മിസ്സിങ് ആട്ടാ. എമർജൻസി കേസ് വന്നു. എന്നും ഉണ്ടാവും ആരെങ്കിലും ഒരാൾ മിസ്സിങ് കേട്ടോ. അപ്പൊ അയ്യോ, അപ്പൊ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല കേട്ടോ. അതെ,
സ്റ്റാഫ്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നത്. കുറേയൊക്കെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇവരൊക്കെയാണ് മെയിൻ താരങ്ങൾ കേട്ടോ. ഇവരൊക്കെ പിന്നിൽ വെറുതെ ബബ്ബ അടിക്കുന്നുള്ളൂ. വാ 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 അല്ലേ, ശരിയല്ലേ? അപ്പൊ ഇവർക്കാണ് ഇത്ര നേരം താങ്ക്സ് പറയണം. നമുക്ക് ഫുൾ കളക്ഷൻസ് കാണിച്ചു തന്നതിന്. എന്താണ് മിണ്ടാത്തത്? കൊളിച്ചിരിക്കണ പെണ്ണുകളെ കാരണം പിന്നെ വന്നോണ്ടിരിക്കണോ ഓരോരുത്തർ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ കൂടെ. പുലികളാണ്. പിന്നെ ഇപ്പൊ ക്യാമറ കണ്ടപ്പോ ചെറിയൊരു ചമ്മൽ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒക്കെ നമ്മള് കുറച്ചു നേരത്തെ കണ്ടില്ലേ, പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നോക്ക് എന്തൊരു പാവായിട്ട് നിൽക്കണേ. അപ്പൊ ഇവരാണ് മെയിൻ താരങ്ങൾ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇത്ര നേരം നമുക്ക് ഫുൾ കളക്ഷൻസ് ഒക്കെ എടുത്ത് കാണിച്ചു തന്നേന് കേട്ടോ. ഇവരുള്ള കാരണം ഈ വേഗാസൊക്കെ ഇങ്ങനെ പോണത്. തീർച്ചയായിട്ടും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ താങ്ക് യു കേട്ടോ. നിങ്ങളൊക്കെ കയറി വെക്കോ. അപ്പൊ മുതലാളിമാര് വാങ്ങി ഞങ്ങളെ കണ്ടിട്ടുള്ളതാണ്. ഒരാൾ മിസ്സിംഗ് ആണ്, ഹോസ്പിറ്റൽ കേസിലാണ്. അപ്പൊ ഇതാണ്. പിന്നെ നമ്മുടെ കാഷ്യർ ചേട്ടനെ ഒന്ന് കാണിച്ചു, ഒരു ഹായ് പറഞ്ഞോ. ആ ചേട്ടനെ എനിക്കാൻ പറ്റില്ല, ക്യാഷ് അവിടെ നിന്ന് വല്ലവരും അടിച്ചു മാറ്റിയെന്ന് പേടിച്ചിട്ട്. അപ്പൊ നമ്മുടെ വേഗാസിന്റെ ഇതാണ് കളക്ഷൻസ് എന്ന് വെച്ചാൽ ഇവിടെ കിട്ടാത്ത ഐറ്റംസ് ഒന്നുമില്ല. ലേഡീസിന്റെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും അല്ലേ? എന്തെങ്കിലും പറയാണ്ടോ? എല്ലാം ഇവിടെ കേറാതെ പോകരുതാരും. എറണാകുളത്ത് മാർക്കറ്റിൽ ഇവിടെ കാല് കുത്തിയ ഇങ്ങടെ ആദ്യം കയറിയിട്ട് പോകുള്ളൂ എല്ലാവരും. അല്ല ശരിയല്ലേ? തീർച്ചയായിട്ടും വരാതിരിക്കില്ല. എല്ലാവരും ഇവിടെ വന്നിട്ടാണ്. ഇല്ലേ, ഞാനിത് ബടായി പറഞ്ഞതല്ലേ, ഉള്ള കാര്യമല്ലേ? ഇനി എന്തെങ്കിലും പറയണ്ട. റീറ്റെയിൽ കസ്റ്റമറോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ വളരെ വ്യാപാരം വളരെ ചെറിയ രീതിയിൽ വളരെ ഡൗൺ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും പർച്ചേസ് വളരെയധികം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. കാരണം പർച്ചേസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് റൊട്ടേഷൻ കൂട്ടുക. എന്നുവെച്ചാൽ എല്ലാ ആഴ്ചയിലും വരാൻ പറ്റിയാൽ എല്ലാ ആഴ്ചയിലും വന്നിട്ട് കുറേശ്ശെ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോവുക. അത് ഇവിടെ നിന്നാണെങ്കിലും ഏത് ഷോപ്പിൽ നിന്നാണെങ്കിലും നമ്മുടെ പർച്ചേസിൻ്റെ എണ്ണം കൂട്ടണം. കാരണം റേറ്റ് അപ്പം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഓൺലൈൻ ബിസിനസ്സിലോട്ട് കുറേ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും കേന്ദ്രീകരിക്കേണ്ട പർച്ചേസാണ്. പർച്ചേസ് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എന്തെന്നാണോ പെട്ടെന്ന് വിറ്റ് പോകുന്നത് അതിൽ കൂടുതൽ പർച്ചേസ് ചെയ്ത് വിൽക്കാൻ ശ്രമിക്കുക. ചുരുക്കം പറയുകയാണെങ്കിൽ നമുക്ക് മാസത്തിൽ ഒരു 50,000 അല്ലെങ്കിൽ 1 ലക്ഷത്തിന് അല്ലെങ്കിൽ 2 ലക്ഷത്തിൻ്റെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് കടയിൽ കൊണ്ട് വെക്കാണ്ട് ആഴ്ചയിൽ 2 തവണ വന്ന് വിസിറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുക. അത് സെയിലാകുമ്പോൾ പിന്നെ റിപ്പീറ്റ് വരിക. അപ്പോൾ ഇതാകുമ്പോൾ പുതിയ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് സെയിലായി പോകും. അപ്പോൾ നിങ്ങൾക്കും കച്ചവടം ഉണ്ടാവും, അതേപോലെ തന്നെ ഇവിടെയും കച്ചവടം. അപ്പം 2 കൂട്ടർക്കും മാർജിൻ ഉണ്ടാവും. മാർജിൻ ഇട്ടിട്ട് നിങ്ങൾക്കും ഡബിൾ പ്രോഫിറ്റിൽ വിൽക്കാൻ പറ്റും. ഇതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നല്ല കളക്ഷൻസിൽ ആഴ്ചയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. ബില്ലിംഗ് സെക്ഷൻകാരെല്ലാവരും ബൈ.